ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, എന്തുകൊണ്ടാണ് നീ അവിശ്വാസിയായത്? വേറെ ചിലർ ചോദിക്കുന്നത്, എന്തിനാണ് അവിശ്വാസം തുറന്നു പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവിശ്വാസം തുറന്നു പറയുന്നത് എന്തിനെന്നുള്ളത് ആദ്യം പറയാം. ഞാനിത് തുറന്നു പറയാതെ ഉള്ളിൽ ഒതുക്കി പിടിച്ച ഒരുപാട് സമയമായി, ഒരുപാട് കാലമായി. എന്നാൽ അതേസമയം ഇത് ഞാൻ അവിശ്വാസിയാണ് എന്ന് മനസ്സിലാക്കുന്ന സമയം മുതൽ, ആ ഒരു മൊമെന്റ് മുതൽ എനിക്കെതിരുള്ള സംഗതികൾ പലയിടത്തു നിന്നും തുടങ്ങുന്നുണ്ട്. പലരും അവനോട് മിണ്ടേണ്ടതില്ല, കൂട്ടുകൂടേണ്ടതില്ല എന്ന് പറയാൻ, അവൻ താൻ തോന്നിത്തരത്തിന് വേണ്ടിയാണ് മതം ഉപേക്ഷിച്ചതെന്ന് പറയാൻ പലർക്കും ഒരു മടിയുമില്ല. പലരും പല രീതിയിൽ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടും ഒറ്റപ്പെടുത്തിക്കൊണ്ടും ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ പലരും പല ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനായിട്ട് എന്തിന് ഇത് മിണ്ടാതിരിക്കണം? എൻ്റെ ചെറുപ്പം മുതലേ എന്നെ വിടാതെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പലതും എൻ്റെ അവിശ്വാസം കാരണം ഉണ്ടായതാണ് എന്ന നേരേഷൻസ് വരെ ഉണ്ടായി, എന്ന് പറയുന്ന ആളുകൾ വരെ ഉണ്ടായി. എന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെയും ഞാൻ മതവിശ്വാസി ആയിരുന്ന സമയത്ത് തന്നെ, എന്തിന് ഞാൻ ജനിച്ച സമയം മുതലേ എന്നെ വിടാതെ പിന്തുടരുന്ന ഇത്തരം പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ അതിനുള്ള തീർപ്പുകളാണ് ഞാൻ മതവിശ്വാസി അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന ഒരു വിവരണത്തിലേക്ക് മറ്റുള്ളവരെ എത്തിക്കുന്നത് എന്നുള്ളതാണ് അവിടെയുള്ളൊരു വൈരുദ്ധ്യം, അല്ലെങ്കിൽ അത് വിചിത്രമായി എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് നരേഷൻസ് വരുന്നുണ്ട് എനിക്കെതിരെ. ഞാൻ അവിശ്വാസിയായ കാരണം ഇന്നത് സംഭവിച്ചു, ഞാൻ അവിശ്വാസി ആയത് ഇന്ന കാരണങ്ങൾക്ക് വേണ്ടിയാണ്, പണത്തിന് വേണ്ടിയാണ്, പെണ്ണിന് വേണ്ടിയാണ്, പ്രശസ്തിക്ക് വേണ്ടിയാണ്, അല്ലേ? അപ്പം ഇത്തരം കാര്യങ്ങൾ, ഇത്തരം പ്രചരണങ്ങൾ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് ഞാൻ അവിശ്വാസിയായത് എന്ന് ഈ സമൂഹത്തിനോട് തുറന്നു പറയേണ്ട ബാധ്യത എനിക്കുണ്ട്. അല്ലെങ്കിൽ ഇത് മിണ്ടാതിരിക്കുന്ന കാലം അത്രയും അവിശ്വാസിയാണെന്ന് ഞാൻ അവിശ്വാസിയാണ് എന്ന് അറിയുന്ന ആളുകൾ അത്രയും അവർ നോക്കിക്കാണുന്ന കണ്ണ് മറ്റൊന്നായിരിക്കുമെന്ന് എനിക്കറിയാം. ഇവിടെ പണ്ഡിതന്മാർ, മതപണ്ഡിതന്മാരടക്കം മറ്റു പലരും ഇവിടെ ഉണ്ടാക്കി വെക്കുന്ന ഒരു നരേഷൻ എന്താണ്? തൻ്റെ ഇഷ്ടപ്രകാരം ഉള്ള ജീവിതത്തിന്, ഒരു ലൈംഗിക അരാജകത്വമുള്ള ഒരു ലോകത്തിന് വേണ്ടി ഒക്കെ പണിയെടുക്കുന്നവരാണ് അവിശ്വാസികളായി തീരുന്നത്. അതിനുവേണ്ടിയാണ് അവർ വിശ്വാസത്തെ ത്യജിക്കുന്നത് എന്നൊക്കെയാണ്. എന്നാൽ അങ്ങനെയല്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇനി ഈ പറയുന്ന അവിശ്വാസത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ ആരായിരുന്നു, എന്തായിരുന്നു എന്നുള്ളതും, ഞാൻ എന്തുകൊണ്ട് അവിശ്വാസിയായി എന്നൊരു കാര്യം പറയുന്നതിന് മുമ്പ് പറയൽ പ്രസക്തി ഉള്ളതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുകൂടി ആദ്യം പറയാം. ഞാൻ വളരെ ചെറുപ്പം മുതലേ മതവിശ്വാസിയായി മാറിയ ഒരാളാണ്. എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് അത്ര എക്സ്ട്രീം വിശ്വാസികളൊന്നുമല്ല, എന്നാൽ അവർക്ക് വിശ്വാസത്തിന് കുറവൊന്നുമില്ല. അവർ വിശ്വാസികളാണ്. വലിയ തോതിൽ വളരെ കർശനമായ വിശ്വാസമുള്ളവരായിരുന്നില്ല എന്ന് മാത്രം. എന്നാൽ ചെറുപ്പത്തിലെ ചില സംഭവ വികാസങ്ങളാണ് എന്നെ ഒരു പൂർണ്ണമായ ഒരു ദൈവവിശ്വാസിയിലേക്ക്, അല്ലെങ്കിൽ മതവിശ്വാസിയിലേക്ക്, മതചിന്തകളിലേക്ക് ഒക്കെ എന്നെ എത്തിക്കുന്നത്. ആ കാര്യങ്ങൾ ആദ്യം പങ്കുവെക്കാം. അതിനു മുമ്പായി ഒരിക്കൽ കൂടി ഞാനിത് പങ്കുവെക്കുന്നതിൻ്റെ പ്രസക്തി എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു സമയത്ത് ഞാൻ എൻ്റെ മതപഠന സമയങ്ങളിൽ ഒരിക്കൽ എൻ്റെ ഉസ്താദിനോട് ഞാൻ ചോദിച്ചു, ഈ ആശയത്തിൻ്റെ പേരിൽ ആയുധമെടുക്കുന്നത് മോശമല്ലേ, തെറ്റല്ലേ? വാക്കാൽ പറയേണ്ടത് വാക്കാൽ പറഞ്ഞാൽ പോലെ എന്തിന് വാളെടുക്കുന്നു? അതുപോലെ സമ്മർദ്ദങ്ങൾ ചെലുത്തി ഓരോരുത്തരെ മതത്തിലേക്ക് കൂട്ടുന്നത്, ഇസ്ലാമിലേക്ക് കൂട്ടുന്നത് ശരിക്ക് ഒരു പോഴത്തരല്ലേ, ചെയ്യാൻ പാടില്ലാത്തതല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്. നമ്മൾ മനസ്സിലാക്കിയ സത്യം അവർ മനസ്സിലാക്കാതെ പോകുമ്പോൾ അവർ നരകാവകാശികളായി മാറല്ലേ, അപ്പോൾ അവരോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇത് പറയുന്ന സമയത്ത് മുജാഹിദ് ബാലുശ്ശേരി ഒന്ന് ഓർക്കുക, തലരിയൽ പോലും കാരുണ്യമാണെന്ന് പറഞ്ഞ മുജാഹിദ് ബാലുശ്ശേരി ഒന്ന് ഓർക്കുക. ആ രീതിയിലുള്ളൊരു സംസാരം തന്നെ ഉസ്താദിനോട് സംസാരിച്ചത്. അപ്പം നമ്മൾ അവരോടുള്ള കാരുണ്യം കൊണ്ട്, സ്നേഹം കൊണ്ടുമാണ് നിർബന്ധം ചെലുത്തിയും അവരെ മതത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നത് എന്ന രീതിയിൽ, അത് ജിഹാദിനെ കുറിച്ചുള്ള ചർച്ചയിലാണ് ഉസ്താദ് അത് പറഞ്ഞത്. അപ്പോൾ അതേ രീതിയിലുള്ള ഒരു മറുപടി കൂടെ എനിക്ക് നിങ്ങളോട് പറയാണ്ട്, എന്തിന് ഞാൻ എൻ്റെ അവിശ്വാസം തുറന്നു പറയുന്നു എന്ന് പറയുന്നിടത്ത്, അതായത് കാലങ്ങളായി, തലമുറകളായി ഇവിടെയുള്ള മതവിശ്വാസികൾ അത്രയും പറ്റിക്കപ്പെട്ടു, പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസികൾ പറ്റിക്കപ്പെട്ടു, വഞ്ചിക്കപ്പെട്ടു എന്നുള്ള എൻ്റെ ബോധ്യം, അത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കലും കൂടെയാണ് എൻ്റെ ലക്ഷ്യം. ഇതൊരു വലിയ വഞ്ചനയായി, ഒരു ദൈവികം എന്ന് പറഞ്ഞ് നമുക്ക് മുമ്പിൽ എത്തിച്ച സംഗതി മാനുഷികമാണ് എന്ന് തിരിച്ചറിഞ്ഞ ആ ഒരു സംഗതി, ആ ഒരു സംഭവം, അതെല്ലാം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുക എന്നുള്ളത് കൂടിയാണ് ഈ ഒരു വീഡിയോയുടെ എൻ്റെ ഉദ്ദേശം.
ഇനി കഥയിലേക്ക് കിടക്കാം. എൻ്റെ കൂട്ടുകാരെ കൂടെ എൻ്റെ പ്രായക്കാരനായ ഒരു കൂട്ടുകാരനാണ് എനിക്ക് ഉണ്ടായിരുന്നത്. മറ്റുള്ളവരൊക്കെ ഞങ്ങളെക്കാൾ മുതിർന്ന ആളുകളായിരുന്നു. അങ്ങനെ കുട്ടികളോടൊത്ത് കളിക്കാൻ പോകുന്ന സ്വഭാവം എനിക്ക് 2ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരിക്കൽ ഞങ്ങളെക്കാൾ മുതിർന്ന ആളുകളാണ് ഞങ്ങളുടെ കൂടെ കൂടുതലുണ്ടായിരുന്നത്. 5ാം ക്ലാസ് 6ാം ക്ലാസ് ആ ഒരു പ്രായക്കാരാണ്. ആ സമയത്ത് അവരുടെ ആ ഒരു കൗമാരത്തിലേക്ക് കടന്നതിൻ്റെ ആ ഒരു സമയത്തുള്ള ആൺകുട്ടികൾക്കിടയിൽ സജീവമാകുന്ന ചർച്ചയാണ് ഈ ഒരു റീപ്രൊഡക്ഷൻ സംബന്ധമായിട്ടുള്ള ചർച്ചകൾ. അപ്പം അത്തരം ചർച്ചകൾ അവരുടെ ഇടയിൽ നടക്കുന്ന സമയത്ത് അവർ ആ ഒരു അറിവ് ചെറിയ കുട്ടികളായ ഞങ്ങൾക്ക് കൂടി അത് പകർന്നു തന്ന സമയത്ത്, ഞങ്ങളോട് പറഞ്ഞു തന്നതാണ്. ഈ പറഞ്ഞു തന്ന സമയത്ത് വലിയൊരു കൗതുക വാർത്ത കിട്ടിയ ആ ഒരു കൗതുകത്തോടെ, അത്ഭുതത്തോടെ, അമ്പരപ്പോടെ ഞാനത് വീട്ടിൽ ചെന്ന് പറഞ്ഞ സമയത്ത് അവരത് വളരെ മോശമായ രീതിയിൽ എടുക്കുകയും ഇനി കളിക്കാൻ പോകുന്നത് ഞാൻ നശിക്കുന്നതിന്, വഴിപിഴച്ചു പോകുന്നതിന് കാരണമാകും എന്ന് വീട്ടുകാർ മനസ്സിലാക്കി, അല്ലെങ്കിൽ വീട്ടുകാർ ആ രീതിയിൽ അതിനെ എടുത്ത് അവരെൻ്റെ കളിക്കാനുള്ള പോക്കിനെ വിലക്കുകയും അവരുടെ ആ ഒരു കൽപ്പനയെ മറികടന്ന് ഞാൻ കളിക്കാൻ പോയപ്പോൾ അവർ അത് കാരണമായിട്ട് എന്നെ ഒരുപാട് ശിക്ഷിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ആ 2ാം ക്ലാസ് മുതൽ എൻ്റെ കളി നിർത്തപ്പെടുകയാണ്. എൻ്റെ പുറത്തേക്ക് പോകാൻ, സ്കൂള്, മദ്രസ, പള്ളി എന്നതിനപ്പുറത്തേക്ക് എനിക്ക് പുറത്തു പോകാനുള്ള അനുമതി അവിടെ നിഷേധിക്കപ്പെടുകയാണ്. മറ്റു കുട്ടികളോടൊത്ത് കളിക്കാനുള്ള അനുമതി അവിടെ നിഷേധിക്കപ്പെടുകയാണ്. ആ ഒരു സമയം മുതൽ ഏകദേശം ഒരു വീട്ടുതടങ്കൽ അവിടെ ആരംഭിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് എനിക്കാകെ പുറത്തു പോകുമ്പോൾ കൂടുതലായിട്ട് മറ്റുള്ളവരുമായി ഇടപഴകാൻ, അല്ലെങ്കിൽ പുറംലോകവുമായിട്ട് ഇടപഴകാനുള്ള ഒരു അവസരം എന്ന് പറയുന്നത് ഈ ഒരു മദ്രസ മാത്രമായിരുന്നു കൂടുതലും. അതിന്റെ കാരണം സ്കൂൾ എന്നുള്ളത്, സ്കൂൾ ടൈം കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ ആരും ഉണ്ടാവില്ല. എന്നാൽ അതേസമയം സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ മദ്രസ ഉണ്ടാവുന്ന സമയത്ത് മദ്രസയിൽ വീണ്ടും ഉസ്താദുമാർ കുറേ സമയം ഉണ്ടാവും മദ്രസ കഴിഞ്ഞാലും. അപ്പോൾ ഒരുപാട് സമയം ഞാൻ അവരുമായി ചെലവഴിക്കാനും അതേപോലെ പള്ളിയിലേക്ക് സമയത്ത് എത്താനൊക്കെ ഞാൻ ശ്രമിച്ചു. കാരണം അങ്ങനെയെങ്കിലും ആ ഒരു പേരിലെങ്കിലും എനിക്ക് പുറംലോകവുമായി ബന്ധം ഉണ്ടാവുമല്ലോ. ഈ രീതിയിലുള്ള പള്ളിയുമായുള്ള ബന്ധം എന്നെ വലിയൊരു വിശ്വാസിയാക്കി മാറ്റുന്നതിന് പങ്കുവഹിച്ചിട്ടുണ്ട്. എന്നതുപോലെ തന്നെ ആ ഒരു ചെറുപ്പത്തിലെ ആ ഒരു ജീവിതശൈലി അങ്ങനെ ചിട്ടപ്പെട്ട് വരുന്നത്, ആ ഒരു ചിട്ടയിലേക്ക് ആയി വരുന്നത് എന്നെ വലിയൊരു മതവിശ്വാസിയാക്കി മാറ്റി. അതിനപ്പുറത്തേക്ക് വീണ്ടും ചില സംഗതികൾ കൂടി ഈ മതം കാരണം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ശക്തമായ ഇൻഫ്ലുവൻസ് എന്നിലേക്ക് എത്രത്തോളം വന്നിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ സംഭവങ്ങൾ കൂടെ ഞാൻ പറയുന്നത്. ഒരിക്കൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടീച്ചർ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ടീച്ചർ ഒരിക്കൽ എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ സുന്നികൾ ഖബറിങ്ങ പോണതൊക്കെ ശിർക്കല്ലേ, കുഫ്രല്ലേ, നിങ്ങളാ ചെയ്യുന്നത് വിദഅത്തല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ വല്ലാതെ വലച്ചു. ആ സമയത്ത് 4ാം ക്ലാസ്സുകാരനായ ഞാൻ എന്ത് പറയാനാണ്, എനിക്ക് പ്രത്യേകിച്ച് അതിൽ അറിവൊന്നുമില്ലല്ലോ. എന്നാൽ അതേസമയം ടീച്ചറെ സംബന്ധിച്ച് ടീച്ചറുടെ ബ്രെയിനിൽ കയറിയിട്ടുള്ള ആ ഒരു മതം, അതിൻ്റെ സ്പിരിറ്റ് എത്രത്തോളാണെന്ന് വെച്ചാൽ മറ്റുള്ളവരിലേക്ക് ആ ഒരു മതത്തിൻ്റെ വെളിച്ചം എത്തിക്കണം എന്നുള്ളൊരു ചോദന, ആ ഒരു ചോദനയുടെ ഭാഗമായിട്ടാണ് എന്നോടൊക്കെ ഈ ഒരു സംഗതി, ചെറിയ കുട്ടിയായിരുന്നിട്ട് പോലും എന്നോട് ഇത് പറയുന്നത്. ഈ സമയത്ത് ഞാൻ വല്ലാതെ ആശയക്കുഴപ്പത്തിലാവുകയും സങ്കടത്തിലാവുകയൊക്കെ ചെയ്തു. കാരണം എൻ്റെ ആശയത്തിനെ കുറിച്ചാണ് ടീച്ചർ കുറ്റം പറയുന്നത്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ഞാൻ ചെറുപ്പം മുതലേ പഠിച്ചു വളരുന്ന ഒരു ആശയത്തെക്കുറിച്ച് ടീച്ചർ കുറ്റം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. എന്നാൽ ഞാനത് ഉസ്താദിനോട് ചെന്ന് പറയുന്ന സമയത്ത് ഉസ്താദ് എന്നോട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് പറയും, ഞാനത് നേരെ ചെന്ന് ടീച്ചറോട് പറയും. അങ്ങനെ ടീച്ചർ കുറച്ച് ഇങ്ങോട്ട് പറയും, ഞാനത് ചെന്ന് ഉസ്താദിനോട് പറയും. അങ്ങനെ ഞാനൊരു ഇടനിലക്കാരനായി മാറുകയും അതേ സമയത്തിൽ ഈ ഒരു മുസ്ലിംസിൻ്റെ ഇടയിലുള്ള ആശയ വ്യത്യാസങ്ങളെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു. ആ ഒരു ചെറുപ്പത്തിലെ ഞാനിതിനെക്കുറിച്ച്, ഈ ഒരു ആശയ വ്യത്യാസങ്ങളെക്കുറിച്ചും അതിനിടയിലുള്ള തർക്കങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ മനസ്സിലാക്കുകയാണ്. അതേ സമയത്ത് തന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു സാധനം, ഇവർ പലപ്പോഴും ഒരേ ആയത്തും ഒരേ ഹദീസും തന്നെയാണ് ഈ തർക്കങ്ങൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് പറയുന്നത് എന്നുള്ളത് അന്നേ ഞാൻ ശ്രദ്ധിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലെ ദർസിലേക്ക് പോകണം എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. കാരണം നമുക്കിതിൻ്റെ ഒരു കൃത്യമായ അർത്ഥം കിട്ടുമല്ലോ. പിന്നെ നമ്മളോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ തർക്കിക്കുന്ന സമയത്ത്, സംവദിക്കുന്ന സമയത്തൊക്കെ നമുക്ക് തിരിച്ച് പറയാനൊക്കെ എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമ്മൾ ആ ഒരു ദർസിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ഒരാഗ്രഹവും ഒരു അഭിലാഷമൊക്കെ എൻ്റെ ഉള്ളിൽ ആ ഒരു സമയത്ത് മുളച്ചു വന്നു. അതേപോലെ തന്നെ ആ ഒരു സമയത്തുണ്ടായ മറ്റ് ചില സംഭവങ്ങൾ കൂടി ഞാൻ പങ്കുവെക്കും. അതിൽ ഒന്ന്, ഞാൻ നന്നായിട്ട് ചിത്രം വരക്കുന്ന ആളായിരുന്നു. ഒരു 4ാം ക്ലാസ് വരെ എനിക്ക് 1, 2, 3 സ്ഥാനങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ആയിട്ട് മിക്ക കലാമത്സരങ്ങൾ, മിക്ക ചിത്രരചന മത്സരങ്ങളിലേക്ക് ലഭിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ പഞ്ചായത്ത് തലത്തിലൊക്കെ എനിക്ക് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പല ചിത്രരചന മത്സരങ്ങളിൽ ഞാൻ പങ്കെടുക്കാറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ എൻ്റെ ഉസ്താദ്, ഈ 4ാം ക്ലാസ് സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്, 4ാം ക്ലാസ്സിൽ വെച്ച് എൻ്റെ ഉസ്താദ്, അന്ന് പഠിപ്പിച്ചിരുന്ന ഉസ്താദ്
അത് സ്കൂളിൽ 4ാം ക്ലാസ്സിലും മദ്രസയിൽ 3ാം ക്ലാസ്സിലുമാണ്. കാരണം 4ാം ക്ലാസ്സിൽ എന്നെ മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദല്ല 3ാം ക്ലാസ് പഠിപ്പിച്ചിട്ടുള്ളത്. 3ാം ക്ലാസ് പഠിപ്പിച്ച ഉസ്താദാണ് ഞാൻ ഈ പറഞ്ഞ സംഗതി പറയുന്നത്. ഉസ്താദ് എന്നോട് പറഞ്ഞു, എന്നോടല്ല ഞങ്ങളോട് എല്ലാവരോടായിട്ട് പറഞ്ഞു, ഈ ചിത്രം വര, പ്രതിമകൾ നിർമ്മിക്കുക എന്നിവയൊക്കെ ഇബ്ലീസിന്റെ പണിയാണ്. അത് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു അന്ത്യനാളിൽ അവരോട് അതിന് ജീവൻ നൽകാൻ പറയും എന്ന് പറഞ്ഞിട്ട് ഒരു ശക്തമായ താക്കീത് നൽകി. ആ സമയത്ത് ഞാനിങ്ങനെ മിണ്ടാതിരിക്കുകയാണ്, കാരണം ഞാൻ ചിത്രം വരക്കുന്ന ആളാണല്ലോ. പെട്ടെന്ന് തന്നെ തൊട്ടടുത്ത് ഇരുന്ന കൂട്ടുകാരനോട് പറഞ്ഞു, എന്നോടല്ല ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് റഹ്സാൻ ചിത്രം വരക്കും, റഹ്സാൻ നല്ലപോലെ ചിത്രം വരക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു. ഉടനെ വന്ന് ഉസ്താദിന്റെ താക്കീത്, ജീവനുള്ളതിനെ വരച്ചാൽ നാളെ നീ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും. അള്ളാഹു പറയും നിന്നോട് ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ചിത്രങ്ങൾക്കൊക്കെ, അപ്പൊ നീ അതിനൊരു പരിഹാരം ഉണ്ടാക്കേണ്ടി വരും എന്ന് ഉസ്താദ് എന്നോട് പറഞ്ഞു. കുട്ടിയായ ഞാൻ പേടിച്ചു. അതിനുശേഷം പിന്നീട് വരക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെൻസിൽ കൈകൊണ്ട് തൊട്ടിട്ടില്ല. പിന്നീട് ഞാൻ വരക്കാൻ വേണ്ടി പെൻസിൽ കൈകൊണ്ട് തൊടുന്നത് +1 +2 സമയത്ത് റെക്കോർഡ് വരക്കാനാണ്. അതിനു മുമ്പ് ഞാൻ വരക്കാൻ വേണ്ടിയിട്ട് പെൻസിൽ കൈകൊണ്ട് തൊട്ടിട്ടില്ല. അങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മതത്തിന്റെ, ഈ മതാധ്യാപകരിലും അല്ലാത്ത അധ്യാപകരിലൊക്കെ ഉള്ള മതത്തിന്റെ ഒരു സ്വാധീനവും അത് കുട്ടികളിലേക്ക് പകർന്നു നൽകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് പിന്നീട് മറ്റൊരിക്കൽ എന്നെ 4ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകൻ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങൾ കൂടെ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഒക്കെ ഒരു നിഷ്കളങ്ക മതവിശ്വാസികളാണ് ഇവരെല്ലാം. ഇദ്ദേഹം എത്രത്തോളം എന്നെ ഇഷ്ടപ്പെട്ടിരുന്നു, എത്രത്തോളം ഈ ഒരു കാര്യത്തിൽ വിശ്വസിച്ചിരുന്നു എന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. അദ്ദേഹത്തിന്റെ പക്ഷമൊക്കെ എനിക്ക് മനസ്സിലാവും. അദ്ദേഹം ഒരിക്കൽ വർഷങ്ങൾക്ക് ശേഷം ഞാൻ വളർന്നു വന്ന, ഞാൻ പ്രവർത്തിച്ച എൻ്റെ പ്രസ്ഥാനത്തിന്റെ ഒരു യൂണിഫോമൊക്കെ ഇട്ട് നിൽക്കുന്ന സമയത്ത് എന്നെ കണ്ട സമയത്ത് അദ്ദേഹം എന്നെ ആലിംഗനം ചെയ്തിട്ടുണ്ട്. വളരെയധികം സ്നേഹത്തോടെ ആ ഒരു സ്നേഹം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോടുള്ള വെറുപ്പ് കൊണ്ടൊന്നുമല്ല ആ 4ാം ക്ലാസ് പ്രായത്തിൽ അത് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ഉള്ളിലെ മതത്തിന്റെ സ്വാധീനം കൊണ്ടാണ് എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അദ്ദേഹം എന്നോട് ഒരു സംഭവം, ഒന്നല്ല 2 സംഗതികൾ പറഞ്ഞതാണ് ഞാൻ ഇനി പങ്കുവെക്കാൻ പോകുന്നത്. അതിലൊന്ന്, ഞാനൊരിക്കൽ എല്ലാവരും ഉള്ള സമയത്ത്, ക്ലാസ്സിൽ എല്ലാവരും ഉള്ള സമയത്ത് നിങ്ങൾക്ക് ആരാവണം, എന്താവണം, എന്ത് പഠിക്കണം എന്നുള്ള ഒരു ചർച്ചയൊക്കെ സാറ് വെച്ച സമയത്ത്, ആ മാഷ് വെച്ച സമയത്ത് ഞാൻ ആ മാഷിനോട് പറഞ്ഞു, എനിക്ക് മ്യൂസിക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ട്, വയലിനൊക്കെ പഠിക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞു, ഓ ഇബ്ലീസിന്റെ പണിയാണോ എനിക്ക് താല്പര്യം എന്നുള്ളൊരു ചോദ്യം എന്നോട് തിരിച്ചു ചോദിച്ചു. ആള് മതത്തിന്റെ ഒരു സ്വാതന്ത്ര്യം വെച്ച് ചോദിച്ചതായിരിക്കണം, കാരണം ഞാനും ആളും മുസ്ലിം ആണല്ലോ. പക്ഷെ ആ ചോദ്യം എൻ്റെ ഉള്ളിൽ കൊണ്ടു, അതോടുകൂടി ഞാൻ ആ സ്വപ്നം, ആ ഒരു ആഗ്രഹം, ആ ഒരു താല്പര്യം അവിടെ ഉപേക്ഷിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു സംഗതിയും ഇതേ അധ്യാപകനുമായി ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ, ശാസ്ത്രമേളക്ക് വേണ്ടിയിട്ട് കളിമണ്ണ് കൊണ്ട് ശില്പങ്ങൾ ഉണ്ടാക്കി പഠിച്ചുകൊണ്ടിരുന്നു ഞാൻ. അന്ന് കിളി, ആന, അങ്ങനത്തെ ചെറിയ ചെറിയ സംഗതികളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ ശാസ്ത്രമേളക്ക് ഞാൻ പേരും കൊടുത്തു. അങ്ങനെ ശാസ്ത്രമേളക്ക് പേര് കൊടുത്തപ്പോൾ ആ സമയത്ത് വീണ്ടും ഇതേ അധ്യാപകൻ പറയാണ്, ഈ കളിമണ്ണോണ്ട് സാധനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്, ശില്പങ്ങൾ ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ളത് ഇബ്ലീസിന്റെ പണിയാണ് കേട്ടോ എന്ന രീതിയിലൊരു സംസാരം എന്നോട് സംസാരിച്ചു. അതോടുകൂടി എനിക്ക് വീണ്ടും ഉള്ളിൽ തട്ടി, ഞാൻ പേടിച്ചു എന്ന് മാത്രമല്ല, ഈ ശാസ്ത്രമേളയുടെ ദിനത്തിൽ പനിച്ച് കടന്നു ഞാൻ. ഈ പനി കാരണമായിട്ട് പിന്നെ ആ ശാസ്ത്രമേളക്ക് പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ അത് മറ്റൊരു സംഗതി എന്ന് മാത്രമല്ല, പിന്നെ ഇതേപോലെ തന്നെ എൻ്റെ അന്നത്തെ ആ ചെറുപ്പത്തിലെ വിശ്വാസ തീവ്രതയുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഗതി കൂടി ഉണ്ടാകുന്നുണ്ട്. ഒരു അഅ്ളമുസ്സലാത്ത് എന്ന സ്വലാത്ത് ചൊല്ലിയാൽ മുഹമ്മദ് നബിയെ സ്വപ്നം കാണും എന്ന് പറഞ്ഞിട്ട് എൻ്റെ വല്യുമ്മ ദിവസേന ചൊല്ലാറുള്ളതാണ് ഈ അഅ്ളമുസ്സലാത്ത്. അത് ഒരു ഏടുകളുണ്ട്, ഇത്ര വക 555 വക ഏട്, 5555 വക ഏട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കട്ടിയുള്ള ഈ മുസാഫ്, ഖുർആൻ പോലെ തന്നെ ഖുർആന്റെ ഒപ്പം പഴയ സുന്നി വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സംഗതിയാണ് ഈ ഏട്. ഈ ഏടിൽ ഒരുപാട് ദിക്റുകൾ, സ്വലാത്തുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതില് ഒരു സ്വലാത്ത് അഅ്ളമുസ്സലാത്ത് എന്ന സ്വലാത്താണ്. 10-12 പേജുണ്ട്. അത് 12 പ്രാവശ്യം, അത് മുഴുവനായിട്ട് 12 പ്രാവശ്യത്തോളം വെള്ളിയാഴ്ച രാവിലെ ഒരാൾ പാരായണം ചെയ്താൽ, അത് ഇശാ മഗ്‌രിബിന്റെ ഇടയിലൊക്കെ പാരായണം ചെയ്താൽ അയാൾ മുഹമ്മദ് നബിയെ സ്വപ്നം കാണുന്ന. അങ്ങനെ ഞാൻ അതിനു വേണ്ടി കച്ചകെട്ടി ഇറങ്ങി. ഞാൻ ഇരുന്ന് എല്ലാ വെള്ളിയാഴ്ച രാവിലും ഞാൻ ഇരുന്ന് ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ ഒരു നാൾ ഞാൻ സ്വപ്നത്തില് ഒരു സംഗതി കാണാണ്. ഞാനിങ്ങനെ കണ്ണ് തുറന്നു നോക്കുമ്പോൾ ഞാൻ ഒരു മരുഭൂമിയിലാണ്. ആ സമയത്ത് ഒരാൾ എന്നെ വിളിച്ചുണർത്തുന്നുണ്ട്. ആ വിളിച്ചുണർത്തുന്ന ആൾ ഒരു പെൺകുട്ടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. എൻ്റെ മനസ്സ് പറഞ്ഞു, ഇത് ഫാത്തിമ ബീവിയാണ്. അങ്ങനെ എന്നെ കൊണ്ട് ആ പെൺകുട്ടിയുടെ മുഖമൊന്നും
ഞാൻ കണ്ടില്ല. ആ പെൺകുട്ടിയുടെ സാന്നിധ്യം മാത്രമാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്നിട്ട് എന്നെ കൊണ്ട് നടന്നു, മരുഭൂമിയുടെ ഉള്ളിലേക്ക് നടക്കുകയാണ്. അങ്ങനെ നടന്ന് മരുഭൂമിയിൽ കുറച്ചങ്ങോട്ട് ഉള്ളിലേക്ക് എത്തിയ സമയത്ത് ഒരു 4 കാലുകൾ നാട്ടി അതിൽ ഒരു മറ ഇങ്ങനെ വെച്ച് കെട്ടിയിട്ട് അതിന് താഴെ ഒരു കയറ് വരിഞ്ഞ കട്ടിൽ പോലത്തെ ഒരു കട്ടിലിൽ ഒരാൾ കിടക്കുന്നുണ്ട്. ഒരു ആട്ടിടയൻ്റെ വേഷത്തിൽ, ഞാൻ കഥാപുസ്തകങ്ങളിലൊക്കെ കണ്ടു പരിചയിച്ച ഒരു ആട്ടിടയൻ്റെ വേഷത്തിൽ ഒരാൾ അവിടെ അതിൽ കിടക്കുന്നുണ്ട്. നീണ്ട മുടിയും നീണ്ട താടിയൊക്കെ ഉള്ള ഒരാൾ. അദ്ദേഹം എന്നെ കണ്ടതും എഴുന്നേറ്റു. അപ്പോൾ എൻ്റെ മനസ്സ് ചോദിച്ചു, ഇതിപ്പോൾ ആരാണ് എന്ന് എൻ്റെ മനസ്സ് ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹമാണ് എഴുന്നേറ്റ് നിന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാനാണ് മോനെ നബി എന്ന് പറഞ്ഞിട്ട് എന്നെ അദ്ദേഹം വാരിപ്പുണർന്നു, ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഞെട്ടി എഴുന്നേൽക്കണം. അപ്പോൾ അത്രത്തോളം ഈ ഒരു വിശ്വാസം എന്നെ സ്വാധീനിച്ചു എന്നാണ് ഞാൻ പറയുന്നത്, അത്ര ചെറുപ്പത്തില്. അങ്ങനെ ആ ഒരു ചെറുപ്പം മുതൽ പിന്നെ അങ്ങോട്ട് ഉള്ള സമയത്തൊക്കെയും എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് ദർസിൽ പോവുക, മതപഠനം നടത്തുക എന്നുള്ളതാണ്. എന്നാൽ എൻ്റെ വീട്ടുകാർക്ക് അതിന് സമ്മതമായിരുന്നില്ല, എൻ്റെ ബന്ധുക്കളിൽ പലർക്കും അതിന് സമ്മതമായിരുന്നില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അവർ പറയുന്നൊരു ന്യായം, നീ വലിയ കുഴപ്പമില്ലാതെ ഇതൊക്കെ പഠിക്കുന്ന ആളാണ്, പിന്നെ വലിയ കുഴപ്പമില്ലാതെ സ്കൂളിൽ പഠിക്കുന്ന ആളാണ്, അപ്പം അങ്ങനെയുള്ള ഒരാൾ മതപഠനത്തിന് പോകരുത്, മതപഠനത്തിന് നീ പോവുകയാണെങ്കിൽ അത് നിന്നെ നശിപ്പിക്കും, നീ ഇങ്ങനെ മൂല്യരായി നടക്കുകയാണെങ്കിൽ സമൂഹത്തിൽ നീ ഒറ്റപ്പെടും, വലിയ ശമ്പളമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. എന്നാൽ ഈ ഒരു ദുനിയാവിന് വേണ്ടിയല്ല പണിയെടുക്കേണ്ടത്, ആഖിറത്തിന് വേണ്ടിയാ, പരലോകത്തിന് വേണ്ടിയാ പണിയെടുക്കേണ്ടത് എന്ന് മനസ്സിൽ അന്നേ ചിന്തയുള്ള ഞാൻ, എന്നെ സംബന്ധിച്ച് അത്ര വലിയൊരു സംഗതിയായിട്ടൊന്നും അവരെ താക്കിയത് എനിക്ക് തോന്നിയതൊന്നുമില്ല. ഞാൻ എന്തായാലും മനസ്സിൽ ഉറപ്പിച്ചു, എന്നെങ്കിലും ദർസിൽ പോകണം എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു. 5ൽ നിന്നും 6ൽ നിന്നും 7ൽ നിന്നും ഒക്കെ ഞാൻ എൻ്റെ രക്ഷിതാക്കളോട് സമ്മതം തേടുന്നുണ്ടെങ്കിലും എൻ്റെ ഉപ്പ പ്രത്യേകിച്ചും അതിന് സമ്മതി. ഈ മതപഠനം ഏകദേശം പ്ലസ് ടു വരെ ഞാൻ തുടർന്നിട്ടുണ്ട്. 10ാം ക്ലാസ് വരെ പോയി. 10ാം ക്ലാസ് വരെ ഏകദേശം സിലബസ് അനുസരിച്ചാണ് പോകുന്നത്. എന്നാൽ 10ൽ നിന്നും ചെറിയ ട്വിസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിലെത്തിയ സമയത്ത് നീ മദ്രസ പഠിച്ചതൊക്കെ മതി, നിർത്തിക്കോ എന്ന് പറഞ്ഞിട്ട് ഉപ്പ മദ്രസയിലേക്കുള്ള ഫീസ് തരൽ നിർത്തി. ഉപ്പ പറഞ്ഞു, നീ ഒരുപാട് സമയം അതിന് വേണ്ടിയിട്ട് കളയുന്നുണ്ട്. ഉപ്പാൻ്റെ പരാതി അതാണ്. കാരണം ഞാൻ സ്കൂളത്തെ പഠനത്തിനൊന്നും എന്നെ സംബന്ധിച്ച് വലിയ പ്രാധാന്യമൊന്നുമില്ല. ഞാൻ കൂടുതലും പള്ളിയിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുഴുകിയാണ് ഉണ്ടാവുക. കൂടുതലും ഇപ്പോൾ ഒരു മഗ്‌രിബിനൊക്കെ പള്ളിയിൽ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇശാ വരെയും ഞാൻ പള്ളിയുടെ അടുത്തും പള്ളിയിലൊക്കെ തന്നെയാണ്. പിന്നെ ഇശാ കഴിഞ്ഞ് വീണ്ടും കുറേ സമയം കഴിഞ്ഞിട്ടാണ് മടങ്ങി വീട്ടിലേക്ക് പോകുക. അതുവരെ ഉസ്താദുമാരുമായിട്ടുള്ള സംസാരങ്ങളിലും കാര്യങ്ങളിലൊക്കെ തന്നെ ഞാൻ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നീ മദ്രസ നിർത്തിക്കോ എന്ന രീതിയിലാണ് ഉപ്പാൻ്റെ സമീപനം ഉണ്ടായിരുന്നത്. അങ്ങനെ ഉപ്പ മദ്രസയിലേക്കുള്ള ഫീസ് തരൽ നിർത്തി. അതേസമയം അന്ന് എന്നെ പഠിപ്പിച്ചിരുന്ന ഉസ്താദ് എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ മദ്രസ പഠിക്കേണ്ട, പകരം നമുക്ക് കിതാബ് പഠിച്ചു തുടങ്ങാമെന്ന് പറഞ്ഞ് അങ്ങനെ അന്ന് മുതൽ 10 കിതാബ് എന്ന് പറയുന്ന കിതാബുണ്ട്, ഒരു പുസ്തകമുണ്ട്. 10 കിതാബ്, 10 ഭാഗങ്ങൾ അതിലുണ്ട്. ഇസ്ലാമിൻ്റെ ഒരുപാട് ബേസുകൾ അതിലുണ്ട്. ഈ 10 ഭാഗങ്ങളായിട്ട് ഇങ്ങനെ വിഭജിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് അത്. 10 കിതാബ് എന്ന് പറയുമ്പോൾ 10 പുസ്തകങ്ങൾ സെപ്പറേറ്റ് ഒന്നല്ല. അതിനെ വേറൊരു ശൈലിയിലൊക്കെ പറയാറുണ്ട്. 10 റിസാലത്ത് കൂടി ചേർന്നത് കൊണ്ട് 10 കിതാബ് എന്ന് പറഞ്ഞാണെന്നൊക്കെ പറയുന്ന സംഗതിയൊക്കെ ഉണ്ട്. ഏതായാലും 10 കിതാബ്. ഈ 10 കിതാബ് ഞാൻ പഠിച്ചു തുടങ്ങുന്നത് എൻ്റെ 10ാം ക്ലാസ്സിലാണ്. അങ്ങനെ 10ാം ക്ലാസ് മുതൽ പിന്നെ ഇങ്ങനെ പഠിച്ചു തുടങ്ങി. പിന്നെ +1 +2 ആ ഒരു സമയത്തൊക്കെ ഞാൻ ഈ ഒരു 10 കിതാബ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ +2 സമയത്താണ് നാട്ടിൽ ജബ്ബാർ മാഷ് വരുന്നത്. യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട്, യുക്തിവാദി സംഘത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് അവിടെ വരുന്നതാണ്. അന്നാണ് ഞാൻ അയ്യൂബ് മൗലവി, ജബ്ബാർ മാഷ് ഇവരൊക്കെ കാണുന്നത്. എന്താണ് ഇവർക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഞാൻ അവിടെ. അപ്പോൾ അതിന് പിന്നിൽ വേറൊരു കാരണം കൂടിയുണ്ട്. +2 എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്ത് എന്നെ പലപ്പോഴായിട്ട് മതത്തിന്റെ കാര്യം പറഞ്ഞ് ചോദ്യമുനയിൽ നിർത്താറുണ്ടായിരുന്നു. അവൾ എന്ത് ചോദ്യം ചോദിച്ചാലും ഞാനതൊക്കെ വളരെ വിദഗ്ധമായി അതിനെ വ്യാഖ്യാനിച്ചും മറ്റു പലതും പറഞ്ഞിട്ടും ഞാൻ രക്ഷപ്പെടാറുണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടും ഞാൻ. ആ സമയത്ത് എൻ്റെ ഉള്ളിലുള്ള വികാരം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു +2 സമയത്തൊക്കെ അതുവരെയുള്ള മതപഠനത്തിൻ്റെ ഒക്കെ ബേസിൽ എൻ്റെ ഉള്ളിലുള്ള ഒരു വികാരം, ഇസ്ലാം എന്ന് പറയുന്നത് സത്യമതമാണ്, സമാധാനത്തിൻ്റെ മതമാണ്, എല്ലാം കൊണ്ടും സമാധാനം നിറഞ്ഞ മതമാണ്. അപ്പം ഇതിൻ്റെ സത്യവും സത്തയും സമാധാനവും ഒക്കെ ഈ ഒരു ലോകത്ത് മൊത്തം പടർത്തണം, വിവിധ ഭാഷകളിൽ ഇത് പ്രചരിപ്പിക്കണം എന്നുള്ള ഒരു വലിയ തീവ്രമായ ആഗ്രഹം തന്നെ എനിക്കുണ്ടായിരുന്നു. എൻ്റെ പ്രാർത്ഥനകളിൽ സ്ഥിരമായിട്ട് അതുണ്ടായിരുന്നു. ആ ഒരു കാലത്ത് എൻ്റെ പ്രധാന മാതൃക എന്ന് പറയുന്നത് സാക്കിർ നായിക്കനായിരുന്നു. സാക്കിർ നായിക്കിനെയും MM അക്ബറിനെയും കടത്തി വിട്ടുന്ന ഒരു മുജാഹിദ് സലഫി ഒരു ആശയധാരക്കാരാണല്ലോ. എന്നാൽ അതേസമയം ഞാൻ സുന്നി ആശയക്കാരനാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എന്തായിരിക്കണം, ഞാൻ സുന്നി വിഭാഗത്തിൽ നിന്ന്
ഈ രീതിയിൽ വ്യത്യസ്ത ഭാഷകളിൽ ലോകമാകെ ഇസ്ലാമിന്റെ വെളിച്ചം പരത്തുന്ന ആളായി മാറണം എന്നുള്ളൊരു തീവ്രമായ ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെയാണ് മതപഠനം ഞാനിങ്ങനെ വിടാതെ പിന്തുടരുന്നതും അതിനൊരു അവസരം കിട്ടിയാൽ പോകണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നതും ഒക്കെ ആ ഒരു ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ്. അതായത് ഈ ഒരു രീതിയിൽ ലോകമാകെ ഈ ഒരു മതത്തിന്റെ സമാധാനത്തിന് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട്. അങ്ങനെ ആ ഒരു സമയത്താണ് ഈ ഒരു ഇസ്ലാമിനെ ശക്തമായി വിമർശിക്കുന്ന ജബ്ബാർ മാഷിന്റെ ആ ഒരു സാന്നിധ്യം നാട്ടിൽ ഞാൻ അറിയുന്നത്. ജബ്ബാർ മാഷിനെ അതിന് മുമ്പേ ഞാൻ ഒരിക്കലൊരു സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. അതായത് ഖുർആൻ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് സലാം പേരോട് എന്ന് പറയുന്ന ആൾ എഴുതിയ ഒരു പുസ്തകം, മോറിസ് ബുക്കായി എന്ന ഒരു അമേരിക്കൻ ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷുകാരൻ ഡോക്ടർ, അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം ഞാൻ കാണുകയുണ്ടായി. ആ പുസ്തകത്തിന്റെ പരിഭാഷ ഞാൻ കാണുകയുണ്ടായി. ആ പരിഭാഷ എഴുതിയത് സലാം പേരോടാണ്. ഈ സലാം പേരോടിന്റെ പുസ്തകം ഞാൻ വായിച്ച് വളരെ എക്സൈറ്റഡ് ആയി നിൽക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് തന്നെ കറക്റ്റ് നാട്ടിലെ ലൈബ്രറിയിൽ ഇതേ പേരിൽ മറ്റൊരു പുസ്തകം ഞാൻ കാണുന്നുണ്ട്, ഖുർആനും ശാസ്ത്രവും എന്ന പേരിൽ. എന്നാൽ ആ പുസ്തകം എഴുതിയ ആളുടെ പേര് EA ജബ്ബാർ എന്നായിരുന്നു. ഞാൻ ആ പുസ്തകം എടുത്ത് നോക്കിയ സമയത്ത് അതിന്റെ തുടക്കത്തിൽ തന്നെ യുക്തിവാദികളുടെ ഒരു സംഭവമാണ് കിടക്കുന്നത്. അതായത് മകരവിളക്കിനെ പൊളിച്ചടുക്കി, മകരവിളക്ക് എന്ന് പറയുന്നത് ദൈവികമായ ഒന്നല്ല എന്നും അതിന്റെ പിന്നിൽ ഉടായ്പ ഇന്നതാണെന്നൊക്കെ പറഞ്ഞൊരു സംഗതിയാണ് ആദ്യം തന്നെ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അടുത്ത താളുകളിലേക്ക് കടക്കുന്ന സമയത്താണ് ഞാൻ ഈ ഖുർആനിലെ ശാസ്ത്രം എന്നത് പൊള്ളത്തരമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ രചന വായിച്ചു തുടങ്ങുന്നത്. അപ്പോൾ തന്നെ എനിക്ക് കല്ല് കടിച്ചു. കാരണം മന്ദബുദ്ധിയായ ദൈവം എന്ന് ഒന്നിലധികം തവണ പലയിടങ്ങളിലായി എഴുതി ഞാൻ കാണുകയും ഞാൻ ആ പുസ്തകം അടച്ച് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പൊ അന്ന് എൻ്റെ ഉള്ളിൽ ആ പേരുണ്ട്, ഇദ്ദേഹത്തെ നേരിട്ട് കാണണം, ഇദ്ദേഹത്തെ ഗണ്ണിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട്. ഈ സമയത്താണ് +2 സമയത്ത് തന്നെ നാട്ടിലേക്ക് ജബ്ബാർ മാഷ് വരുന്നതും മധുരക്ക കോംപ്ലക്സിൽ നാട്ടിലൊരു ഓഡിറ്റോറിയത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം നടക്കുന്നതും ആ സമയത്ത് ഞാൻ അദ്ദേഹത്തെ പോയി കേൾക്കുന്നതും. അപ്പോൾ എൻ്റെ ഉള്ളിൽ വല്ലാത്ത ദേഷ്യമുണ്ട് കേട്ടോ. ഈ ഒരു ദേഷ്യവുമായിട്ടാണ് ഞാനിത് കേൾക്കാൻ പോകുന്നത്. ആ സമയത്ത് എനിക്ക് കണ്ട് പരിചയമുള്ള മറ്റൊരാൾ കൂടി അവിടെ ഉണ്ടായിരുന്നു, മുഹമ്മദ് പാറക്കൽ. അങ്ങനെ ഈ ഒരു പ്രസംഗം കേൾക്കുന്ന സമയത്ത് ആദ്യം അവിടെ പ്രസംഗിച്ചത്, ഞാൻ ചെന്ന് കയറിയ ഉടനെ അവിടെ പ്രസംഗിച്ചത് അയ്യൂബ് മൗലവി ആയിരുന്നു. അയ്യൂബ് മൗലവിയുടെ പ്രസംഗം അന്ന് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. എന്നാൽ പിന്നീടാണ് ഞാൻ അറിയുന്നത് അയ്യൂബ് മൗലവി ആണ് ആകെ യുക്തിവാദ പ്രസ്ഥാനത്തിലുള്ള ഒരു മൗലവി എന്നുള്ളതും അദ്ദേഹം വളരെ വിദഗ്ധനായ പ്രഭാഷകനാണെന്നൊക്കെ പിന്നെയാണ് അറിയുന്നത്. എന്നാൽ പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ആ ഒരു മൗലവി മാത്രമല്ല, അറബിയിൽ പാണ്ഡിത്യമുള്ള മറ്റു പലരും ഈ ഒരു കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നും ഉണ്ടെന്നും പിന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. എന്തായാലും അന്ന് ജബ്ബാർ മാഷ് പ്രസംഗം കേട്ടപ്പോൾ, അയ്യൂബ് മൗലവിയുടെ പ്രസംഗം കഴിഞ്ഞ് മറ്റൊരാളുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ജബ്ബാർ മാഷ് പ്രസംഗമായിരുന്നു. ജബ്ബാർ മാഷ് പ്രസംഗം കേട്ട് തുടങ്ങിയപ്പോഴേ എനിക്ക് ആകെ ദേഷ്യം ഇരച്ച് കയറി, കാലിന് അടിയിൽ നിന്ന് ഇങ്ങനെ അരിച്ചു കയറാൻ തുടങ്ങി. അതിന്റെ കാരണം എന്താ വെച്ചാൽ തഫ്സീർ ജലാലൈനി പോലത്തെ വലിയ വലിയ ഗ്രന്ഥങ്ങളൊക്കെ ഉദ്ധരിച്ചിട്ടൊക്കെയാണ് ജബ്ബാർ മാഷ് പ്രസംഗം. എനിക്ക് നല്ല പോലെ ദേഷ്യം വന്നു. ഈ സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും ഒന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ, എല്ലാവരും കൂടി ഇതിനെതിരെ പ്രതികരിച്ചിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ആ സമയത്ത് ആരും തന്നെ അതിന് എതിരെ പ്രതികരിക്കുന്നൊന്നും കണ്ടില്ല. പെട്ടെന്ന് സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിൽക്കുകയും ജബ്ബാർ മാഷിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ചോദ്യം ചെയ്യല്ല ചെയ്ത സത്യത്തിൽ നേർക്ക് നേരെ നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നീ മിണ്ടാതിരുന്നോ, നീ എൻ്റെ നബിക്കെതിരെ പറയുന്നത് നിർത്തിക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഭീഷണിയായിരുന്നു. ചോദ്യം ചെയ്യലല്ല. ഉടനെ തന്നെ ജബ്ബാർ മാഷ് സംയമനം പാലിച്ചുകൊണ്ട് തന്നെ തിരിച്ചു പറയാണ്, ഇവിടെ ഈ ഇന്ത്യയിൽ എല്ലാവർക്കും അവരവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മളിത് പറയണ ചെയ്യും, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് പോകാമെന്ന്. ആ സമയത്തിന് സംഘാടകരായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. പിന്നീട് ജബ്ബാർ മാഷ് പറയുന്ന ഒരു കാര്യം, ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവിനെ വെല്ലുവിളിച്ചു, അദ്ദേഹം ഇന്നത് പറഞ്ഞു, MM അക്ബറിനെ വെല്ലുവിളിച്ചു, അദ്ദേഹം ഇന്നത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. ഈ സമയത്ത് എൻ്റെ മനസ്സിൽ വരുന്ന ചിന്ത മറ്റൊന്നാണ്. അങ്ങനെയാണെങ്കിൽ സുന്നികളിലെ പ്രമുഖ പണ്ഡിതനായ ഇദ്ദേഹത്തെ, ആ പണ്ഡിതന്റെ പേര് ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പഠിച്ച സ്ഥലങ്ങളോ എന്നെ പഠിപ്പിച്ച ആളുകളെ ഒന്നും ഞാൻ പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും എന്നെ പഠിപ്പിച്ച ആളുകളെ പഠിപ്പിച്ച ആളാണ് ഞാൻ ഈ പറഞ്ഞ പണ്ഡിതൻ. ആ പണ്ഡിതനെ ഇവരുടെ നേരെ നിർത്തുകയാണെങ്കിൽ അത് ഇവരെങ്ങനെ നേരിടും, അദ്ദേഹത്തെ വെല്ലുവിളിച്ചിരുന്നോ എന്നൊക്കെ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ ചിന്ത വന്ന സമയത്ത് ഞാൻ മുഹമ്മദ് പാറക്കലിനോട് ചെന്ന് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്നയാളെ വെല്ലുവിളിച്ചിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഇല്ല, വെല്ലുവിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോൾ വരും, ഇവിടെ ഇപ്പോൾ ആളുണ്ട്, ഇന്ന സ്ഥലത്ത് ആളുണ്ട്, നമുക്ക് പോകാം, എന്നിട്ട് നമുക്ക് വെല്ലുവിളിക്കാം, എന്നിട്ട് നിങ്ങൾ തമ്മിൽ ഒരു സംവാദം നടത്തി, ഇവിടെ മുജാഹിദ് ജമാഅത്തൊന്നുമല്ല, നിങ്ങൾ സുന്നിയാളായിട്ട് സംവാദം നടത്തി എന്ന് ഞാൻ പറഞ്ഞ സമയത്ത് മുഹമ്മദ് പാറക്കൽ പറഞ്ഞ്,
ഞങ്ങളതിന് സുന്നികളുമായി വലിയ കുഴപ്പമില്ലാത്തൊരു ധാരണയിലാണ് പോണതെന്ന് പറഞ്ഞു. അത് എന്തുദ്ദേശത്തിലാണ് അദ്ദേഹം പറഞ്ഞത് എനിക്കറിയില്ല. ഏതായാലും വല്ലാത്ത വിഷമത്തോടുകൂടി ദേശത്തോടുകൂടി കൂടിയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നത് ആ ഒരു സദസ്സിൽ നിന്ന്. പിന്നീട് ഞാൻ എൻ്റെ ഉസ്താദുമാരോട്, എന്നെ പഠിപ്പിച്ച ഉസ്താദുമാരോട്, അന്ന് കിതാബ് പഠിപ്പിച്ചു തന്നിരുന്ന ഉസ്താദുമാരോട് ഞാൻ ഈ ഒരു സങ്കടം പങ്കുവെച്ച സമയത്ത് അവർ പറഞ്ഞു, അവരാകെ വിരലിലുണ്ടാവുന്ന ആൾക്കാരിലുള്ളൂ, അവരപ്പോൾ നമ്മൾ മൈൻഡ് ചെയ്താലാണ് അവർ വളരുക, അല്ലെങ്കിൽ അവരങ്ങനെ അവരുടെ പാട്ടും പാടി പോയിക്കോളും, നമ്മളെ നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ച ചില സംശയങ്ങൾ അവർ വളരെ വിദഗ്ധമായി കൈകാര്യം ചെയ്തു. അത് ഇന്ന രീതിയിലാണ് മനസ്സിലാക്കേണ്ടതെന്നൊക്കെ രീതിയിലൊക്കെ അവർ വേറെ രീതിയിൽ പറഞ്ഞു തരികയും അപ്പോൾ അറബി അറിയൽ മസ്റ്റാണ് എന്നെനിക്ക് തോന്നുകയും ഒക്കെ ചെയ്തു. ആ സമയത്താണ് എൻ്റെ ഉസ്താദുമാർ, ഒന്നിലധികം എൻ്റെ ഉസ്താദുമാർ പറഞ്ഞു, നിനക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്, അപ്പോൾ നീ എന്തായാലും ദർസിലേക്ക് പോകണമെന്ന് അവർ പറയുകയും പിന്നീട് അതിൻ്റെ തുടക്കമായിട്ട് ഞാൻ ഒരേ സമയത്ത് വ്യത്യസ്ത ഉസ്താദുമാരുടെ അടുക്കലായിട്ട് 3ഓളം ഗ്രന്ഥങ്ങൾ ആ നാട്ടിൽ നിന്ന് തന്നെ പഠിച്ചു തുടങ്ങുകയും ചെയ്തു. അത് ഒരു ആളിൽ നിന്ന് 10 കിതാബ് തന്നെയായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. മറ്റൊരാളിൽ നിന്ന് ഫതുൽ മുഈൻ എന്ന കിതാബ് ഞാൻ പഠിച്ചു തുടങ്ങി. മറ്റൊരു ആളിൽ നിന്ന് ഈ നഹ്വ് സർഫ് എന്നൊക്കെ പറയും, അറബിയുടെ ഗ്രാമറിന്റെ ഭാഗം പഠിച്ചു തുടങ്ങി. അങ്ങനെ ഞാൻ മതപഠനത്തിന്റെ ആ ഒരു മേഖലയിലേക്ക് വീണ്ടും കുറച്ചും കൂടി ശക്തമായി പ്രവേശിക്കണം. ഈ ഒരു സമയത്ത്, ഇങ്ങനെ തുടങ്ങിയ സമയത്ത് കുറച്ചും കൂടി കാലം കഴിഞ്ഞപ്പോൾ, കുറച്ചും കൂടി ദിവസങ്ങൾ കഴിഞ്ഞ സമയത്ത് എന്നോട് ഒരു ഉസ്താദ് പറഞ്ഞു, നീ എന്തായാലും ദർസിലേക്ക് പോകാനുള്ള ഒരു തീരുമാനത്തിൽ തീർച്ചപ്പെടുത്തണം, മസ്റ്റാണത്. കാരണം ഇത് ഇനി ഇങ്ങനെ വൈകിച്ചുകൊണ്ടിരുന്നാൽ അങ്ങനെ വൈകിക്കൊണ്ടിരിക്കും, നീ മറ്റുള്ളവരെ കാത്തിരിക്കേണ്ട, മറ്റുള്ളവർ പറയുന്നത് നോക്കണ്ട എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അങ്ങനെ ഒരു ഉറച്ച തീരുമാനത്തിലെത്താണ്, എന്തായാലും മതം പഠിക്കാൻ വേണ്ടിയിട്ട് പോകണം, അല്ലാതെ ഇനിയിപ്പോൾ ഇന്നല്ലെങ്കിൽ പിന്നെ എന്നാണ് എന്നുള്ളൊരു ധാരണയിലേക്ക് ഞാൻ എത്തണം. ഈ സമയത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് +2 കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ട്, കുറച്ച് മാസങ്ങളും മറ്റും കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ്. ഈ സമയത്ത് എനിക്ക് ഒരു പോളിടെക്നിക്കിലേക്ക് വിളി വന്നിട്ടുണ്ട്, ഒരു ITIയിലേക്കുള്ള വിളി വന്നിട്ടുണ്ട്. സ്പോട്ട് അഡ്മിഷനാണ് കേട്ടോ. ആ സമയത്ത് നമ്മൾ ചെല്ലുകയാണെങ്കിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും. എന്നാൽ ആ സമയത്ത് എൻ്റെ മനസ്സിലുള്ള എന്താണ്, ദർസിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ദർസിലേക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമല്ല, ഇങ്ങോട്ടൊന്നും ചെന്ന് ചേരേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല, ആ ഒരു സമയത്ത് എന്നോട് ഈ ഒരു മതത്തിൻ്റെ വഴിയിലേക്ക് പോകണ്ടെന്നും അതത്ര നല്ലതിനല്ല എന്നും, നിന്റെ പഠനം PG വരെയുള്ള കാര്യങ്ങൾ അത്രയും ഞാൻ തന്നെ നോക്കി നടത്താം, നീ എൻ്റെ കൂടെ നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് എൻ്റെ വളരെ സ്നേഹമയിയായ മറ്റൊരു അധ്യാപകൻ എനിക്ക് ഒരു സ്പോൺസർഷിപ്പ് കൂടി അന്ന് ഓഫർ ചെയ്ത സമയമാണ്. അന്ന് അതെല്ലാം ഞാൻ തട്ടിത്തെറിപ്പിച്ചു. കാരണം എനിക്ക് മതത്തിൻ്റെ വഴിയിലേക്ക് പോകണം, എനിക്ക് അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത ആളാവണം, എനിക്ക് ഈ ഒരു മതത്തിൻ്റെ യഥാർത്ഥ സത്യത്തെ ഈ ലോകത്തിന് മുമ്പിൽ തുറന്ന് കാണിക്കണം. അതിന് യുക്തിവാദികളാണെങ്കിലും പുത്തൻവാദികളാണെങ്കിലും അവർക്ക് മുമ്പിൽ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തെ തുറന്ന് കാണിക്കണം എന്ന് എൻ്റെ ഉള്ളിൽ വല്ലാത്ത ആഗ്രഹമുള്ള സമയമായതുകൊണ്ട്, പിന്നെ അതേപോലെ തന്നെ അള്ളാഹു എന്നെ ഒരിക്കൽ നഷ്ടക്കാരിൽ പെടുത്തില്ല എന്ന പ്രതീക്ഷ ഉള്ളത് കൊണ്ടും ഞാൻ മതത്തിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ എൻ്റെ ഒരു ഉസ്താദിൻ്റെ ആഹ്വാനം മുഖവിലക്കെടുത്തുകൊണ്ട് ഞാൻ വീട്ടുകാരോട് പറഞ്ഞു, എനിക്കൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. നോണ പറയാണ്, എനിക്ക് പെരുമ്പാവൂർ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ ആ ഒരു നുണയും പറഞ്ഞിട്ടാണ് ഞാൻ മതപഠനത്തിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് പോകുന്നത്. സാധാരണ എല്ലാവരും ദർസ് പഠനം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് ചാടിപ്പോവുക ചെയ്യാറുള്ളത്. ഞാൻ വീട്ടിൽ നിന്ന് ദർസിലേക്ക് ചാടിപ്പോവുകയാണ് ഉണ്ടായത്. അതായത് വീട്ടിൽ നിന്ന് ചാടിപ്പോയി ദർസിലേക്ക്. അങ്ങനെ ദർസിലെത്തി. പിന്നീട് അങ്ങോട്ട് എൻ്റെ ദർസ് പഠനത്തിൻ്റെ കാലം ആരംഭിക്കുകയാണ്. തുടർന്നുള്ള കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ, അതൊന്ന് സത്യത്തെ കേന്ദ്രീകരിച്ച്, ഒന്ന് ഒറ്റപ്പെടലിനെ കേന്ദ്രീകരിച്ച്. ഈ ഒറ്റപ്പെടലിന്റെ കാര്യം, അതായത് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഈ വിഷയം പറഞ്ഞ് പോകുന്ന സമയത്ത് ഇത് പറഞ്ഞത് പുറത്തെത്തി കഴിഞ്ഞാൽ ഞാൻ എത്രത്തോളം ഒറ്റപ്പെടുന്നുള്ളത് എനിക്കറിയാം. ആ ഒരു വേദന കൂടുതലായിട്ട് മനസ്സിലാകുന്നത് സുന്നി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും മുജാഹിദ് ജമാഅത്ത് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ആശയധാരയിലേക്ക് പോകുന്ന ആളുകൾക്കാണ്. അങ്ങനെ ഒരു സുന്നി സമൂഹത്തിലോ സുന്നി കുടുംബത്തിലോ ഒറ്റപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു വേദന വളരെയധികം കണക്റ്റ് ആവും. പക്ഷെ അവരൊരിക്കലും എന്നെ അംഗീകരിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ വിശ്വാസത്തിൽ അവർക്കെതിരാണല്ലോ. അവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ആ ഒരു സുന്നിസത്തിൽ പിന്നീട് നിങ്ങൾ ഖുറാഫിസം എന്ന് വിളിച്ച ആ ഒരു ആശയധാരയിൽ നിന്ന് ഇന്ന് നിങ്ങൾ നിൽക്കുന്നിടത്തേക്ക് നിങ്ങൾ മാറാനുള്ള കാരണം, നിങ്ങൾ ആദ്യം നിന്ന ആ ഒരു ആശയത്തെ വിമർശിച്ച് പഠിച്ചതുകൊണ്ടല്ലേ. ആ ഒരു വിമർശിച്ച് പഠിച്ചത് കാരണമായിട്ട് നിങ്ങൾക്ക് ലഭിച്ചതായ, നിങ്ങൾ മനസ്സിലാക്കിയ ശരി, അതാണ് നിങ്ങളുടെ മാറ്റത്തിന് കാരണം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മാറ്റം എനിക്ക് പാടില്ല എന്ന് പറയുന്നതിൽ എന്ത് നീതിയാണുള്ളത് എന്നൊരു ചോദ്യമാണ് അവരോട് ചോദിക്കാനുള്ളത്. രണ്ടാമത്, ഇതെല്ലാം പറയുമ്പോൾ ഇതെന്തിനു പറയണം എന്നുള്ള ചോദ്യം ഒരുപാട് വീണ്ടും ചോദിക്കുന്ന ആളുകളുണ്ടാവും. അവരോട് പറയുന്നത്, എൻ്റെ പ്രസ്ഥാനം ഞാൻ 5ാം ക്ലാസ് മുതൽ ഞാൻ പോസ്റ്റർ ഒട്ടിച്ചും പ്രചരിപ്പിച്ചും പല രീതിയിൽ പ്രവർത്തിച്ചു വന്ന പ്രസ്ഥാനം,
ആ പ്രസ്ഥാനവും ഞാൻ പഠിച്ചു വന്ന മതവും എല്ലാം എന്നെ പഠിപ്പിച്ചത് സത്യത്തിന് വേണ്ടി സംവദിക്കാനും സത്യം തെളിയാൻ വേണ്ടി സംവദിക്കാനും സത്യത്തിനെ അന്വേഷിക്കാനും ഒക്കെയാണ്. ആ രീതിയിലുള്ള അന്വേഷണവും ചിന്തയും ഒക്കെ തന്നെയാണ് ഇന്ന് ഞാൻ ഈ നിൽക്കുന്നിടത്തേക്ക് എന്നെ എത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു സത്യം, എനിക്ക് ലഭിച്ചതായ സത്യം, എനിക്ക് മനസ്സിലായ സത്യം, അത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് തുടക്കത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അങ്ങനെ ദർസ് പഠനത്തിൻ്റെ ആദ്യകാലം, ആ ഒരു സമയത്ത് ഒരിക്കൽ എൻ്റെ സീനിയറായിട്ടുള്ള ഒരു വിദ്യാർത്ഥി, പഠനം കൊണ്ട് എൻ്റെ സീനിയറായിട്ടുള്ള വിദ്യാർത്ഥി, അദ്ദേഹം പ്രസംഗിക്കുകയാണ് ഈ അമുസ്ലിങ്ങളെയൊക്കെ വധിക്കുന്ന, കൊന്നു തള്ളുന്ന ISIS, അൽ-ഖ്വയ്ദ പോലുള്ള തീവ്രവാദ സംഘടനകൾക്കെതിരെയൊക്കെയാണ് ആളുടെ പ്രസംഗം. ഈ ഒരു പ്രസംഗം കേട്ടുകൊണ്ട് ആ സമയത്ത് അതിലെ കടന്നു വന്ന മുദരിസ്, പ്രധാന ദർസ് അധ്യാപകൻ, അദ്ദേഹം പറഞ്ഞു, താനെന്താണ് ഈ പറയുന്നത്? മുശ്രിക്കീങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്നല്ലേ? പിന്നെ എങ്ങനെയാണ് താൻ പറയുന്നത് ശരിയാവുക? അവരെ കൊല്ലുന്നേ വേണ്ടത്, അവർ മരിക്കേണ്ടവർ തന്നെയാണ്. ഒരു ഇസ്ലാമിക രാജ്യമാണെങ്കിൽ അവരെ കൊല്ലുന്നതിൽ എന്ത് തെറ്റാണുള്ളത് എന്ന രീതിയിൽ അവൻ പറഞ്ഞതിനെ ഗണ്ണിച്ചുകൊണ്ട് ഒരു സംസാരിച്ച ആൾ കടന്നുപോയി. ഇവൻ അവിടെ സ്റ്റെക്കായി. ഇവൻ പ്രിപ്പയർ ചെയ്ത പ്രസംഗത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത സംഗതി തന്നെ അവിടെ ഇല്ലാതായ ഒരു അവസ്ഥ അവിടെ ഉണ്ടായി വന്നു. ഈ ഒരു സമയത്ത് എൻ്റെ ഉള്ളൊന്ന് കിടുങ്ങുന്നുണ്ട്. ഇതെന്താണ് ഉസ്താദ് ഇങ്ങനെ പറയുന്നത്? ഇതിനു മുമ്പേ എനിക്ക് എൻ്റെ ഉസ്താദുമാരോട് വിയോജിപ്പുള്ളൊരു സംഗതി ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ചേകന്നൂർ വധം. ചേകന്നൂർ വധിക്കപ്പെട്ടവനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന സമയത്തൊക്കെയും പല ഉസ്താദുമാരോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ആശയത്തിന്റെ പേരിൽ ആയുധമെടുത്ത് ശരിയായില്ല. അയാൾ ആശയത്തെ ആശയം കൊണ്ട് തന്നെ നേരിടേണ്ടിയിരുന്നു, അല്ലാതെ ആയുധം കൊണ്ടല്ല നേരിടേണ്ടിയിരുന്നത് എന്ന് പറയുന്ന സമയത്ത് അവരിൽ ചിലർ പറയുന്ന ഒരു മറുപടി ഉണ്ട്. ഇസ്ലാമിൽ ഖണ്ഡിതമായി അറിയപ്പെട്ട കാര്യത്തെ നിഷേധിക്കുന്നവൻ കാഫിറാണ്, അതുകൊണ്ട് തന്നെ അവൻ കൊല്ലപ്പെടേണ്ടവനാണ്. ചേകന്നൂർ കൊല്ലപ്പെടേണ്ടവൻ തന്നെ ആയിരുന്നു. അതുകൊണ്ട് നീ എന്തിനാണ് അതിൽ വിഷമിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് അവർ ചോദിച്ചത്. അപ്പോൾ ആ ഒരു സങ്കടവും അമർശവും വിമർശനമൊക്കെ എൻ്റെ ഉള്ളിലുണ്ട്. എന്നാൽ എന്നെ സംബന്ധിച്ച് അതൊന്നും യഥാർത്ഥ ഇസ്ലാമല്ല, അതൊരിക്കലും യഥാർത്ഥ ഇസ്ലാം ആവൂല എന്നുള്ളൊരു ചിന്തയാണ് എൻ്റെ ഉള്ളിലുള്ളത്. അങ്ങനെയുള്ള ഞാനാണ് ദർസിൽ നിന്ന് ഇങ്ങനൊരു സംഭവം കേൾക്കുന്നത്. ഈ ഒരു സംഭവം കേട്ടതോടുകൂടി വീണ്ടും എനിക്ക് സങ്കടമായി. അപ്പോഴും ഞാൻ ആശ്വസിച്ചു, ഇതാവൂല, ഇത് എന്തെങ്കിലും ഉസ്താദിന് എന്തെങ്കിലും പിഴവ് സംഭവിച്ചായിരിക്കും, അതൊരു ഒറിജിനൽ സംഭവം ആയിരിക്കില്ല, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, ഇതിങ്ങനെയൊന്നും ആവില്ല എന്ന രീതിയിൽ ഞാൻ തന്നെ സ്വയം ആശ്വസിച്ചു. അങ്ങനെ പിന്നീട് ദർസ് പഠനത്തിൻ്റെ തുടർഘട്ടങ്ങളിലേക്ക് എത്തുന്ന സമയത്താണ് അടുത്ത ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ തുടർന്നുള്ള സംഭവങ്ങൾ പറയുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്താൻ വേണ്ടി പോവാണ് ഞാൻ. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് വിശ്വാസികൾക്ക് ഉണ്ടാവുന്ന, ഒരുപാട് പേർക്കുണ്ടാകുന്ന ചിന്ത, ഇതൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ, ഇതൊന്നും ഞങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ, ഇങ്ങനെയൊന്നുമല്ലല്ലോ ഞങ്ങൾ പഠിച്ചതെന്നുള്ളതാണ്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഇസ്ലാം എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടത് മാത്രമല്ല, ഇസ്ലാമിന് മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു മുഖം മാത്രമല്ല ഉള്ളത്. അപ്പോൾ മദ്രസയിൽ പലപ്പോഴും നിസ്കാരത്തിലൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നിസ്കാരം ബാത്തിലാകും എന്ന് പഠിപ്പിക്കുന്ന അതേ സംഗതി പിന്നീട് നമ്മൾ ദർസിലേക്ക് എത്തുന്ന സമയത്ത് ഒരു 3 ചലനമൊക്കെ ആകുമ്പോഴേ ഇത് പോകുള്ളൂ, ഒന്ന് തിരിഞ്ഞു നോക്കിയാലൊന്നും നിസ്കാരം ബാത്തിലാകില്ല എന്ന രീതിയിലൊക്കെ നമുക്ക് പിന്നെ കാണാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലുള്ള പല ചർച്ചകളും പിന്നീട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മദ്രസയിൽ ഉള്ള സംഗതിയല്ല, നിങ്ങൾ മദ്രസയിൽ പഠിച്ച സംഗതിയല്ല ദർസിൽ പഠിപ്പിക്കുന്നത്. ഇനി ദർസിൽ പഠിപ്പിക്കുന്ന സംഗതികളിൽ തന്നെ ഉസ്താദുമാർ 2 രീതിയിലുള്ള കാര്യങ്ങൾ പറയും. ഒന്ന്, നമുക്ക് ഇത് സാധാരണക്കാരോട് പറയാം എന്ന് പറഞ്ഞിട്ട്, പിന്നൊരു കാര്യം പറയുന്നത് ഇത് സാധാരണക്കാരോട് പറയരുത് എന്ന് പറഞ്ഞിട്ട്. ഇനി അതിന് മുകളിലുണ്ട്, അതായത് ഈ ദർസിൽ പഠിപ്പിക്കാത്ത സംഗതികളുണ്ട്, മതപഠന കേന്ദ്രങ്ങളിൽ പഠിപ്പിക്കാത്തത്, അതായത് സിലബസിലില്ലാത്തത്, എന്നാൽ അതേസമയം ഉസ്താദുമാരുടെ അറിവിലുള്ളതായ സംഗതികൾ. അത് അവർ തന്നെ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരുടെ പുസ്തകങ്ങളിൽ നിന്നും മറ്റും ലഭിക്കുന്നതാണ്, അനിഷേധ്യമായ അറിവുകളായിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. ഇങ്ങനെ 3 തലങ്ങളുണ്ട് ഇസ്ലാമിൻ്റെ അറിവിന് തന്നെ. അതിലൊക്കെ ഈ ഒരു പണ്ഡിതന്മാർക്ക് തന്നെ ഉള്ളിൽ, അതായത് ഈ ഒരു ഇസ്ലാമിനെ ശരിക്കും മനസ്സിലാക്കിയ മിക്ക പണ്ഡിതന്മാരുടെയും ഉള്ളിൽ ഇങ്ങനെ ഒരു തരംതിരിവുകളുമുണ്ട്. ഇന്നത് സാധാരണക്കാർക്ക്, ഇന്നത് മതവിദ്യാർത്ഥികൾക്ക്, ഇന്നത് പണ്ഡിതന്മാർക്കിടയിൽ മാത്രം, ഇന്ന അറിവുകൾ അത് എനിക്ക് മാത്രം എന്ന രീതിയിലുള്ള വർഗീകരണമുള്ള അറിവുകളുണ്ട്. ഇത് ആദ്യം നിങ്ങളത് മനസ്സിലാക്കേണ്ട സംഗതിയാണ്. അതേപോലെ എൻ്റെ സംസാരം കേൾക്കുന്ന മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അല്ലാത്ത, മുസ്ലിം പശ്ചാത്തലത്തിൽ നിന്നല്ലാത്തവരോട് എനിക്ക് പറയാനുള്ളത്, എല്ലാവർക്കൊന്നും നിങ്ങൾ ഈ പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന ഇസ്ലാമിൻ്റെ ആ വിമർശന വശങ്ങളെ കുറിച്ച് അറിയില്ല എന്നുള്ള സംഗതി ഒന്ന് ഊന്നി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ കാരണം, പലപ്പോഴും ഈ ഇസ്ലാം വിമർശകരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള ആളുകൾ പല വിഷയങ്ങൾ പറയുന്ന സമയത്ത് എല്ലാ മുസ്ലിങ്ങളും ഇതെല്ലാം അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുകയാണോ, എല്ലാ മുസ്ലിങ്ങളും ഈ കാര്യങ്ങളൊക്കെ അറിയുന്നവരാണോ എന്നുള്ളൊരു ആശയക്കുഴപ്പം, ആശങ്ക, ഇതൊക്കെ ആളുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്.
എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതി, ഈ മുസ്ലിം സമൂഹത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന മുസ്ലിം സമൂഹത്തിൽ ഒരുപാട് പേർക്ക് ഈ ഖുർആൻ എന്ന സംഗതി ഉണ്ടല്ലോ, വേദഗ്രന്ഥം, അത് പാരായണം ചെയ്യാൻ തന്നെ അറിയാത്ത ഒരുപാട് പേരുണ്ട്. ഇനി അറിയുന്നവർ തന്നെ ഒരുപാട് പേര് അറബിയിൽ അതങ്ങനെ വായിച്ചു പോകുക എന്നല്ലാതെ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും വിശ്വാസി സുഹൃത്തിനോട് ഖുർആനിൽ നിന്നുള്ള ഏതെങ്കിലും വചനങ്ങൾ മാത്രമായിട്ട് നെറ്റിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് കാണിച്ചിട്ട് അതൊന്ന് വായിപ്പിച്ചാൽ മതി. നിങ്ങളുടെ സംശയം തീരും, അർത്ഥം അറിയുമോ ഇല്ലയോ എന്നുള്ളത്. ഈ അർത്ഥം അറിയുന്ന ആളുകളിൽ തന്നെ ഇനി മറ്റൊരു സംഗതി ഉണ്ട്. അർത്ഥം അറിയുന്ന ആളുകൾ തന്നെ പലരും ആ ഒരു വാചകങ്ങളിലൂടെ ഇങ്ങനെ വായിച്ചു പോകുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് അതിന് ആഴത്തിലേക്കോ അതിന്റെ സന്ദർഭങ്ങളിലേക്കോ ഒന്നും ചിന്തിച്ചു പോകുന്നൊന്നുമില്ല. ഒരു ചിന്തയൊന്നും ഇല്ലാത്തൊരു വായന, ഒരു പാട്ട് പാടുന്നത് പോലെ അങ്ങനെ പാടിപ്പോകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പല വിശ്വാസികളും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഈ വിമർശകർ ഉന്നയിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയാണെങ്കിൽ അറബികൾക്ക് അറിയില്ലേ, എന്താ അവര് ഇതൊന്നും മനസ്സിലാക്കാത്തത് എന്ന ചോദ്യമൊക്കെ ചോദിക്കാറുണ്ട്. അതിന്റെ കാരണം ഇതിങ്ങനെ പാട്ടുപാടി പോകുന്നത് കൊണ്ടാണ്. ഇതിലേക്ക് ചിന്തിച്ചു തുടങ്ങുന്നതോട് കൂടിയിട്ട് രണ്ട് രീതിയിലേക്ക് അത് മാറുള്ളൂ. ഒന്നുകിൽ എക്സ്ട്രീമായിട്ട് ഇതിനെങ്ങനെയും വ്യാഖ്യാനിച്ച് പിടിച്ചു നിർത്തണം എന്നുള്ളൊരു ചിന്തയിലേക്ക് പോകും. ഒന്ന്, ഇതെല്ലാ മതങ്ങളെയും പോലെ ഒരു മതമാണ് എന്നുള്ള മനസ്സിലാക്കലിലേക്ക് പോകും. ഈ രണ്ട് രീതിയിലേക്ക് പോകും. ഇതിലേക്ക് ഈ ഒരു ആയത്തുകളിലേക്ക് അല്ലെങ്കിൽ ഖുർആന്റെ വചനങ്ങളിലേക്ക് അർത്ഥം മനസ്സിലാക്കി ചിന്തിച്ചു തുടങ്ങി കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ കൂടുതൽ ആളുകളും ഈ ഒരു വചനങ്ങളുടെ അർത്ഥങ്ങളിലേക്ക് ചിന്തിക്കുന്നുമില്ല. അതായത് ഒരു കൂട്ടത്തിന് വായിക്കാനേ അറിയില്ല, ഒരു കൂട്ടം വായിക്കാൻ മാത്രമേ അറിയുള്ളൂ, അർത്ഥം അറിയില്ല. മറ്റൊരു കൂട്ടത്തിന് അർത്ഥം അറിയാം, എന്നാൽ അതിന്റെ ആശയങ്ങളോ അതിന്റെ പൊരുളുകൾ എന്താണെന്നുള്ളതോ അറിയുന്നില്ല, ചിന്തിക്കുന്നില്ല. ഇതും കടന്ന് ഇത് ചിന്തിക്കുന്ന ആളുകളുണ്ട്, ഇത് മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. എന്നിട്ടും ഇതിനെ പിടിച്ചു നിർത്തി, അതായത് എല്ലാ നിലക്കും ആളുകൾ ഇത് അംഗീകരിക്കണം എന്നുള്ള ഒരു പിടിവാശിയിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളെയാണ് നമ്മൾ പേടിക്കേണ്ടത്. അപ്പൊ അത്തരം ആളുകളാണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പേടിച്ചാൽ മതി. അല്ലാതെ ഒരു മുസ്ലിം ഐഡന്റിറ്റിയിൽ ഉള്ള ആളായതുകൊണ്ട് അയാൾ അങ്ങോട്ട് പേടിക്കുക എന്നുള്ളത് ഒരു യുക്തിയില്ലാത്ത കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഞാൻ അറിഞ്ഞ മുസ്ലിം വിശ്വാസികളിൽ കൂടുതൽ പേർക്കും ഈ പറയുന്ന കാര്യങ്ങളിൽ മിക്ക സംഗതികളും അറിയില്ല. നിങ്ങൾ ഈ ഒരു വിമർശനങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്ന സമയത്ത് പലരും ഇതിനെക്കുറിച്ച് ചിന്തിക്കാതെയൊക്കെയാണ് ഇത് ന്യായീകരിക്കുന്നത്, അല്ലെങ്കിൽ അത് അങ്ങനെയൊന്നല്ല എന്നൊക്കെ പറയുന്നത് അവരുടെ സ്വന്തമായ ഒരു സംഗതിയെ കുറിച്ച് മറ്റൊരാൾ കുറ്റം പറയുന്നത് കാണുമ്പോഴുള്ള ഒരു വേദന കൊണ്ട് പറഞ്ഞു പോവുകയും, പിന്നെ അതേപോലെ തന്നെ അവർ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ അത് അംഗീകരിക്കുന്നത് കൊണ്ട് അവർ അംഗീകരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് പലരും. എന്നാൽ തന്നെ ഒരുപാട് പേര് മുസ്ലിം സമൂഹത്തിൽ പ്രത്യേകിച്ച് പണ്ഡിതന്മാർ പറയുന്നതൊന്നും കേൾക്കാത്ത ആളുകളുമുണ്ട്. മുസ്ലിം പണ്ഡിതന്മാർ എന്തെങ്കിലുമൊക്കെ പറയട്ടെ, നമ്മൾ നമ്മളതായ ഒരു ജീവിതം ജീവിച്ചു പോകുക എന്നുള്ള ഒരു ലൈനുള്ള ആളുകളും ഒരുപാടുണ്ട് മുസ്ലിം സമൂഹത്തിൽ. അങ്ങനെ ദർസ് പഠനം തുടരുകയാണ്. ഞാൻ 3ഓളം ദർസുകളിലായിട്ടാണ് എൻ്റെ ദർസ് പഠനം പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞുകൂടാ. ഞാൻ ഏകദേശം കുറച്ച് വർഷങ്ങളായി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലായ സമയത്ത് ഇതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കാതെ തന്നെ നിർത്തിപ്പോരാണ് ഉണ്ടായിട്ടുള്ളത്. ഒരുവിധം എൻ്റെ ഉസ്താദിനെ സമ്മതിപ്പിച്ച് നിർബന്ധിച്ച് നിർത്തി ഇറങ്ങിപ്പോരാണ് ഞാൻ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും അതിലേക്ക് നയിച്ച കാര്യങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അങ്ങനെ ഒരിക്കൽ ദർസിലിരിക്കുമ്പോൾ, എൻ്റെ 3ാമത്തെ ദർസാണ് ആ സമയത്ത് ഒരിക്കൽ ദർസിലിരിക്കുന്ന സമയത്ത് നടി സുഹാസിനിയുടെ ഒരു പ്രസ്താവന ഞാൻ കണ്ടു. അത് ഓൺലൈനിലാണോ കണ്ടത് അതല്ലാതെയാണോ കണ്ടതെന്ന് അറിയില്ല. ആ ഒരു പ്രസ്താവനയുടെ ചുരുക്കം ഇങ്ങനെയാണ്: നിങ്ങളുടെ ഓരോ മതക്കാരും നിങ്ങളുടെ മതം സമാധാനത്തിന്റെ മതമാണ് എന്നൊക്കെ പറയും, എന്നാൽ അതേ സമയം നിങ്ങളുടെ മതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംഗതി വിമർശനം ആരെങ്കിലും ഉന്നയിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു സമാധാനമൊക്കെ ഇല്ലാതാവുകയും നിങ്ങൾ കലാപത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്യും എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന. ഈ ഒരു പ്രസ്താവന കണ്ട സമയത്ത് ഞാൻ എന്നെ പഠിപ്പിച്ചിരുന്ന ഒരു ഉസ്താദിനോട് ഞാൻ സംസാരിച്ചു. ആ പറഞ്ഞത് ശരിയാണല്ലോ, ശരിക്കും അത് എത്രമാത്രം തെറ്റായ ഒരു കാര്യമാണ് ചെയ്യുന്നത്. നമ്മൾ സമാധാനത്തിന്റെ ആൾക്കാരാണെന്ന് പറയും ചെയ്യുക, എന്നിട്ട് അതിന് വിപരീതമായിട്ട് ചെയ്യുക. ഇപ്പോൾ പ്രവാചക വിമർശനങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ ഷാർലി എബ്ദോ കാർട്ടൂൺ പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്ന സമയത്ത് അതിനെതിരെ വളരെ ശക്തമായി ആയുധമെടുത്ത് പ്രതികരിക്കുന്നത് ശരിക്കും നമ്മുടെ മതത്തിന് കോട്ടം തട്ടിക്കുന്ന ഒന്നല്ലേ? ശരിക്കും മുഹമ്മദ് നബിയുടെ ഒരു മാതൃകക്ക് അത് എതിരല്ലേ എന്നൊക്കെ ഞാൻ എൻ്റെ ഉസ്താദിനോട് ചോദിച്ചു. എന്ന് മാത്രമല്ല, ഞാൻ ഉസ്താദിനോട് ഒരു കഥ കൂടി പറഞ്ഞു. ഈ ഒരു മാതൃകയല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഒരു കഥ. ആ ഒരു കഥ എന്താന്ന് വെച്ചാൽ സിംസാറുൽ ഹഖ് ഉദവി തന്റെ പ്രഭാഷണ മധ്യേ പറഞ്ഞ ഒരു കഥയാണ്. ഒരിക്കൽ മുഹമ്മദ് നബി തൻ്റെ ഭാര്യയായ ആയിഷയോടൊത്ത് ഒരു സ്ഥലത്തേക്ക് പോവാണ്. ആ സമയത്ത് വഴിമധ്യേ നിന്നിരുന്ന കുറച്ച് ജൂതന്മാർ മുഹമ്മദ് നബിയെ കളിയാക്കാണ്. മുദമ്മമതാ പോകുന്നു എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്ന സമയത്ത് മുഹമ്മദ് നബി അതിന് പ്രത്യേകിച്ചൊന്നും പ്രതികരിക്കുന്നില്ല. എന്നാൽ ആയിഷയ്ക്ക് ഇത് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. ആ സമയത്ത്
ആയിഷ എന്തൊക്കെയോ തിരിച്ചു പറയുന്നുണ്ട്, തിരിച്ചവരെ ശപിക്കുന്നുണ്ട്. അപ്പോൾ മുഹമ്മദ് നബി ആയിഷയോട് പറയുന്നുണ്ട്, മിണ്ടാതിരിക്കുക ആയിഷ, മിണ്ടാതിരിക്കുക. എന്നാൽ ആയിഷ അത് കേൾക്കാൻ തയ്യാറാകുന്നില്ല. ആയിഷ കേൾക്കാൻ തയ്യാറാകാതെ ആയിഷ വീണ്ടും വീണ്ടും അവർക്കെതിരെ ശാപവചനങ്ങൾ പറയാണ്. അപ്പോൾ ലാസ്റ്റ് മുഹമ്മദ് നബി കുറച്ച് ശക്തമായി താക്കീത് ചെയ്തു, ആയിഷ ഞാനാണ് പറയുന്നത്, മിണ്ടാതിരിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ആയിഷ ഒരു പരിഭവമായിട്ട് മുഹമ്മദ് നബിയോട് പറയാണ്, നബിയെ താങ്കൾ കാണുന്നില്ലേ, താങ്കൾ കേൾക്കുന്നില്ല അവർ വിളിക്കുന്നത്, അവർ മുദമ്മം എന്ന് വിളിക്കുന്നത് കേട്ടില്ലേ എന്ന് ചോദിച്ചു. മുദമ്മം എന്ന് പറഞ്ഞാൽ നിന്ദിക്കപ്പെടുന്നവൻ എന്നാണ് അർത്ഥം. ഈ മുഹമ്മദ് എന്ന പേരിന്റെ അർത്ഥം സ്തുതിക്കപ്പെടുന്നവൻ എന്നാണ്. അപ്പൊ ഈ മുഹമ്മദ് എന്നുള്ള സംഗതി, ആ ഒരു പേരിന്റെ അർത്ഥത്തിനെ മാറ്റിയിട്ട് അവർ മുദമ്മം എന്ന് പരിഹസിച്ച് വിളിക്കുകയാണ്. അതാണ് ആയിഷക്ക് വലിയ സങ്കടം ഉണ്ടാക്കുന്നത്. അപ്പോൾ മുഹമ്മദ് ആയിഷയോട് പറയുന്ന ഒരു മറുപടി ഉണ്ട്, അവർ വിളിക്കുന്നത് ഏതോ മുസമ്മമിനെയാണ്, ഞാൻ മുഹമ്മദ് ആണല്ലോ എന്ന്. ഇത് വളരെ മനോഹരമായ ഒരു കഥയായിട്ട് എനിക്ക് തോന്നി. എനിക്ക് ഒരു വളരെ മനോഹരമായ ഒരു മാതൃക ആയിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ ഞാനത് ഉസ്താദിനോട് പറഞ്ഞു. ഈ സമയത്ത് ഉസ്താദ് എന്നോട് പ്രതികരിച്ചൊരു പ്രതികരണമുണ്ട്. ഉസ്താദ് എന്നോട് പറഞ്ഞു, വിമർശകരെ കൊല്ലാൻ പറഞ്ഞത് നബി തന്നെയാണ്, അതിന് നമുക്ക് മാതൃകയും നബി തന്നെയാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ടതോടുകൂടി ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഒരിക്കലും അത്രയൊരു മറുപടി ഉസ്താദിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. ഉസ്താദ് രണ്ട് മൂന്ന് അന്നത്തെ കാലത്തെ ഇസ്ലാമിൻ്റെ ആവിർഭാവ കാലത്തെ വിമർശകരിൽ ചിലരെ പേര് പറഞ്ഞിട്ട് അവരൊക്കെ ഈ രീതിയിൽ വധിച്ചതാണ് എന്ന് കൂടി ഉസ്താദ് പറഞ്ഞപ്പോൾ ഞാൻ ആകെ വല്ലാതായി. കാരണം ഞാൻ വന്നത് എന്തിനാണ്? ഞാൻ വന്നത് ഇസ്ലാമിൻ്റെ ഒരു സമാധാനത്തെ, സത്യത്തെ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കണം എന്ന രീതിയിൽ വന്നയാളാണ് ഞാൻ. പഠിക്കാൻ വേണ്ടി, അതിനുവേണ്ടി മതത്തെ പഠിക്കാൻ വേണ്ടി വന്നയാൾ. എന്നിട്ട് ഞാൻ കണ്ടു തുടങ്ങുന്നത് തന്നെ ഇസ്ലാമിൻ്റെ അത്ര സമാധാനം ഇല്ലാത്തൊരു മുഖ. അപ്പോൾ എനിക്ക് മനസ്സിലാവുകയാണ്, ഞാൻ മനസ്സിലാക്കി തുടങ്ങുകയാണ്, അത്രക്ക് സമാധാനമൊന്നും ഇസ്ലാമിലില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി തുടങ്ങുകയാണ് ആ ഒരു ഘട്ടത്തിൽ. അപ്പോൾ മുതൽ പിന്നെ ജിഹാദ് സംബന്ധമായും മറ്റൊക്കെ ഉള്ള പലതരം ചോദ്യോത്തരങ്ങളും സംവാദങ്ങളും ഉസ്താദുമായി നടത്തുന്ന സമയങ്ങളിൽ ഒന്നിലാണ് ഉസ്താദ് പറയുന്നത്, നമ്മൾ അവരോട് ജിഹാദ് ചെയ്യുന്നത് അവരോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ്, ഈ മുസ്ലിങ്ങളോട്. കാരണം അവർ സത്യത്തെ ആ ഒരു പേടി കൊണ്ട് അവർ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ആ ഒരു പേടി കൊണ്ട് അവരതിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് തന്നെയാണ് പരലോകത്ത് ഗുണം, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാദങ്ങളൊക്കെ ഉണ്ട് ഉസ്താദിൻ്റെ. അപ്പോൾ ഇതിലത്ര വലിയൊരു സമാധാനമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി തുടങ്ങുകയും, എന്നാൽ ഇതൊക്കെ അള്ളാഹുവും നബിയും പറഞ്ഞത് കൊണ്ട് ഇത് പറയല്ലാതെ ഇതിനെ പ്രചരിപ്പിക്കല്ലാതെ വേറെ നിർവാഹമൊന്നുമില്ല എന്ന് മനസ്സിലാക്കുക ചെയ്യുന്നൊരു സന്ദർഭം വരികയാണ് എനിക്ക്. ആ സമയത്ത് വല്ലാത്തൊരു സങ്കടം, വല്ലാത്തൊരു വേവലാതി, സന്ദേഹമൊക്കെ എൻ്റെ ഉള്ളിൽ ഉണ്ടായി മാറുന്നുണ്ട്. കാരണം സമാധാനത്തിന് വേണ്ടി, ഒരു സമാധാനം എന്ന മതത്തിന് വേണ്ടി, മതത്തിൻ്റെ സമാധാനത്തെ മനസ്സിലാക്കി ലോകമാകെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി മതം പഠിക്കാൻ വേണ്ടി എത്തിയ ഞാൻ മതത്തിൻ്റെ സമാധാനമില്ലായ്മയെ ന്യായീകരിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ്. എന്ത് വില കൊടുത്തും അതിനെ ന്യായീകരിച്ച് വ്യാഖ്യാനിച്ച് നിലനിർത്തേണ്ട ഒരവസ്ഥയിലേക്ക് ഞാൻ വരുന്ന ഒരു സന്ദർഭം അവിടെ വന്നിരിക്കുകയാണ്. അതെന്നെ വല്ലാതെ സങ്കടപ്പെടുത്തി, വല്ലാതെ എന്നെ വിഷമിപ്പിച്ചു ആ ഒരു സമയം. എന്നാൽ അതേസമയം നമുക്കിതിനെ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. കാരണം ഇത് അള്ളാഹു പറഞ്ഞതാണ്, ഇത് മുഹമ്മദ് നബി പ്രവാചകൻ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞതാണ്. എങ്ങനെയാണ് നമുക്കിതിനെ തട്ടിപ്പറയാൻ കഴിയുക? അപ്പോൾ ഇത് തട്ടിപ്പറയണമെന്നുണ്ടെങ്കിൽ ഇത് ദൈവികമല്ല, ഇത് മാനുഷികമാണ് എന്ന് തെളിയണം. മാനുഷികമായ ഒരു സംഗതി ആണെങ്കിൽ മാത്രമേ അതിനെ തിരുത്തി പറയാനോ അല്ലെങ്കിൽ അതിനെ തട്ടിപ്പറയാനോ അതിനെതിര് പറയാനോ പറ്റുള്ളൂ. അല്ലെങ്കിൽ എങ്ങനെയാണ് പടച്ചോന് നമ്മൾ എങ്ങനെ ഇത് എതിര് പറയുന്ന പരിപാടി നടക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്തയും എൻ്റെ പേടിയും. ഈ സമയത്തൊക്കെ ഉള്ളിൽ വല്ലാത്ത വേവലാതി ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ എന്നിൽ അവിശ്വാസത്തിനേക്കാൾ എന്നിൽ ഞാൻ സംശയിച്ചത് കപടവിശ്വാസത്തിനാണ്. എന്നിൽ കപടവിശ്വാസം എങ്ങാനും വന്നതുകൊണ്ടാണോ എനിക്ക് എത്രത്തോളം സംശയം, എനിക്ക് എത്രത്തോളം ആവലാതി എന്നൊക്കെ ഞാൻ പേടിച്ചു പോയി. ആ സമയത്ത് ഈ ഒരു ചോദ്യങ്ങളില്ലായ്മ ചെയ്യാൻ, ഈ ഒരു കപടവിശ്വാസത്തിനെ, ഞാൻ ഭയക്കുന്ന കപടവിശ്വാസത്തിന് ഇല്ലായ്മ ചെയ്യാൻ ഞാനൊരു സൂഫിയെ ചെന്ന് കാണുന്നുണ്ട്, പിന്നെ ഒരു ബീവിയെ ചെന്ന് കാണുന്നുണ്ട്. അവരിൽ നിന്ന് ചില ആയത്തുകളും ചില ദിക്കറുകൾ, സ്വലാത്തുകളൊക്കെ അവരിൽ നിന്ന് വാങ്ങുന്നുണ്ട്, അത് ചൊല്ലിയിട്ട് ഈ ഒരു സംഗതി പോകാൻ വേണ്ടിയിട്ട്. എന്നാൽ അതൊന്നും ഫലിക്കുന്നില്ല. ഉള്ളിൽ ഈ ഒരു ചിന്തകൾ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമ്മൾ യാത്ര തുടങ്ങിയത് എന്തിനു വേണ്ടിയാണ്, എത്തിച്ചേർന്നത് എവിടെയാണ് എന്ന ഒരു സംഗതിയാണ് അവിടുത്തെ പ്രശ്നം. ഈ ഒരു പുകയലിൻ്റെ ഇതൊന്നും, ഈ പറഞ്ഞതൊന്നും തന്നെ ചുമ്മാ ഞാൻ പറയുന്നതോ അല്ലെങ്കിൽ ഈ ഉസ്താദുമാർ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതോ ഒന്നുമല്ല. ഇത് മതം പഠിക്കാൻ പോയ ഒരു മതവിദ്യാർത്ഥിയായ ഒരാളോട് ഇതെല്ലാമാണ് ഇസ്ലാം എന്നും ഇതിനെയാണ് നമ്മൾ നിലനിർത്തേണ്ടതെന്നും ആധികാരികമായി പ്രാമാണികമായി ഉസ്താദുമാർ പറഞ്ഞു തന്ന സന്ദർഭങ്ങളെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പിന്നീട് എന്നെ ഒരു സുഹൃത്തിനോട് ചോദിക്കേണ്ടായിട്ടുണ്ട്, ഈ ജിഹാദ് എന്നുള്ള
എന്നുള്ള സംഗതിയൊക്കെ ശരിക്ക് നിരോധിക്കപ്പെടേണ്ടതല്ലേ, അത് വിലക്കപ്പെടേണ്ടതല്ലേ, അതിനെന്ത് ന്യായമാണുള്ളത്? ഒരു ജിഹാദ് എന്നുള്ളത് എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പറ്റുക? ഒരു ആയുധവും സമ്മർദ്ദവും ഉപയോഗിച്ച ഒരു ആശയത്തെ മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് സ്വീകാര്യമായ ഒന്നാണോ എന്ന രീതിയിലൊക്കെ എന്നോട് ചോദിച്ച സമയത്ത് ഞാൻ തന്നെ അതിനെ വെളുപ്പിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ജിഹാദ് എന്ന് പറഞ്ഞാൽ ഒരു പിതാവും അദ്ദേഹത്തിൻ്റെ മക്കളിൽ ഒരു കൂട്ടം ഈ പിതാവിനെ അംഗീകരിക്കുന്നു, മറ്റേ കൂട്ടം പിതാവിനെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഈ അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും തമ്മിലുള്ള കാലുഷ്യമാണ്, അവർ തമ്മിലുള്ള സംഘർഷമാണ് ഈ ഒരു ജിഹാദ് എന്ന് പറയുന്നത് എന്ന് ഞാൻ ന്യായീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വീണ്ടും എൻ്റെ ഉള്ളിലെ ആ പഴയ ആശയം വീണ്ടും അവിടെ പുനർജനിച്ചു. അതായത് ആശയം കൊണ്ടല്ലേ നേരിടേണ്ടത് എന്ന ചോദ്യം, ആയുധം കൊണ്ടല്ലല്ലോ എന്നുള്ള ചോദ്യം. അങ്ങനെ പിന്നീട് ഞാൻ ദർസ് പഠനം തുടരുന്നതിനിടയിലാണ് ഒരിക്കൽ യുക്തിവാദികളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ യാദൃച്ഛികമായി എത്തിപ്പെടുകയും ഒരു അറിയാത്ത ഒരാൾ ആഡ് ചെയ്യണം ആ ഗ്രൂപ്പിൽ ചെന്നെത്തിപ്പെട്ടപ്പോൾ ഇവരുടെ വാദങ്ങളും മറ്റും കേട്ടപ്പോൾ ഞാൻ ട്രിഗർ ആവുകയും ഞാൻ ഒരു നിവൃത്തികേട് കൊണ്ട് പടച്ചോനും പ്രവാചകനും പറഞ്ഞതിൻ്റെ പേരിൽ അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ ഈ പറയുന്ന ശൈശവിവാഹം, അടിമത്തം, യുദ്ധം, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ അവയൊക്കെ വ്യക്തിപരമായി അംഗീകരിക്കാൻ കഴിയുന്നില്ല എങ്കിലും അത് അംഗീകരിക്കേണ്ട അവസ്ഥയാണ്. കാരണം പറഞ്ഞല്ലോ, പടച്ചോന്റെ പ്രവാചകന്റെ നിയമങ്ങളായിരിക്കും നാം എങ്ങനെ അവയെ ചോദ്യം ചെയ്യും? എന്തായാലും അതിനനുസരിച്ച് അതിന് വിധേയപ്പെട്ട് നിൽക്കേണ്ട ഒരാളെന്ന് നിലക്കും മറ്റുള്ളവർ അതിനെ വിമർശിക്കുകയും അതിനെ അപഹസിക്കുകയും ചെയ്യുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി, ആ ആശയങ്ങൾക്ക് വേണ്ടി പ്രതിരോധിക്കാനായിട്ട് കച്ചകെട്ടി ഇറങ്ങേണ്ട ഒരു ചുമതല സ്വയം ഏറ്റെടുത്തത് കൊണ്ടും ഞാൻ യുക്തിവാദികളുടെ ആ ഗ്രൂപ്പിലേക്ക് കയറി ചെല്ലുകയും അവരോട് ഒരുപാട് കാര്യങ്ങളിൽ സംവദിക്കുകയും ഇസ്ലാമാണ് ഏറ്റവും ടോപ്പ്, മുഹമ്മദാണ് ഉത്തമ മനുഷ്യൻ എന്ന രീതിയിൽ സംവദിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അവരുമായുള്ള ഘോരഘോരമായ വാദപ്രതിവാദങ്ങൾക്കും തർക്കങ്ങൾക്കും ഒടുവിൽ മതമില്ലാതെ മനുഷ്യന് നിലനിൽപ്പില്ല എന്ന രീതിയിൽ ഞാൻ വാദത്തിനൊന്ന് മാറ്റി. ഇസ്ലാം വേണം മനുഷ്യന് എന്ന് പറയാൻ പോയ ഞാൻ മതമെങ്കിലും മനുഷ്യന് വേണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. എന്നാൽ വീണ്ടും അവിടെ ചർച്ചകൾ പോകെ എൻ്റെ വാദത്തിന് വീണ്ടും ഒരു മാറ്റം സംഭവിച്ചു. ദൈവമെങ്കിലും ഇല്ലാതെ എങ്ങനെ, ആ ഒരു സങ്കല്പമെങ്കിലും ഇല്ലാതെ എങ്ങനെ മനുഷ്യന് നിലനിൽക്കാൻ കഴിയും എന്നതായിരുന്നു പിന്നെ എൻ്റെ ചോദ്യം. അതിനെ അവർ വളരെ ശക്തമായി അതിനെ അവർ ഡിഫീറ്റ് ചെയ്ത് തകർത്ത് കളഞ്ഞു. അങ്ങനെ അവരുമായുള്ള ചർച്ച അത് കൂടുതൽ എൻ്റെ ഉള്ളിൽ ചോദ്യങ്ങൾ ഉണർത്തി, സംശയങ്ങൾ ഉണർത്തി, സന്ദേഹങ്ങൾ ഉണർത്തി. അങ്ങനെ പിന്നീട് അവരുമായി അധികം ചർച്ചകളൊന്നും പിന്നീട് നടത്തിയില്ല. അതായത് ദർസിൽ പഠിപ്പിച്ച ഒരു പാഠം, ആ പാഠമാണ് പിന്നീട് ഇതിലൊരു വഴിത്തിരിവാകുന്നത്. അതായത് തഫ്സീർ ജലാലൈനിയുടെ ഒരു ക്ലാസ്സിൽ സൂറത്തുൽ ഹജ്ജിലെ 50 മുതലുള്ള വചനങ്ങൾ ചർച്ചയായി. അങ്ങനെ ജലാലൈനിയുടെ ആ തഫ്സീർ വായിക്കുന്ന സമയത്ത് ഈ വചനങ്ങളും ആ വചനത്തിന്റെ പശ്ചാത്തലമൊക്കെ വായിക്കുന്ന സമയത്താണ് അടുത്ത ട്വിസ്റ്റ് സംഭവിക്കുന്നത്. എന്നെ ചിന്തിപ്പിച്ച ആ ആയത്ത് ഇതാണ്. സൂറത്തുൽ ഹജ്ജിലെ 52-ാമത്തെ ആയത്ത്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ വലാ നബിയ്യിൻ ഇല്ലാ ഇദാ തമന്നാ അൽഖ ശൈത്വാനു ഫീ ഉമ്നിയതിഹി ഫയൻസഖുല്ലാഹു മാ യുൽഖി ശൈത്വാൻ സുമ്മ യുഹ്കിമുല്ലാഹു ആയാതിഹി വല്ലാഹു അലീമുൻ ഹകീം. ഇതാണ് വചനത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ്: നിനക്ക് മുമ്പ് ഏതൊരു ദൂതനെയും പ്രവാചകനെയും നാം അയച്ചിട്ട് അദ്ദേഹം ഓതി കേൾപ്പിക്കുന്ന സമയത്ത് ആ ഓതി കേൾപ്പിക്കുന്ന കാര്യത്തിൽ പിശാച്ച് തന്റെ ദുർബോധനം ചെലുത്തി വിടാതിരുന്നിട്ടില്ല. എന്നാൽ പിശാച്ച് ചെലുത്തി വിടുന്നത് അള്ളാഹു മായ്ച്ചു കളയുകയും എന്നിട്ട് അള്ളാഹു തന്റെ വചനങ്ങളെ പ്രബലമാക്കുകയും ചെയ്യും. അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു. ഇതാണ് വചനത്തിന്റെ അർത്ഥം. ഈ ഒരു വചനത്തിന്റെ സംഗ്രഹം ഇത്രയേ ഉള്ളൂ. ഏതോ ഒരു സമയത്ത് മുഹമ്മദ് നബിയുടെ വചനങ്ങളിൽ പിശാച്ചിന്റെ സ്വാധീനമുണ്ടായി. അതിനെ തൊട്ട് മുഹമ്മദ് നബി വിഷമിച്ച സന്ദർഭത്തിൽ മുഹമ്മദ് നബിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വചനങ്ങൾ സൂറത്തുൽ ഹജ്ജിലൂടെ അള്ളാഹു ഇറക്കുന്നത്. ഇതാണ് ഈ വചനത്തിന്റെ ഒരു പശ്ചാത്തലം. ഇനി ഇതിന്റെ പിന്നാമ്പുറ കഥകളിലേക്ക് പോകാം. എവിടെയാണ് മുഹമ്മദ് നബിയെ പിശാച്ച് സ്വാധീനിച്ചത് എന്നുള്ള ആ പിന്നാമ്പുറ കഥ തഫ്സീർ ജലാലൈനിയിൽ പറയുന്നുണ്ട്. ആ കഥ ഞാനൊന്ന് വിവരിക്കാം. മക്കയില് കഅബയുടെ അടുത്ത് മുഹമ്മദ് നബിയുടെ അനുയായികളും മറ്റു ബഹുദൈവാരാധകരായിട്ടുള്ള അന്നത്തെ ആളുകളും ഒക്കെ കൂടി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ മുഹമ്മദ് നബിക്ക് സൂറത്തുൻ നജ്മ് എന്ന അധ്യായം അവതരിക്കുകയാണ്. അതായത് അദ്ദേഹത്തിന് വഹിയായി, ദിവ്യബോധനമായി ആ ഒരു വചനങ്ങൾ ലഭിക്കുകയാണ്. ആ വചനങ്ങൾ പാരായണം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ പാരായണം ചെയ്യുന്നുണ്ട്:
അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ വ മനാത സാലിസത്തൽ ഉഖ്റ എന്ന് പറഞ്ഞ് ഈ വചനങ്ങൾ തുടക്കം മുതൽ ഇങ്ങനെ പാരായണം ചെയ്ത് ഈ വചനങ്ങളിൽ എത്തി. അപ്പോൾ ഈ ഒരു വചനങ്ങളുടെ അർത്ഥം എന്താണ്? ലാത്തയെയും ഉസ്സയെയും പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? വേറെ മൂന്നാമതായുള്ള മനാത്തയെ പറ്റിയും നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന രീതിയിലാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. ഇനി ഇത് കഴിഞ്ഞാണ് അടുത്ത വചനങ്ങൾ വരുന്നത്. കൂടുതൽ തഫ്സീറുകളിലും ആ വചനങ്ങൾ ഇപ്രകാരമാണ്: തിൽക്കൽ ഖുറാനിഖുൽ ഉലാ വ ഇന്ന ശഫാഅതുഹും ലതുർതജ എന്നാണ്. ഈ ഒരു വചനങ്ങളുടെ അർത്ഥം ഈ പറയുന്ന ലാത്ത ഉസ്സ മനാത്ത എന്നിങ്ങനെയുള്ള ഈ മൂന്ന് ദൈവങ്ങളും അവരെല്ലാം അള്ളാഹുവിലേക്കുള്ള ഇടനിലക്കാരാണ്. അതും എങ്ങനെയുള്ള ഇടനിലക്കാരാണ്? ഇവരുടെ ശുപാർശയൊന്നും അള്ളാഹു തട്ടിക്കളയില്ല. അങ്ങനെയുള്ള ശുപാർശകരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പാരായണം ചെയ്യുന്നത്. ഇവിടുന്ന് ഈ ഒരു ഭാഗം പാരായണം ചെയ്ത് തുടർന്ന് ആ ഒരു അദ്ദേഹം പാരായണം ചെയ്ത് കഴിയുന്നതോടുകൂടി അദ്ദേഹം സുജൂദ് ചെയ്യാണ്. ആ ഒരു സദസ്സിലുണ്ടായിരുന്ന ബഹുദൈവാരാധകരും വിശ്വാസികളും എല്ലാവരും സുജൂദ് ചെയ്യാണ്. ഇതാണ് കഥ. ഇത് സുജൂദ് ചെയ്യാനുള്ള കാരണം എന്താ? ബഹുദൈവാരാധകരെ സംബന്ധിച്ച് അവരുടെ ദൈവങ്ങളെ കൂടി മുഹമ്മദ് നബി അംഗീകരിച്ചിരുന്നു. ഇതാണ് കഥ. ഈ ഒരു സന്ദർഭത്തിൽ പിന്നീട് ജിബ്രീൽ വന്ന് ഉണർത്തിയെന്നാണ് മുഹമ്മദ് നബിയെ ആ വചനങ്ങൾ എന്നിൽ നിന്നുള്ളതായിരുന്നില്ല എന്ന് പറഞ്ഞ് ജിബ്രീൽ ഉണർത്തി എന്നാണ്. എന്നാൽ ഇത് അന്ന് വൈകുന്നേരം തന്നെ ഉണർത്തി എന്നൊക്കെ പല റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. എന്നാൽ ഇതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക്, ഇതിന്റെ വിശദ തലങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് വേറെ പല ചിത്രങ്ങളാണ് കിട്ടുക. ഞാൻ ഈ പറഞ്ഞ കഥ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അതായത് മുഹമ്മദ് നബി ആ ഒരു മക്കയിലെ മുഹമ്മദ് നബി അത്രയും കാലം ഒരൊറ്റ ദൈവമേ ഉള്ളൂ എന്ന് പറഞ്ഞ മുഹമ്മദ് നബി ആ അള്ളാഹുവിന്റെ ആ ഏകദൈവത്തിന്റെ സബ്ദൈവങ്ങളായി ലാത്ത ഉസ്സ മനാത്ത എന്നിവയെ അംഗീകരിച്ചതായാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. അപ്പോൾ ഈ വചനങ്ങൾ മുഹമ്മദ് നബിയിൽ നിന്നല്ല, അത് ഇബ്ലീസിൽ നിന്നുള്ളതായിരുന്നു എന്നാണ് ജലാലൈനിയിൽ പറയുന്നത്. ഈ ഒരു ഭാഗം കേട്ട പാടെ, ആ ഒരു കഥ കേട്ട പാടെ, ജലാലൈനിയിൽ ആ വരികൾ വായിച്ച പാടെ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഒരു സ്പാർക്ക് ഉണ്ടാവുകയാണ്. പെട്ടെന്ന് ഒരു ചിന്ത ഉണരാൻ. ഇതിൽ ആ ഒരു ഭാഗത്ത് ഇബ്ലീസ് എന്നുള്ള സംഗതി ഒഴിവാക്കിയിട്ട് മുഹമ്മദ് നബിയെ ഒരു പക്കാ മനുഷ്യനായി ചിന്തിച്ചാൽ അതെന്തുകൊണ്ട് അതുവരെ പറഞ്ഞ കാര്യത്തിനെ ഏതോ സ്വാധീനത്തിന്റെ പിടിയിൽപ്പെട്ട് മുഹമ്മദ് നബി മാറ്റിയതായി കൂടാ എന്ന ചിന്ത എന്നിൽ വന്നു. ഈ ഒരു ചിന്തയോട് കൂടി ഞാൻ ഉസ്താദിനെ നോക്കുന്ന സമയത്ത് ഉസ്താദ് പല രീതിയിൽ ഇതിന്റെ അർത്ഥം എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇത് അങ്ങനെയല്ല വെക്കാറ്, ഇത് ഇങ്ങനെയാണ് വെക്കാറ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് ഈ സംഗതി ഒരു സ്പാർക്കായി. അതായത് മുഹമ്മദ് നബി ഏതോ സ്വാധീനത്തിന് വശംവദനായിട്ടുണ്ട്. മുഹമ്മദ് നബി മക്കയിലെ ബഹുദൈവാരാധകരുടെ സ്വാധീനങ്ങൾക്ക് വശംവദനായിട്ടില്ല എന്ന് നമ്മളോട് പലയിടത്ത് വെച്ചിട്ടും പറയുന്നുണ്ടെങ്കിലും ഇവിടെ വശംവദനായതിന്റെ സൂചനയാണല്ലോ കാണുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു. അവിടെ ഇബ്ലീസ് ആണത് ചെയ്തത് എന്നുള്ള നരേഷൻ എനിക്ക് വളരെ അവിശ്വസനീയമായിട്ട് തോന്നി. കാരണം ഇത് അവതരണ സന്ദർഭമാണ്. സൂറത്തുൻ നജ്മിന്റെ അവതരണ സന്ദർഭത്തിൽ ഈ ഒരു ദിവ്യബോധനം അത്രയും ജിബ്രീലാണല്ലോ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ആ സമയത്തിനിടയിൽ എങ്ങനെയാണ് ഈ ഒരു പിശാച്ച് തൻ്റെ വചനങ്ങളെ തിരികെ കയറ്റിയത് എന്നുള്ളൊരു സ്വാഭാവികമായ ചോദ്യം എന്നിൽ ഉണർന്നു. അവിടെ തന്നെ എനിക്ക് സംശയം ഉയർന്നു. ഇത് ദൈവികമല്ല, ഇത് മനുഷ്യനിർമ്മിതം തന്നെയാണ് എന്നുള്ള ചിന്ത, ശക്തമായ ചിന്ത അവിടെ വരികയാണ്. എന്നാൽ ഈ ഒരൊറ്റ കാരണം കൊണ്ട് അങ്ങോട്ട് മതത്തെ ഉപേക്ഷിക്കുകയല്ല ചെയ്യുന്നത്. ഈ ഒരു സംഗതിയിൽ ഇത് മാനസികമാണ് എന്നൊരു സ്പാർക്ക് കിട്ടുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിശദമായിട്ട് അന്വേഷിക്കാൻ തുടങ്ങുകയാണ്. അതോടൊപ്പം തന്നെ ഒരു ദൈവികമാണ് എല്ലാം എന്നുള്ളതിൽ നിന്ന് മാറി ഒരു മാനസികമായ തലങ്ങളിലൂടെ കാര്യങ്ങളെ ഞാൻ സ്വന്തം നിലക്ക് വിശകലനം ചെയ്യാൻ കൂടി തുടങ്ങുകയാണ്. ഇതെൻ്റെ ചിന്തകളെ വളരെയധികം മാറ്റിമറിക്കാനും എൻ്റെ വിശ്വാസത്തെ നല്ല രീതിയിൽ സ്വാധീനിക്കാനും കാരണമായി. അങ്ങനെ വിശദമായുള്ള അന്വേഷണങ്ങൾ നടക്കുന്ന സമയത്ത്, വിശദമായി ഇതിനെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഇത് ഇസ്ലാമിക ലോകത്ത് ഭയങ്കരമായ ചലനങ്ങൾ ഉണ്ടാക്കിയ ഒരു സംഗതിയാണ്. ഒരുപാട് പേര്, ഒരുപാട് പണ്ഡിതന്മാർ, ഒരുപാട് ഇസ്ലാമിക പണ്ഡിതന്മാർ തന്നെ ഇത് ഇസ്ലാമിന്റെ അടിത്തറയെ ചോദ്യം ചെയ്യാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു സംഗതിയാണ്, അതുകൊണ്ട് അത് മറച്ചു വെക്കേണ്ടതാണെന്ന നിർബന്ധ ബുദ്ധിയുള്ളവരായിരുന്നു എന്ന് നമുക്ക് അവരുടെ ഗ്രന്ഥങ്ങൾ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും.
ഇതിന്റെ പശ്ചാത്തലം നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് സ്വഹീഹുൽ ബുഖാരിയിൽ ഈ ഒരു സന്ദർഭം പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു വചനങ്ങളെ കുറിച്ച് സാത്താനിക് വേഴ്സസ് എന്ന് പറയുന്ന ചെകുത്താന്റെ വചനങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു വചനങ്ങളെ കുറിച്ച് പറയുന്നില്ല. അത് ബോധപൂർവം ഇമാം ബുഖാരി ബോധപൂർവ്വം അതിൽ നിന്ന് മറച്ചു വെച്ചതാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ തോന്നാനുള്ള കാരണം ഇമാം ബുഖാരി തന്നെ തന്റെ തഫ്സീറിൽ ഈ ഒരു കാര്യം ഇബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്നു അബ്ബാസ് സ്വഹാബികളിൽ നിന്ന് മുഹമ്മദ് നബിയുടെ അനുയായികളിലെ ഏറ്റവും പ്രമുഖനായ പണ്ഡിതനായ ആളാണ് ഇബ്നു അബ്ബാസ്. ഇബ്നു അബ്ബാസിൽ നിന്ന് ഇത് സ്ഥിരപ്പെട്ടതാണ്, ഈ ഒരു സംഗതി ഇങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇമാം ബുഖാരി തന്റെ തഫ്സീറിൽ ഇത് പറഞ്ഞതായി ഞാൻ പിന്നീട് അറിഞ്ഞു. എന്ന് മാത്രമല്ല, നിരവധി പണ്ഡിതന്മാർ ഈ ഒരു സംഗതി നടന്നിട്ടുണ്ട് എന്നതിനെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഇവരെല്ലാവരും ഇതിന് വേറെ രീതിയിൽ വ്യാഖ്യാനങ്ങൾ ചമക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് മാത്രം. കാരണം മുഹമ്മദ് നബി ഇത് പാരായണം ചെയ്തു എന്ന് വന്നാൽ മുഹമ്മദ് നബി ഇതിന് വശംവദനായി എന്നൊരു പ്രശ്നം അവിടെ ഉണ്ട്. എന്നതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇതുപോലെ മുഹമ്മദ് നബി വശംവദനായിട്ടുണ്ടെങ്കിൽ അവിടെ മുഹമ്മദ് നബിയാണ് വചനങ്ങൾ ഇറക്കുന്നത്, അള്ളാഹു അല്ല എന്നൊരു സംഗതി അവിടെ വേറെ വരുന്നുണ്ട്. പിന്നെ ഇത് ഇനി ഇബ്ലീസിന്റെ തലയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ, പിശാചിന്റെ തലയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ മറ്റൊരു പ്രശ്നമുണ്ട്. അള്ളാഹുവിനല്ലാതെ ഇത്തരം വചനങ്ങൾ ഇറക്കാൻ സാധ്യമല്ല എന്നല്ലേ ഖുർആൻ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന വചനങ്ങൾ ആരുടെ വകയാണ്? ഇബ്ലീസിന്റെ വകയാണ്. അപ്പോൾ വീണ്ടും ഖുർആനിന്റെ അമാനുഷികത അവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. വീണ്ടും ഞാൻ അന്വേഷിക്കുന്ന സമയത്ത് ഇവിടെ വേറൊരു വ്യാഖ്യാനം കാണുന്നത് ഇത് മുശ്രിക്കുകൾ സ്വന്തമായി പാരായണം ചെയ്തതാണ് ആ സമയത്ത് എന്നിട്ട് അതിന് ഇവരെല്ലാവരും കൂടി സുജൂദ് ചെയ്തതാണ് എന്നുള്ള രീതിയിലൊക്കെ. എന്നാൽ മുശ്രിക്കുകളാണ് ഇത് പാരായണം ചെയ്തതെങ്കിൽ കൃത്യമായി തന്നെ നമുക്ക് ഹദീസുകളിൽ കാണാമായിരുന്നു അതൊരു മുശ്രിക്ക് പാരായണം ചെയ്യാൻ ഉണ്ടായതെന്നും, എന്നാൽ അതിനെ ഇവര് തട്ടിപ്പറഞ്ഞിട്ടുണ്ട്, ഇതിനെ റദ്ദ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് കാണാമായിരുന്നു. എന്നാൽ അങ്ങനെ കാണുന്നില്ല. എന്ന് മാത്രമല്ല, ഇതില് ജിബ്രീൽ അന്ന് വൈകുന്നേരം തന്നെ വന്ന് മുഹമ്മദ് നബിയെ താങ്കൾ എന്താണ് ചെയ്തത്, ആ വചനങ്ങൾ എന്റേതായിരുന്നില്ല, എന്റേതെന്ന് പറഞ്ഞാൽ ജിബ്രീൽ കൊണ്ടുവന്നതായിരുന്നില്ല എന്ന് പറയുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പൊ അതിനർത്ഥം ആ ഒരു സംഗതി ഒരു റിപ്പോർട്ടിലുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സംഗതി വരുമ്പോ അവിടെ ഒരിക്കലും ഒരു മുശ്രിക്ക് ഓതിയതാണെങ്കിൽ ജിബ്രീൽ ഇങ്ങനെ ഒരു കാര്യം കൊണ്ട് വരേണ്ട ആവശ്യമില്ല, മുഹമ്മദ് നബിക്ക് അതിൽ വിഷമം വരേണ്ട കാര്യമില്ല. ഈ രീതിയിലുള്ള ഒരു വലിയ പ്രതിസന്ധി ഈ ഒരു വചനങ്ങൾ, സാത്താനിക് വേഴ്സസ് എന്ന് പിന്നീട് അറിയപ്പെട്ട വചനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇതില് ഏത് നിലക്ക് ഇതിനെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചാലും ഇല്ലാതാകാത്തൊരു സാധനമാണ് ഈ സാത്താനിക് വേഴ്സസ്. ഇതിന് അൽബാനി, മൗദൂദി മുതലായിട്ട് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞു പോയ പണ്ഡിതന്മാർ വരെ ഇത് ഉണ്ടായിട്ടില്ല, ദഈഫാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് അത്ര ദുർബലമായതല്ല എന്നതിന്റെ തെളിവാണ് പ്രബലമായ നിരവധി ഖുർആൻ വ്യാഖ്യാനങ്ങളിൽ, തഫ്സീറുകളിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നു എന്നുള്ളത്. എന്ന് മാത്രമല്ല, ഇബ്നു അബ്ബാസിൽ നിന്നാണ് ഒരു ഉദ്ധരണി. പിന്നെ അതുപോലെ തന്നെ ഒരു അദദ് തുർക്ക് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഒന്നിലധികം വഴികളിലൂടെ ദഈഫായിട്ടുള്ള ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ പ്രബലമാകും എന്നുള്ള സംഗതി. അപ്പൊ ഇത് ദഈഫാണ് എന്ന് പറഞ്ഞാൽ തന്നെ ഇത് ഒന്നിലധികം റിപ്പോർട്ടുകൾ പല രീതിയിലായി ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ ഈ ഒരു സാത്താനിക് വേഴ്സസ് എന്നുള്ള ഭാഗം ഒഴിവാക്കിയിട്ട് ബുഖാരിയിൽ തന്നെ ചിലയിടങ്ങളിൽ ഈ സംഭവം പറയുന്നുണ്ട്. ഇങ്ങനെ എല്ലാം കൂടെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ, നമ്മൾ ഈ ഒരു സംഗതിയുമായി ഗവേഷണം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇത്തരം ഒരു വചനങ്ങൾ അവിടെ അവതരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ പാരായണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതും മുഹമ്മദ് നബിയാൽ തന്നെ പാരായണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ മുഹമ്മദ് നബിയുടെ ഭാഷയിൽ പിശാചോദിയതാണ് എന്നൊക്കെ പറഞ്ഞ് വളച്ചൊടിക്കുന്നുണ്ടെങ്കിലും നമ്മൾ നിരവധി റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ അത് മുഹമ്മദ് നബി തന്നെ പാരായണം ചെയ്യാനുണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് ഉടനെ തന്നെ അള്ളാഹു തിരുത്തി എന്നുള്ള രീതിയിൽ, അന്ന് വൈകുന്നേരം തന്നെ അള്ളാഹു തിരുത്തി എന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും നമ്മൾ ഇതിനെ റദ്ദ് ചെയ്യുന്ന വചനങ്ങളിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു സൂറത്തുൻ നജ്മിന്റെ അവതരണ പശ്ചാത്തലം കഴിഞ്ഞ് പിന്നീട് എത്രയോ അധ്യായങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു വചനത്തെ, ഈ ഒരു സാത്താനിക് വേഴ്സസിനെ റദ്ദ് ചെയ്തുകൊണ്ട് അത് സാത്താനിൽ നിന്നാണ് അല്ലെങ്കിൽ ചെകുത്താനിൽ നിന്നാണ്, ഇബ്ലീസിൽ നിന്നാണ്, അല്ലാതെ ദൈവത്തിൽ നിന്നല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വചനങ്ങൾ ഖുർആനിൽ വരുന്നത് പിന്നെയും എത്രയോ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ചെകുത്താൻ ഇത്തരം ഗുരുതരമായ ഒരു പിഴവ് മുഹമ്മദ് നബിയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത്രത്തോളം താമസിച്ചു അതിനൊന്ന് തിരുത്താൻ എന്നുള്ള ചോദ്യം അവിടെ പ്രസക്തമാണ്. ഇത് എന്നെ നന്നായിട്ട് തന്നെ സ്വാധീനിച്ചു. ഇത് മനുഷ്യനിർമ്മിതമായതാണ്, അല്ലാതെ ദൈവനിർമ്മിതമായതല്ല എന്നതിന് വീണ്ടും ഞാൻ ഇസ്ലാമിലേക്കും ഖുർആനിലേക്കും ഹദീസുകളിലേക്കും ഒക്കെ കണ്ണോടിക്കുമ്പോൾ, എൻ്റെ ചിന്തകളെ വായിക്കുമ്പോൾ വീണ്ടും ഞാൻ കണ്ടെത്തുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ഖുറാനിയക്ക് സംഭവം തിരുത്തുന്നത്
ഇത് അവതരിച്ച് എത്രയോ കാലം കഴിഞ്ഞതിന് ശേഷമാണെന്നതിൻ്റെ തെളിവാണ് ഇത് സൂറത്തുൽ ഹജ്ജിലാണ് ഇതിനെ റദ്ദ് ചെയ്തുകൊണ്ടുള്ള ആയത്ത് വരുന്നത് എന്നുള്ളത്. ഈ വചനങ്ങളാണെങ്കിൽ മദീനയിൽ അവതരിച്ച വചനങ്ങളാണ്. സൂറത്തുൽ നജ്മോ അത് മക്കയിലാണ്. അപ്പം പണി പാളിയിട്ടുണ്ട് എന്ന കൃത്യമായ ബോധ്യത്തിന് ശേഷം മാത്രം തിരുത്തിയ മാനുഷികമായ വചനങ്ങൾ മാത്രമാണെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് അത്. എന്ന് മാത്രമല്ല, ഇതിനെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് റദ്ദ് ചെയ്യുക, ഈ ഒരു സംഭവം തന്നെ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ ഇവിടെ ഖുർആനിൻ്റെ വ്യാഖ്യാതാക്കൾക്ക്, പ്രസിദ്ധരായ മുഫസ്സിറുകൾക്ക് അത് കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്തൊക്കെ പറഞ്ഞിട്ട് തലകുത്തി മറിഞ്ഞ് ഇതിനെ റദ്ദ് ചെയ്യാൻ ശ്രമിച്ചാലും കാര്യമില്ല. പിന്നെ ഒരു സൂറത്തുൽ ഹജ്ജിൽ മാത്രമല്ല ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുള്ളത്, ബനു ഇസ്രായേൽ, സൂറത്ത് ബനു ഇസ്രായേലിലും ഈ ഒരു സംഗതിയിലേക്ക് സൂചന നൽകുന്ന ആയത്തുകൾ വരുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങളായ ഖുർആൻ, ആ ഖുർആനിൽ തന്നെ ഒന്നിലധികം സ്ഥലങ്ങളിൽ ഈ ഒരു സംഗതിയെ മെൻഷൻ ചെയ്യുന്ന രീതിയിലുള്ള സംഗതികൾ വരുന്നു. അതിന് വ്യാഖ്യാനങ്ങളായി ഒരുപാട് മുഫസ്സിറുകൾ ഈ സംഭവത്തെ തന്നെ ഉദ്ധരിക്കുന്നു. പല പല റിപ്പോർട്ടുകളിലൂടെ ഈ സംഭവം സ്ഥിരപ്പെടുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ മനസ്സിലാക്കുക ഇത് അനിഷേധ്യമായൊരു സംഗതിയാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് മാനസികമായ വചനങ്ങൾ തന്നെയാണ് എന്നുള്ളത്. ഇനി ഹദീസ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി പറഞ്ഞത്, ചെയ്തത്, മുഹമ്മദ് നബിയുടെ മൗനാനുവാദം ഇതെല്ലാമാണ്. അത്തരത്തിലൊരു ഹദീസ് ഉണ്ട്. അതിൽ മുഹമ്മദ് നബി പറയാണ്, ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ജനങ്ങളിൽ ഏറ്റവും ഉത്തമരായ ജനങ്ങൾ എൻ്റെ തലമുറയാണ്. ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും, പിന്നെ അവരോട് തുടർന്ന് വരുന്നവരാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അവരോട് തുടർന്ന് വരുന്നവരാണ്. അതായത് സ്വഹാബികളും താബികളും തബഅത്താബികളും, അതാണ് അതിൻ്റെ അറബ് പ്രയോഗം വരിക. ഈ വരുന്ന ആദ്യത്തെ ആ തലമുറകളാണ് ഉത്തമ തലമുറകൾ എന്ന് മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ ആ ഒരു ഉത്തമ ജനങ്ങളുടെ ചരിത്രങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോഴും നമ്മളെ ഒരുപാട് ചിന്തയിലാഴ്ത്തുന്ന കുറേ സംഭവങ്ങൾ അവിടെയുമുണ്ട്. പിന്നീട് ഉള്ള എൻ്റെ ചിന്തകളിൽ ഈ സംഗതികളൊക്കെ കടന്നു വന്നിരുന്നു. അതിൽ പ്രധാനമായിട്ടുള്ളത് മുഹമ്മദ് നബിയുടെ മരണശേഷം മുഹമ്മദ് നബിയുടെ മരുമകൻ അലിയും മകൾ ഫാത്തിമയും ഒക്കെ നേരിട്ട യാതനകളാണ്. പിന്നെ അതേപോലെ തന്നെ അലിയുടെ മക്കള് കൊല്ലപ്പെട്ടതും ഒക്കെ. ഇതിൽ ഏറ്റവും പ്രധാനമായ ഒരു സംഗതി, ഞാൻ വളരെയധികം ഡീപ്പായിട്ട് ചിന്തിച്ചൊരു സംഗതി, അലി കൊല്ലപ്പെടാനുള്ള കാരണം മുആവിയയാണ്. മുആവിയയുടെ മകനായിട്ടുള്ള യസീദ് കാരനായിട്ടാണ് ഹസൻ ഹുസൈൻ എന്നിവർ കൊല്ലപ്പെടുന്നത്. ഇങ്ങനെ മുആവിയയുടെ മകൻ യസീദും ഇവരുടെ ഒരു സമയത്ത് സ്വന്തം ആളുകളാൽ കൊല്ലപ്പെടുകയാണ് മുഹമ്മദ് നബിയുടെ മരുമകനും പേരക്കുട്ടികളും. എന്താണ് ഇത്ര വലിയ കുടിപ്പക എന്ന് ഞാൻ ചിന്തിച്ചു പോയി. കാരണം ഒരു സ്വഹാബിയാണ് മുആവിയ. ആ മുആവിയയും മുആവിയയുടെ മകൻ, എന്നാൽ മുആവിയ അല്ല കൊന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളൊക്കെ ചരിത്രത്തിലുണ്ട്. നമ്മൾ വിവിധ രീതിയിലുള്ള വായനകളിലൂടെയാണ് അതിൽ മുആവിയക്ക് കൈയുണ്ട് എന്ന് മനസ്സിലാവുക. ഒരു വിശദമായി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വിവിധ ആംഗിളുകളിലൂടെയുള്ള ഒരു പഠനം നടത്തിയാൽ ഞാൻ കണ്ടത് നിങ്ങളും കാണും. ഈ മുആവിയ ആരാണ്? സ്വഹാബിയായ അബൂ സുഫിയാന്റെ മകനാണ്. അബൂ സുഫിയാൻ എന്ന സ്വഹാബിയുടെ മകനായ മുആവിയ, ആ മുആവിയയും സ്വഹാബിയായിരിക്കെ അയാളുടെ മകൻ യസീദ് ഉത്തമ തലമുറയിൽപ്പെട്ട താബിഈ ആയിരിക്കെ അവർക്ക് എങ്ങനെയാണ് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവിൻ്റെ വളർത്തുമകനെ, മരുമകനെ, അതായത് അലിയെ കൊല്ലാൻ കഴിയുന്നത്? അയാളുടെ മക്കളെ എങ്ങനെയാണ് കൊല്ലാൻ കഴിയുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഒരുപാട് ഡീപ്പായി ചിന്തിച്ച സമയത്താണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നത്, ഈ യസീദിൻ്റെ വാപ്പ മുആവിയയുടെ വാപ്പ അബൂ സുഫിയാൻ. അപ്പോൾ അബൂ സുഫിയാൻ എന്നയാൾ മുസ്ലിം ആയത് ശരിക്കും സമ്മർദ്ദത്തിന്റെ പുറത്താണോ എന്ന് ഞാൻ ചിന്തിച്ചു. ഒടുവിൽ ഞാൻ ചെന്നെത്തിയ കാര്യം, അബൂ സുഫിയാൻ സമ്മർദ്ദത്തിന്റെ പുറത്ത് വാൾത്തലപ്പിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് മുസ്ലിം ആയത് എന്നാണ്. മക്കം ഫതഹിന് തൊട്ട് മുമ്പായി അബൂ സുഫിയാൻ മുസ്ലിം ആയിരിക്കാം. ഞാൻ കണ്ടെത്തുന്ന ഒരു നിഗമനാണ്, അബൂ സുഫിയാൻ മക്കം ഫതഹിന് മുമ്പായി മുസ്ലിം ആയതായിരിക്കണം. അതും സമ്മർദ്ദത്തിന് വഴിപ്പെട്ടിട്ട്, മുഹമ്മദ് നബിയെ പേടിച്ചിട്ട്, സ്വന്തം ജീവൻ പോകുമെന്ന് കരുതിയിട്ട്. അല്ലാതെ അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് വരാൻ, സ്വമനസാല വരാനുള്ള സാധ്യതയില്ല. കാരണം അബൂ സുഫിയാൻ മക്കയുടെ നേതാവായിരുന്നു. മുഹമ്മദ് നബി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃസ്ഥാനം അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മുഹമ്മദ് നബിയോടും സംഘത്തോടൊക്കെ വലിയ വൈരാഗ്യമുള്ള ഒരാളാണ്
ഈ അബൂ സുഫിയാന്റെ ഭാര്യ, അതായത് മുആവിയയുടെ മാതാവായി വരുന്ന ഹിന്ദ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ അങ്ങനെ ചിന്തിച്ചപ്പോൾ മനസ്സിലായി, അല്ലെങ്കിൽ എൻ്റെ നിഗമനം ഇതായിരുന്നു: അബൂ സുഫിയാൻ സമ്മർദ്ദത്തിന് പുറത്ത് മക്ക ഫതഹിന് മുമ്പ് മുസ്ലിം ആയതാണ്. അതിനുശേഷം മക്കയിലേക്ക് എത്തിയത് കൊണ്ടാണ് മക്കക്കാരൻ മുഹമ്മദ് നബി വെറുതെ വിട്ടത് എന്നായിരുന്നു എൻ്റെ നിഗമനം. അല്ലാതെ ഒരു ക്ഷമിക്കാനുള്ള മനസ്സുമായിട്ടായിരുന്നില്ല 10,000 ആളുകളുമായി മുഹമ്മദ് നബി വരുന്നത് എന്ന് ഞാൻ ഊഹിച്ചു. ഈ സംഗതി പിന്നീട് എൻ്റെ ഈ ഒരു കണ്ടെത്തൽ നിഗമനം ശരിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഹുസൈൻ ഹൈക്കലിൻ്റെ ഹയാത്ത് മുഹമ്മദ് എന്ന പുസ്തകത്തിൻ്റെ പരിഭാഷ വായിക്കുമ്പോഴാണ്. അതിൽ ഈ ഒരു സന്ദർഭം പറയുന്നുണ്ട്. മക്കം ഫതഹിന് വേണ്ടി, മക്കയെ ജയിച്ചടക്കാൻ വേണ്ടിയിട്ട്, കീഴടക്കാൻ വേണ്ടി ഒരു യുദ്ധത്തിന് വേണ്ടി തന്നെ മുഹമ്മദും സംഘവും വരുന്ന സമയത്ത്, മക്കയോട് അടുക്കുന്ന സമയത്ത് അബൂ സുഫിയാൻ ചെന്ന് മുഹമ്മദിനോട് പറയുന്നുണ്ട്, എൻ്റെ ജനങ്ങളെ ഉപദ്രവിക്കരുത്. ആ സമയത്ത് മുഹമ്മദ് പറയുന്നത് അബൂ സുഫിയാനെ കൊല്ലാനാണ്. എന്നാൽ അബൂ സുഫിയാന്റെ സുഹൃത്തായ മുഹമ്മദ് നബിയുടെ എളാപ്പയായ അബ്ബാസ് അബൂ സുഫിയാനെ കൊല്ലുന്നതിൽ നിന്ന് മുഹമ്മദ് നബിയെ വിലക്കുകയും അബൂ സുഫിയാനോട് ഒന്ന് ഇസ്ലാമിനെ നീ അംഗീകരിക്കുകയാണെങ്കിൽ മുഹമ്മദ് നബി നിന്നെ വെറുതെ വിടും എന്ന് പറയുകയും ചെയ്തപ്പോൾ ഷഹാദത്തിന്റെ 2 കലിമത്തിൽ ഒന്ന് മാത്രം ആൾ ചൊല്ലി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയില്ല എന്ന് ഞാൻ അംഗീകരിക്കാം, എന്നാൽ മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് അംഗീകരിക്കുന്നില്ല എന്ന രീതിയിൽ ഉള്ള ഒരു അംഗീകാരം നടത്തി. അതോടുകൂടി അത് മതി എന്ന രീതിയിൽ മുഹമ്മദ് നബി അബൂ സുഫിയാന്റെ കീഴടങ്ങൽ അനുവദിക്കുകയും ചെയ്തു. ആ രീതിയിലാണ് പിന്നീട് മക്കയിലേക്ക് എത്തുന്നത് എന്ന് ഹുസൈൻ ഹൈക്കലിന്റെ പുസ്തകത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ കാലങ്ങളായുള്ള ഒരു കുടിപ്പക അബൂ സുഫിയാനിലുണ്ട്. അബൂ സുഫിയാന്റെ അധികാരം പിടിച്ചെടുത്തതിനുള്ള ദേഷ്യം അബൂ സുഫിയാൻ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. ആ ഒരു ദേഷ്യം, അബൂ സുഫിയാന്റെ ദേഷ്യം, അബൂ സുഫിയാന്റെ ഭാര്യയുടെ ദേഷ്യം, പക, ഇതെല്ലാം മകനിലേക്ക് കൈമാറി, മകനിൽ നിന്ന് മകന്റെ മകനിലേക്ക് കൈമാറി. ഇതെല്ലാമാണ് ഈ മുഹമ്മദ് നബിയുടെ കുടുംബത്തിന് മുഹമ്മദ് നബിയുടെ മരണശേഷം ഇത്തരത്തിലുള്ള ദുർഗതികൾ വരാനുള്ള കാരണം എന്ന് ഞാൻ മനസ്സിലാക്കി. ഇത്തരത്തിലുള്ള ഒരു വായന അല്ലെങ്കിൽ കണ്ടെത്തൽ അത് എൻ്റെ വിശ്വാസത്തെ നല്ലപോലെ സ്വാധീനിക്കുന്നതിന് പിന്നീട് ഇടയാക്കി. അതുപോലെ തന്നെ മറ്റൊന്നാണ്, ഈ പറയുന്ന ഉത്തമ തലമുറയിൽ നിന്ന് തന്നെ ആദ്യത്തെ മുർത്തദ്ദുകൾ, ആദ്യത്തെ ഇസ്ലാം ഉപേക്ഷിക്കുന്ന ആളുകൾ ഉണ്ടായി എന്നുള്ളത്. ഒരു പേര് അബ്ദുല്ലാഹി ബിൻ സഅദ് ബിൻ അബി സർഹ, ഒരു സ്വഹാബിയായി പേര് കേട്ട ആളാണ്. എന്നാൽ ഇയാൾ ആരായിരുന്നു? ആദ്യം ഇയാള് മുഹമ്മദ് നബിയുടെ ഖുർആനിലെ എഴുത്തുകാരനായിരുന്നു. എന്നാൽ ഒരു ആയത്തിന്റെ സന്ദർഭത്തിൽ, ഒരു ആയത്ത് എഴുതുന്ന സന്ദർഭത്തിൽ ഒരു വചനം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ അവസാനം, ആ ഒരു വചനത്തിന്റെ അവസാനം ഇങ്ങനെ ആയാൽ നന്നാവും എന്ന് പറഞ്ഞുകൊണ്ട് അബി സർഹ് ഒരു കാര്യം പറയുന്നുണ്ട്. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നായാൽ അത് നന്നാവും എന്ന് പറയുന്നുണ്ട് മുഹമ്മദ് നബിയോട്. ആ സമയത്ത് മുഹമ്മദ് നബി അങ്ങനെ തന്നെയാണ് എനിക്ക് ആ വചനം അവതരിച്ചിട്ടുള്ളത് എന്ന് പറയാണ് തിരിച്ച്. ഈ ഒരു സംഗതി ഈ അബി സർഹിനെ നല്ല പോലെ സംശയം ഉണ്ടാക്കി. അബി സർഹിൽ നല്ല പോലെ ഇത് സംശയം ഉണ്ടാക്കി. എന്ന് വെച്ചാൽ ഇയാൾ പറയുന്നതിനെ മുഹമ്മദ് നബി അംഗീകരിച്ചിട്ട് എഴുതാൻ പറയാണ്. അത്രയും നേരം മുഹമ്മദ് നബിയുടെ വചനങ്ങൾ എഴുതിയിട്ട്, മുഹമ്മദ് നബിയിൽ നിന്നുള്ള ദൈവവചനങ്ങൾ എഴുതിയിട്ട് അത് ദൈവവചനമാണ് എന്ന ഒരു ഫീല് അയാൾക്ക് കിട്ടിയില്ല എന്നാണ് അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. എന്ന് മാത്രമല്ല, അയാൾ പറഞ്ഞ കാര്യം അവിടെ ഉൾപ്പെടുത്തുക കൂടി ചെയ്തപ്പോൾ അയാളുടെ സംശയം അവിടെ ബലപ്പെടുകയാണ്. അയാൾ ഉടൻ തന്നെ അവിടെ നിന്ന് മക്കയിലേക്ക് തിരിച്ചു പോയി. മദീനയിലാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അവിടുന്ന് മക്കയിലേക്ക് തിരിച്ചു പോവാണ്. മക്കയിലേക്ക് തിരിച്ചു പോയിട്ട് മുഹമ്മദ് നബിക്കെതിരെ പറഞ്ഞു നടക്കാൻ തുടങ്ങി. അയാൾ ഇസ്ലാം ഉപേക്ഷിച്ചു. പിന്നീട് മക്ക കീഴടക്കാൻ വേണ്ടി മുഹമ്മദ് വരുന്ന സമയത്ത് മുഹമ്മദിന്റെ വധശിക്ഷാ ലിസ്റ്റിൽ ഇത്ര പേരെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. ആ ലിസ്റ്റിൽ ഈ പറയുന്ന അബി സർഹ് ഉണ്ടായിരുന്നു. എന്നാൽ ഉസ്മാൻ എന്ന് പറയുന്ന 3ാം ഖലീഫയായി മാറിയ ഉസ്മാൻ എന്ന പ്രവാചകാനുയായിയുടെ നിർബന്ധം മാത്രം കൊണ്ടാണ് ഇയാൾ രക്ഷപ്പെടുന്നത്. അങ്ങനെ ആദ്യത്തെ ഇസ്ലാം ഉപേക്ഷിച്ച ആദ്യത്തെ ആള് ആ ഒരു സമയത്ത് തന്നെ ഉണ്ടാവുകയാണ് എന്നുള്ളൊരു സംഗതി. പിന്നെ അതേപോലെ തന്നെ മുഹമ്മദ് നബിയുടെ മരണശേഷം ഒരുപാട് പേര്, ഈ മുഹമ്മദ് നബിയെ കണ്ട് കൂടെ നടന്ന ഒരുപാട് പേര് ഇസ്ലാം ഉപേക്ഷിച്ച് പോകുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. ആ സമയത്ത് എന്നിലുണ്ടായ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ചില്ലറക്കാരനല്ലല്ലോ മുഹമ്മദ് നബി എന്ന് പറയുന്നത്. മുഹമ്മദ് നബി എന്ന് പറയുന്നത് ആരാ? മുഹമ്മദ് നബി എന്ന് പറയുന്നത് ചന്ദ്രനെ പിളർത്തിയ ആളാണ്. അതുപോലെ സ്വന്തം ദേഹം പ്രകാശിക്കുന്ന ആളാണ്. അങ്ങനെയും ചില കഥകളുണ്ട് കേട്ടോ.
മങ്കൂസ് മൗലിദ് ഉണ്ട്. സുന്നികൾ റബീഉൽ അവ്വലിൽ നബിദിന ആഘോഷത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഓതുന്ന മങ്കൂസ് മൗലിദിൽ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഇന്ന ബൈത്തൻ അൻത സാക്കിനഹു ലൈസ മുഹ്താജൻ ഇലസ്സുറുജി. ഇന്ന ബൈത്തൻ അൻത സാക്കിനുഹു, തീർച്ചയായും താങ്കൾ വസിക്കുന്നതായ വീട്, ലൈസ മുഹ്താജൻ ഇലസ്സുറുജി, അതൊരിക്കലും വിളക്കിലേക്ക് ആവശ്യമാവുകയില്ല എന്ന് പറഞ്ഞിട്ടുള്ള വരികളാണ്. ആ വരികൾക്ക് പിന്നാമ്പുറത്തുള്ള കഥ, നബിയുടെ ഭാര്യയോ മകളോ രണ്ടാലോ ഒരാൾ ഒരു സൂചി എന്തോ വീട്ടിൽ നിന്ന് പോയ സമയത്ത്, വീട്ടിൽ നിന്ന് തുന്നിക്കൊണ്ടിരിക്കുമ്പോൾ കയ്യിൽ നിന്ന് പോയ സമയത്ത് മുഹമ്മദ് നബി അവിടെ ഉണ്ടായതുകൊണ്ട് മുഹമ്മദ് നബിയുടെ വെളിച്ചത്തിൽ ആ ഒരു സൂചി കണ്ടെത്തി എന്നൊക്കെ പറയുന്നൊരു കഥയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ സ്വയം ദേഹത്തിൽ നിന്ന് വെളിച്ചമുള്ള ഒരാൾ, നിഴലില്ലാത്ത ഒരാൾ, ദേഹമാകെ സുഗന്ധം വമിക്കുന്ന ഒരാൾ, കൈകളിൽ നിന്ന് വെള്ളം നിർഗളിപ്പിച്ചിട്ടുള്ള ഒരാൾ, ഒരുപാട് പേർക്ക് കുറച്ച് ഭക്ഷണം ഒരുപാട് പേർക്ക് എത്തുന്ന രീതിയിലുള്ള ദൈവത്തിൻ്റെ ദിവ്യാത്ഭുതം വെളിവായിട്ടുള്ള ഒരാൾ, ഇങ്ങനെയുള്ള ഒരു അമാനുഷികനായ ഒരാൾ, അല്ലെങ്കിൽ അമാനുഷികമായ ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയുടെ മതത്തെ ആ വ്യക്തി മരിച്ചു കഴിയുമ്പോൾ ഉപേക്ഷിച്ച് പോകാൻ ഒരുപാട് ആളുകൾ. അപ്പോൾ അവിടെയുള്ള ചോദ്യങ്ങൾ, ഇത്രയധികം വലിയ സംഭവമായിട്ടുള്ള ഒരാളെ കണ്ടിട്ടും ഇതൊരു സത്യമതമാണ് എന്ന് അവർക്ക് എന്തേ മനസ്സിലാകാതിരുന്നത് എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. അതുപോലെ തന്നെ മുഹമ്മദ് നബിയുടെ മരണം അവർ പ്രതീക്ഷിച്ചിരുന്നില്ല, അതുകൊണ്ടാണ് എന്ന് വരുമ്പോൾ തന്നെ അവിടെ ത്രികാലജ്ഞാനിയായ പടച്ചോന്റെ മതമാണോ ഇത് എന്നുള്ള ചോദ്യം അവിടെ വരും. കാരണം അദ്ദേഹത്തിന് അല്ല, ഈ പറയുന്ന പടച്ചോന് ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്താനായില്ല ഈ മതം ഇങ്ങനെയാണ് എന്നല്ലേ അതിൻ്റെ അർത്ഥം. മതത്തിന്റെ യഥാർത്ഥ സത്ത ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജനങ്ങൾ മുഹമ്മദ് നബിയുടെ മരണത്തോടു കൂടി ഇത് ഉപേക്ഷിച്ച് പോകുമോ? ഇല്ലല്ലോ. അപ്പോൾ ഈ ഒരു ഉപേക്ഷിച്ച് പോകുന്ന ഒരു സംഗതിയെ നമ്മൾ മാനുഷികമായ ഒരു കണ്ണിലൂടെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് അത്ര വലിയ ഈ കഥകളിലുള്ള പോലത്തെ ഒരു അമാനുഷികമായ പ്രവൃത്തികൾ വെളിപ്പെട്ടിട്ടുള്ള ഒരാളല്ല മുഹമ്മദ് എന്ന് തന്നെയാണ്. കാരണം ഇവിടെ എത്രയോ ആൾ ദൈവങ്ങൾ ഇന്നും നമ്മൾ കാണുന്നില്ലേ, അവരെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേര് നമ്മൾ കാണുന്നില്ലേ എന്നതുപോലെ തന്നെ അവിടെ മുഹമ്മദ് നബി ആ രീതിയിൽ കണ്ട് ഫോളോ ചെയ്ത ആളുകൾ, അതുപോലെ മുഹമ്മദ് നബിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി, മുഹമ്മദ് നബിയുടെ അനുയായികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി മുഹമ്മദ് നബിയെ അനുസരിച്ച് മുഹമ്മദ് നബിക്ക് കീഴ്പ്പെട്ട് ജീവിച്ചിരുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ മരണത്തോടു കൂടി ഞങ്ങൾ സ്വതന്ത്രരായി, ഇനി ആരും ഭയക്കണ്ട എന്നൊരു ചിന്ത വന്നത് കൊണ്ട് ഉപേക്ഷിച്ച് പോയതാണ് എന്നൊരു ചിന്തയിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ഇത് നമ്മൾ ചരിത്രത്തിൽ ആ പറയുന്ന കാര്യങ്ങളിലൂടെ ഒരു മാനസികമായ വീക്ഷണത്തിലൂടെ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഈ കാര്യത്തെ ഈ ഒരു രീതിയിൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ മുഹമ്മദ് നബിയുടെ കാലത്തും മുഹമ്മദ് നബിയുടെ മരണശേഷവും ഇസ്ലാം ഉപേക്ഷിക്കുന്നവർ അന്ന് തന്നെ ഉണ്ടാകുന്നത് ഇസ്ലാമിൻ്റെ ഒരു വലിയ പരാജയമായിട്ടും ഇതിൻ്റെ ദൈവികതയെ ചോദ്യം ചെയ്യുന്ന രീതിയിലും ഞാൻ മനസ്സിലാക്കി. പിന്നെ മറ്റൊരു സംഗതി, ഇത് ദൈവികമായ ഒരു മതമാണെങ്കിൽ മാനസികമായി ഇവിടെ ഉണ്ടായിട്ടുള്ള മറ്റ് ആശയധാരകളിൽ നിന്ന്, മറ്റു മതങ്ങളിൽ നിന്ന് മാനസികമായ കലർപ്പുകൾ ഉണ്ടായ, മാനസികമായ ചെയ്തികളുമായി കലർപ്പുകൾ ഉണ്ടായ മതങ്ങളുമായിട്ടൊക്കെ വളരെ വ്യത്യാസപ്പെടണം. എന്നാൽ വലിയ വ്യത്യാസങ്ങളൊന്നും നമുക്ക് അനുഭവപ്പെടുന്നില്ല. വാള് ഈ ഒരു മതത്തിൻ്റെ പ്രചരണത്തിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് ഇസ്ലാമിക ചരിത്രത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് പൊളിറ്റിക്സ്, രാഷ്ട്രീയം, യുദ്ധം, ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട് ഇസ്ലാമിനെ നിലനിർത്തിയതിൽ. അല്ലാതെ വെറും ഒരു വാക്കാലുള്ള പ്രചരണമോ ആശയപ്രചരണമോ പ്രബോധനമോ മാത്രമൊന്നുമല്ല. നല്ല പോലെ ഉള്ള കീഴടക്കലുകൾ, കൈയടക്കലുകൾ ഒക്കെ നമുക്ക് ഈ ഒരു സംഗതിയിൽ കാണാൻ പറ്റും. ഇങ്ങനെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരുപാട് സംഗതികൾ നമുക്ക് നേരെ ചോദ്യങ്ങൾ ഉയർത്തും. അതിലൊന്ന് ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ രൂക്ഷമായ രക്തഗന്ധം തന്നെയാണ്. സമാധാനത്തിൻ്റെ മതം എന്നൊക്കെ പറയും, എന്നാലോ ആ മതത്തിൻ്റെ പേരിൽ ചൊരിഞ്ഞ രക്തത്തിന് കണക്കില്ല എന്ന രീതിയിലാണ്. അപ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഇന്ന് നടന്ന വേൾഡ് വാർ 2, വേൾഡ് വാർ 1 ഇതിനൊക്കെ ചൊരിഞ്ഞ രക്തം അത്രത്തോളൊന്നും ഇല്ലല്ലോ എന്ന രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. അവിടെ അവരുടെ ഉത്തരമേ എന്നെ സംബന്ധിച്ച് എനിക്ക് നൽകാനുള്ളൂ. അന്ന് ഇന്നത്തെ ആയുധങ്ങളൊക്കെ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ വേൾഡ് വാർ 1, വേൾഡ് വാർ 2 ഒക്കെ തോറ്റുപോയാണ്. അത്രയധികം ജനങ്ങൾ അവിടെ കൊല്ലപ്പെടുന്നുണ്ടാവും. കാരണം ആളുകളെ പേടിപ്പിച്ച് തൻ്റെ വരുതിയിലാക്കുക, തങ്ങളുടെ വരുതിയിലാക്കുക എന്നുള്ള ഒരു സിദ്ധാന്തമാണ് അവരവിടെ പ്രയോഗവൽക്കരിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഒരുപാട് രാജ്യങ്ങളെ ഇസ്ലാമിന് കീഴിലേക്ക് ഇവർ കൊണ്ടുവരുന്നത്. ക്രിസ്ത്യൻ ഇസ്ലാം മതങ്ങളുടെ ചരിത്രത്തിൽ ഇത്തരം ഒരു രക്തരൂക്ഷിതമായ ഒരു ചരിത്ര അധ്യായം അല്ലെങ്കിൽ അത്തരം അധ്യായങ്ങൾ ഒഴിവാക്കാൻ കഴിയില്ല. കാരണം അത് നടന്നിട്ടുണ്ട്.
ഇതൊക്കെ സമാധാനത്തിൻ്റെ മാത്രം മതങ്ങളായിരുന്നെങ്കിൽ, അതിനുവേണ്ടി മാത്രം വന്ന മതങ്ങളായിരുന്നെങ്കിൽ ഇത്രമാത്രം രക്തം ഇതൊക്കെ ചിന്തുമായിരുന്നോ എന്നൊരു ചോദ്യം ചിന്തനീയമല്ലേ? അതേപോലെ തന്നെ മറ്റൊന്നാണ് ഖുർആൻ എന്നുള്ള ദൈവിക വചനങ്ങൾ. അത് ദൈവം വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ ലോകാവസാനം വരെയും നിലനിർത്തുന്നതാണ് എന്ന് നമ്മളോട് പലരും പറഞ്ഞിട്ടുണ്ട്. പലയിടത്തും നമുക്കത് കാണാൻ പറ്റും. എന്നാൽ അത്രത്തോളം അത് പ്രിസർവ്ഡ് ആണോ എന്നുള്ള ചോദ്യം നമ്മൾ ഖുർആനിൻ്റെ ചരിത്രത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യും. അതിനെ നമ്മൾ മുഖാമുഖം കാണും അത്തരൊരു ചോദ്യത്തെ. ഞാനൊന്ന് പറയാം, എൻ്റെ അറിവുകളെ ഞാൻ നിങ്ങൾക്കൊന്ന് പങ്കുവെക്കാം. ഖുർആനിൻ്റെ വചനങ്ങളെ 4 രീതിയിലായിട്ട് വിഭജിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിലൊന്ന് പാരായണം ചെയ്താൽ പുണ്യമുള്ളത്, നിയമം നിലനിൽക്കാത്തത്. മറ്റൊന്ന് പാരായണം ചെയ്താൽ പുണ്യമുള്ളത്, നിയമം നിലനിൽക്കുന്നത്. മറ്റൊന്ന് പാരായണം ചെയ്താൽ പുണ്യമില്ല എന്നാൽ നിയമം നിലനിൽക്കുന്നു. മറ്റൊന്ന് പാരായണം ചെയ്താൽ പുണ്യവുമില്ല, നിയമം നിലനിൽക്കുന്നുമില്ല. ഈ രീതിയിലുള്ള 4 കാറ്റഗറി നമുക്ക് ഖുർആന്റെ വചനങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ഖുർആന്റെ ചരിത്രത്തിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ 4 തരത്തിലുള്ള വചനങ്ങളിൽ 2 തരം വചനങ്ങൾ, അതായത് പാരായണം ചെയ്താൽ പുണ്യമുള്ള വചനങ്ങൾ മാത്രമേ ഇന്ന് നമ്മൾ കാണുന്ന ഖുർആനിലുള്ളൂ. അപ്പം കംപ്ലീറ്റ് ആയിട്ടുള്ള ഖുർആൻ അല്ല നമ്മുടെ കയ്യിലുള്ളത്, 1. 2, ഇന്ന് നമുക്ക് ലഭ്യമായ ആ ഒരു ശൈലി അത് ശരിക്കും മുഹമ്മദ് നബി കാണിച്ചു തന്ന ഒരു ശൈലിയൊന്നല്ല എന്ന് നമുക്ക് മനസ്സിലാകും. അതായത് ഇന്ന രീതിയിൽ ഇതാണ് തുടക്കം, ഇതാണ് ഒടുക്കം എന്ന രീതിയിൽ ഒരു കൃത്യമായി ഇന്ന അധ്യായത്തിന് ശേഷം ഇന്ന അധ്യായം എന്നുള്ള ഒരു കൃത്യമായ ഒരു ശൈലിയിലുള്ള ഒരു സംഗതി മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാകും. അതിൻ്റെ കാരണം ഖുർആനിൻ്റെ ക്രോഡീകരണ സമയത്ത് 2 രീതിയിൽ സ്വഹാബികൾ ഇത് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇന്ന് കാണുന്ന ശൈലി, മറ്റൊന്ന് അലിയൊക്കെ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ അവതരണ സന്ദർഭത്തിനനുസരിച്ചുള്ള ഒരു ക്രമത്തിൽ ഇങ്ങനെ കൊണ്ടുവരികയാണ് അലി ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൃത്യമായ ഒരു ശൈലി അവിടെ ഉണ്ടായിരുന്നില്ല. കൃത്യമായി ഇന്ന രീതിയിലാണ് ക്രോഡീകരിക്കേണ്ടത് എന്നൊരു ഏകീകൃതമായ അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിൽ ഈ രീതിയിൽ ആകുമായിരുന്നില്ല. ഈ അഭിപ്രായ വ്യത്യാസം എന്നുള്ളത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാന കാര്യങ്ങളിൽ മുതൽ തന്നെ തുടങ്ങുകയാണെന്നുള്ളത് മറ്റൊരു നമ്മെ ചിന്തിപ്പിക്കുന്ന, നമ്മുടെ അവിശ്വാസത്തിന് ഉറപ്പിക്കുന്ന ഒരു സംഗതിയാണ്. കാരണം ഇത്രമാത്രം അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് ആളുകൾക്കിടയിൽ പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്. ഇത് അനുഗ്രഹമാണെന്നൊക്കെ പലരും പറയുമെങ്കിലും അത് അനുഗ്രഹമല്ല. പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മുശ്രിക്കും കാഫിറുമായി ആക്ഷേപിക്കാനും തമ്മിൽ തല്ലാനും സ്വന്തം ഗുരുവിൻ്റെ ശിഷ്യന്മാർ തന്നെ മറ്റൊരു ശിഷ്യനെ, അതായത് ഇമാം ഷാഫിയുടെ ഉസ്താദായ മാലിക്കിൻ്റെ ശിഷ്യന്മാർ തന്നെയാണ് ഷാഫിയുടെ മരണത്തിന് കാരണമാകുന്ന രീതിയിൽ ആക്രമിക്കുന്നത്. ഈ രീതിയിലുള്ള എത്രയോ അക്രമങ്ങൾ അഭിപ്രായാന്തരങ്ങളുടെ പേരിൽ ഇസ്ലാമിൽ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ നമ്മളെ ചിന്തിപ്പിക്കുന്ന സംഗതികളാണ്. അപ്പോൾ ഈ രീതിയിലുള്ള അഭിപ്രായാന്തരങ്ങൾ ഖുർആനിൻ്റെ കാര്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ ഖുർആനിൻ്റെ കാര്യത്തിൽ ഈ പറയുന്ന 2 തരം ക്രോഡീകരണം, ഈ 2 തരം ക്രോഡീകരണങ്ങളിൽ ഒരു ഉസ്മാന കാലത്തേക്ക് എത്തുമ്പോൾ ഒരുപാട് തരത്തിൽ ഏറ്റവും കൃത്യമായ രീതിയിൽ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ പടച്ചോൻ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ ഖുർആൻ പല പല ശൈലികളിൽ പല പല രീതികളിൽ ലോകമാകെ വ്യാപിക്കുക. അത് പിന്നെ ഉസ്മാന്റെ കാലത്ത് ഉസ്മാൻ എന്ത് ചെയ്യാണ്, ഇതത്രയും ക്രോഡീകരിച്ചിട്ട് ഇതത്രയും കൊണ്ടുവന്നിട്ട് കൂട്ടി വെച്ചിട്ട് കത്തിച്ചിട്ട് പുതിയൊരു സംഗതി, പുതിയതെന്ന് പറഞ്ഞാൽ ഒരു ഏകീകൃതമായ ശൈലിയിൽ ഉസ്മാൻ ഖുർആനെ ലോകമാകെ പ്രചരിപ്പിക്കുകയാണ്. എന്നാൽ വീണ്ടും നമ്മൾ കാണുമ്പോൾ ഇന്ന് എത്തി നിൽക്കുന്നത് 10ഓളം ശൈലിയിലുള്ള ഖുർആനുകൾ ആധികാരികമായി തന്നെ നിലവിലുള്ളതാണ്. അതാണ് നമുക്ക് കാണാൻ പറ്റും. 10 ശൈലിയിലുള്ള ഖുർആൻ ഇന്ന് നിലവിൽ ആധികാരികമായി ലഭ്യ, അല്ലാതെ ഒരൊറ്റ ശൈലിയിലുള്ള ഖുർആനല്ല ഉള്ളത്. എന്നാൽ ഈ 10 ഏറ്റവും ആധികാരികമായത് പണ്ഡിതന്മാർ അംഗീകരിച്ചത്, മുസ്ലിം പണ്ഡിതന്മാർ തന്നെ പൊതുവിൽ അംഗീകരിച്ചതെന്ന ശൈലിയിലാണ് ഞാൻ പറഞ്ഞത്. ഒരു ക്രിസ്ത്യൻ മിഷനറി ലോകമാകെ നടത്തിയ യാത്രയുടെ ഫലമായി 31ഓളം ഖുർആനുകൾ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞ വീഡിയോ വേറെ കണ്ടിട്ടുണ്ട്. ആ വീഡിയോയുടെ ആധികാരികത എത്രത്തോളം ഞാൻ പരിശോധിച്ചിട്ടില്ല. എന്നാൽ തന്നെ വള്ളിപ്പുള്ളി വ്യത്യാസമില്ലാതെ ഒരൊറ്റ ശൈലിയിൽ ലോകാവസാനം വരെ കാത്തു രക്ഷിക്കുമെന്ന് പറഞ്ഞ ഖുർആനിൽ ഇത്രയധികം വൈവിധ്യങ്ങൾ അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? അതും ഒരു ചോദ്യചിഹ്നമാകുന്ന സംഗതിയാണ്. പിന്നെ അതുപോലെ തന്നെ ഖുർആനിന്റെ പരിഷ്കരണം ഉസ്മാൻ കഴിഞ്ഞ് പിന്നെയും ഒന്നിലധികം തവണ ഖുർആനിന്റെ ഈ ഒരു ഏകീകരണവും പരിഷ്കരണവും നടന്നതായി നമുക്ക് ഖുർആന്റെ ചരിത്രത്തിലൂടെ പോകുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഈ രീതിയിലുള്ള ഏകീകരണം വീണ്ടും വീണ്ടും വരുന്നത് എന്തുകൊണ്ടാണ്? ഇത് പല രീതിയിൽ വീണ്ടും വീണ്ടും ആകുന്നത് കൊണ്ടാണ്. അപ്പോൾ അവിടെ നിന്നും ഈ പറയുന്ന ആ ഒരു സംരക്ഷണം, കൃത്യമായൊരു സംരക്ഷണം നടക്കാത്തതുകൊണ്ടാണ് മനുഷ്യന്റെ ഇടപെടൽ അവിടെ വേണ്ടി വരുന്നത്. അതല്ല ഈ മനുഷ്യന്റെ ഇടപെടൽ തന്നെ ഒരു സംരക്ഷണമാണ് എന്നാണ് പറയുന്നതെങ്കിൽ മറ്റു മതക്കാർക്കും അവരുടെ വേദങ്ങളെക്കുറിച്ച്
മറ്റു മതക്കാരുടെ വേദങ്ങളിൽ മനുഷ്യൻ കൈ കടത്തിയെന്ന് പറയുന്നതിനെ കുറിച്ച് അവർക്ക് ന്യായീകരിക്കാം. അതാണ് ദൈവം അവരുടെ വേദത്തിന് നൽകിയ സംരക്ഷണം എന്ന രീതിയിൽ അവർക്കും പറയാം എന്നുള്ളതാണ്. ആ രീതിയിൽ ഒരുപാട് കാര്യങ്ങളിൽ ഈ രീതിയിലുള്ള ഒരു ബാലൻസ്ഡ് വാദം കൊണ്ടുവന്നാൽ കൃത്യമായൊരു ഖണ്ഡനം പലപ്പോഴും ഇസ്ലാമിൽ പ്രസന്റ് ചെയ്യാനില്ല എന്നൊരു മനസ്സിലാക്കലിൽ ഞാൻ എത്തിയിരുന്നു. ഇനി അതുപോലെ തന്നെ ചരിത്രത്തിന്റെ ഇസ്ലാമിക ചരിത്രം എന്നുള്ള രീതിയിലല്ല, മനുഷ്യന്റെ ചരിത്രവുമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളെ, ഇസ്ലാമിന്റെ കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ, ഇസ്ലാം നമ്മളോട് പറയുന്ന, ഖുർആൻ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തുകയാണെങ്കിലും അവിടെയും കുറേ പ്രശ്നങ്ങൾ ഞാൻ കണ്ടെത്തി. അത് ചരിത്രപരമായ വീക്ഷണത്തിൽ ആദം മുതൽ മുഹമ്മദ് നബി വരെ പിന്നെ ഇവിടെ നിന്നിട്ടുള്ള കാലങ്ങളൊക്കെ നമുക്ക് എടുത്താൽ ഒരു 7000 വർഷത്തിനപ്പുറമൊന്നും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ഇനി ഏറിപ്പോയ 2000 വർഷം, അതിനപ്പുറത്തേക്കുള്ള ഒരു കണക്ഷൻ നമുക്ക് കിട്ടില്ല. എന്നാൽ മനുഷ്യന്റെ ചരിത്രം എന്ന് പറയുന്നത് ശരിക്ക് 2 ലക്ഷം വർഷം മുമ്പേ ആരംഭിച്ചിട്ടുണ്ട്. ഈ പറയുന്ന 7000-8000 വർഷം എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ കൃഷി കണ്ടെത്തിയതിന് ശേഷമുള്ള ആ ഒരു സമയമാണ്. അതായത് ആ ഒരു സമയം മുതലാണ് മനുഷ്യരിൽ ഈ പറയുന്ന മതത്തിന് വലിയ സ്വാധീനം ഉണ്ടായത് എന്ന രീതിയിലാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുക. അല്ലാതെ മനുഷ്യന്റെ ഉത്ഭവം മുതലേ ഇവിടെ മതം ഉണ്ട് എന്നൊരു സംഗതി നമുക്ക് കിട്ടൂല. എന്ന് മാത്രമല്ല, ഈ പറയുന്ന സ്വർഗത്തിലെ ഭാഷയായിട്ട് ഖുർആൻ നമ്മളോട് പറയുന്നത് അറബി ഭാഷയാണ്. എന്നാൽ ഈ പറയുന്ന അറബി ഭാഷക്ക് അത്രത്തോളം പഴക്കമില്ല മനുഷ്യന്റെ ഈ ഒരു ചരിത്രം വെച്ച് നോക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ ആദം നബിയെ എല്ലാം പഠിപ്പിച്ചിട്ടാണ്, എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടാണ് ഭൂമിയിലേക്ക് വിടുന്നത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ പറയുന്ന ആദം നബി ഇനി 7000-8000 വർഷം മുമ്പ് വന്നയാൾ ആണെങ്കിൽ ആ ഒരു സമയം മുതലേ ഇവിടെ ഈ പറയുന്ന എഴുത്തുവിദ്യ, ഭാഷ, ലിപി ഇതൊക്കെ കൃത്യമായ ഒരു രീതിയിൽ ഇവിടെ ഉണ്ടായിരിക്കണം. ദൈവികമായ രീതിയിൽ പകർന്നു കൊടുക്കപ്പെടുകയും പിന്നീട് അത് പ്രചരിക്കപ്പെടുകയും വേണം. എന്നാൽ നമ്മൾ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ 6000 വർഷം മുമ്പുള്ള മനുഷ്യർക്ക് എഴുത്ത് കൃത്യമായി അറിയില്ലായിരുന്നു എന്ന് മാത്രമല്ല, ഈ 6000 വർഷം മുമ്പുള്ള സമയത്ത് അറബ് ഭാഷ നിലനിന്നിരുന്നതിൻ്റെ ഒരു തെളിവ് നമുക്ക് കിട്ടൂല. അപ്പോൾ സ്വർഗഭാഷയും ആദ്യത്തെ മനുഷ്യന്റെ ഭാഷയൊക്കെ അറബിയാണ് എന്ന് പറയുന്നിടത്ത് അവിടെ പ്രശ്നം സംഭവിച്ചു. അതുപോലെ തന്നെ എല്ലാം പഠിപ്പിച്ചു വിട്ട ആദം എന്ന് പറഞ്ഞ കഥയിലെ ആ പുരുഷനല്ല നമ്മളെ ഈ 7000 വർഷം മുമ്പ് 8000 വർഷം മുമ്പുള്ള മനുഷ്യർക്ക് ഒരു മാർഗനിർദ്ദേശം നൽകിയത് എന്നും നമുക്ക് വ്യക്തമാകും. കാരണം ആ ഒരു മനുഷ്യനായിരുന്നെങ്കിൽ, ഈ ഖുർആൻ പറഞ്ഞ മനുഷ്യനായിരുന്നെങ്കിൽ അന്ന് മുതലുള്ള മനുഷ്യർക്ക് എങ്കിലും എഴുത്തും വായനയും കിട്ടണം. ഇത് അങ്ങനെയില്ല. പിന്നെ അതുപോലെ തന്നെ മനുഷ്യ ചരിത്രത്തിൽ നമ്മൾ ഈ DNA, നമ്മൾ ഓരോ മനുഷ്യൻ്റെയും DNA എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ആഫ്രിക്കക്ക് ആണ് ഏറ്റവും വലിയൊരു പ്രാധാന്യം നമുക്ക് കാണാൻ പറ്റുക മനുഷ്യൻ്റെ ഉത്ഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട്. എന്നാൽ ആ ഒരു ആഫ്രിക്കയെ മനുഷ്യൻ്റെ ഉത്ഭവമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന മതപ്രമാണങ്ങളിൽ എടുത്ത് പറയുന്നില്ല. ഇത്തരം ചരിത്രങ്ങളിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് ഇങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ ഇസ്ഹാക്കിലൂടെയുള്ള പരമ്പരയെയും ഇസ്മായിൽ നബിയിലൂടെയുള്ള പരമ്പരയെയും കാലഗണന എടുത്ത് നമ്മളിങ്ങനെ പരിശോധിക്കുന്ന സമയത്തും ഇത്തരം കുറേ ചോദ്യങ്ങൾ, ഇതൊക്കെ ശരിയാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് ശരിയാവുക എന്ന രീതിയിലുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരും. അത്തരത്തിലുള്ള കുറച്ച് സംഭവങ്ങൾ അവിടെ ഉണ്ട്. ഇങ്ങനെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അത് നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ നൽകുന്നുണ്ട്, നമ്മുടെ അവിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുന്നുണ്ട്. ഇതിൽ ചരിത്രത്തിലുള്ള മറ്റൊരു സംഗതി, ചരിത്രത്തിൽ നിന്ന് ഞാൻ കണ്ടെത്തിയ മറ്റൊരു സംഗതി, ഇങ്ങനെ ചരിത്രം കാരണമായിട്ട് എൻ്റെ അവിശ്വാസം ഊട്ടി ഉറപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചത്, അങ്ങനെയാണെങ്കിൽ മനുഷ്യർക്ക് എവിടെ നിന്നാണ് നിയമങ്ങൾ, മനുഷ്യൻ്റെ ജീവിതം നിയന്ത്രിക്കാനുള്ള നിയമങ്ങളൊക്കെ എവിടുന്നാണ് കിട്ടിയത്? അതൊക്കെ ദൈവം കൊടുക്കാതെ എവിടുന്ന് കിട്ടും? ഞാൻ ചിന്തിച്ച് പോകുന്ന സമയത്ത് മുഹമ്മദ് നബിക്ക് കിട്ടിയതിന് യേശുവിൽ നിന്നായിക്കോട്ടെ, ഈസാ നബിയിൽ നിന്നായിക്കോട്ടെ, ബൈബിളിൽ നിന്നായിക്കോട്ടെ, അത് ദൈവികമല്ലേ, അത് ദൈവികമാണെന്നല്ലേ പറഞ്ഞത്. ഇനി അതിനു മുമ്പ് ഉള്ള മൂസാ നബിയിൽ നിന്നാണ് ഈസാ നബി എടുത്തതെങ്കിൽ, അല്ലെങ്കിൽ യേശു എടുത്തതെങ്കിൽ, മൂസാ നബി എന്ന് പറയുന്നയാൾ ദൈവത്തിൻ്റെ ആളാണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയായാലും ഒരു ദൈവികമായൊരു സ്പർശനമില്ലാതെ ഇവിടെ നിയമങ്ങളില്ല, നിയമങ്ങൾ സാധ്യമല്ല എന്ന് കരുതിയ എൻ്റെ മുമ്പിലാണ് ഹമ്മുറാബി കോഡ് എത്തുന്നത്. ഹമ്മുറാബി കോഡ് നോക്കുമ്പോൾ അത് മൂസാ നബി അല്ലെങ്കിൽ മോസസ് ഉണ്ടാകുന്നതിന് മുമ്പുള്ളതാണ് ഹമ്മുറാബി കോഡ്. ഈ പറയുന്ന ഹമ്മുറാബി കോഡിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട്, അതായത് ദൈവമല്ല മനുഷ്യൻ നിർമ്മിച്ച നിയമങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു തോറ എഴുതപ്പെടുന്നത്. പിന്നീട് ആ തോറയുടെ പ്രചോദനത്താൽ ബൈബിൾ എഴുതപ്പെടുന്നു. ബൈബിളിൻ്റെയും അതുപോലെ തന്നെ തോറയുടെയും ആ ഒരു കാലത്തെ, മുഹമ്മദ് നബിയുടെ കാലത്തെ മറ്റുള്ള പല സംസ്കാരങ്ങളുടെയും സമുദായങ്ങളുടെയൊക്കെ
അറിവുകളുടെയും ഒക്കെ ബേസിലാണ് പിന്നീട് ഖുർആൻ എഴുതപ്പെടുന്നത് എന്ന് പിന്നെ ഞാൻ മനസ്സിലാക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ അവിശ്വാസത്തിന് ഇങ്ങനെ ഊട്ടി ഉറപ്പിക്കുക. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു സംഗതി ഖുർആനിലെ ശാസ്ത്രമാണ്. ഒരുപാട് പേര് പറയുന്ന ഒരു സംഗതിയാണ് ഇത്രയധികം ശാസ്ത്ര സത്യങ്ങൾ ഉണ്ടായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ പല ശാസ്ത്ര സത്യങ്ങളും ഇന്നത്തെ കാലത്ത് വ്യാഖ്യാനിച്ച് അങ്ങനെ ആക്കി തീർക്കുന്നതും കൂടിയാണ്. അതല്ലാത്ത ശാസ്ത്ര സത്യങ്ങൾ അത്രയും അന്നത്തെ കാലത്ത് അറിയുന്നതായ അറിവുകൾ മാത്രമല്ലാതെ ഒരു പുതിയ സാധനം, അന്നത്തെ മനുഷ്യനുണ്ടാകാവുന്ന അറിവല്ലാത്ത ഒരു പുതിയ സാധനം ഖുർആനിൽ അവതരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു തിരിച്ചറിവിലേക്കും ഞാൻ എത്തിപ്പെടുന്നുണ്ട്. അത് ആദ്യം ഖുർആനിന്റെ ശാസ്ത്രമൊക്കെ ഞാൻ +2 സമയത്ത് ഖുർആൻ ശാസ്ത്രം എന്ന രീതിയിലൊരു പുസ്തകം വായിക്കുകയും അതിന്റെ സ്വാധീനത്തിൽപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഞാൻ അതിൽ വലിയ ഗൗരവമൊന്നും കൊടുത്തില്ല. കാരണം ദൈവികമായ ഗ്രന്ഥമാണ്, അതിൽ ശാസ്ത്രവും ചരിത്രവും എല്ലാം കറക്റ്റ് ആയിരിക്കും എന്നുള്ളൊരു ധാരണയിലെത്തിയത് കൊണ്ട് അതിന് വലിയ പ്രാധാന്യം ആദ്യം കൊടുത്തില്ല. എന്നാൽ എൻ്റെ വിശ്വാസരാഹിത്യം അറിഞ്ഞ ആദ്യ നാളുകളിൽ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു വലിയ ബുദ്ധിജീവിയായി കാണുന്ന മറ്റൊരാളുടെ അടുത്തേക്ക് എന്നെ എത്തിക്കുകയും അദ്ദേഹവുമായുള്ള ചർച്ചയിൽ എനിക്ക് ഒരു തടസ്സം അനുഭവപ്പെട്ടത് ഈ പറയുന്ന ഖുർആനിലെ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പഠനത്തിൽ മുഴുകുകയും ഞാൻ ഈ ഒരു കാര്യം, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം, അന്നത്തെ മനുഷ്യനില്ലാത്ത ഒരു പുതിയ അറിവൊന്നും അല്ല അതിൽ അവതരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അതിൽ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് ഞാൻ കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ ഒരു ചരിത്ര വീക്ഷണത്തിലൂടെ ആണെങ്കിലും ശാസ്ത്ര വീക്ഷണത്തിലൂടെയും ഒക്കെ എന്നിലേക്ക് എത്തുന്ന സംഗതി ഇതൊക്കെ മാനുഷികമാണ്, ദൈവികമല്ല എന്നുള്ള ഒരു തീർപ്പ് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ എന്നെ ഈ ഒരു തീർപ്പിലേക്ക് എത്തിക്കുന്ന മറ്റൊരു സംഗതി ഖുർആനിൻ്റെ വെല്ലുവിളി തന്നെയാണ്. ഖുർആനിൻ്റെ വെല്ലുവിളി എന്താണ്? ഇങ്ങനെയൊക്കെ ആണെങ്കിൽ, അതായത് എല്ലാ നിലക്കും ഇത് മനുഷ്യൻ നിർമ്മിച്ചതാണെങ്കിൽ നിങ്ങൾ ഖുർആന് തുല്യമായൊരു വചനം കൊണ്ടുവരൂ എന്ന് പറഞ്ഞൊരു വെല്ലുവിളി ഉണ്ട്. ഈ വെല്ലുവിളി സത്യത്തിലെ ഒരു അബദ്ധമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതും ഞാൻ പിന്നീട് ചിന്തിച്ച് മനസ്സിലാക്കിയൊരു സംഗതിയാണ്. ഇത് അബദ്ധമാണ് എന്ന് പറയാനുള്ള കാരണം, ഒരു കാര്യത്തിന് തുല്യമായി മറ്റൊന്ന് കൊണ്ടുവരാൻ കഴിയില്ല. ഒരു കവിതക്ക് തുല്യമായി മറ്റൊരു കവിത, ഒരു കഥക്ക് തുല്യമായി മറ്റൊരു കഥ കൊണ്ടുവരാൻ കഴിയില്ല. ഒന്നുകിൽ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മറ്റൊന്ന് എഴുതുക, അല്ലെങ്കിൽ കോപ്പി അടിക്കുക. അതല്ലാതെ തുല്യമായ മറ്റൊരു സംഗതി ഇതിനോട് വളരെ തുല്യമായ എന്നാൽ തീർത്തും മറ്റൊന്നായ ഒരു സംഗതി കൊണ്ടുവരിക എന്നുള്ളത് തീർത്തും അസാധ്യമായ ഒരു സംഗതിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അതല്ല, എൻ്റെ മനസ്സിലാക്കൽ തെറ്റാണെങ്കിൽ ഖുർആന് തുല്യമായ ഒരു സംഗതി ഇത് ദൈവികമാണ് എന്നതിൻ്റെ തെളിവാണ് ഖുർആന് തുല്യമായ ഒരു സംഗതി മറ്റൊരാൾക്കും കൊണ്ടുവരാൻ കഴിയാത്തത് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, വിശ്വാസികൾ പറയുന്നതെങ്കിൽ, അവിടെ നിങ്ങൾ മറ്റൊരു കാര്യം പറയാതെ പറയുന്നുണ്ട്. ഈ ഒരു ഖുർആൻ അല്ലാത്ത മനുഷ്യനിർമ്മിതമായ മറ്റേത് ഗ്രന്ഥത്തിനും മറ്റേത് കൃതിക്കും തുല്യമായൊരു കൃതി നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന് നിങ്ങൾ അവിടെ പറയാതെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു വെല്ലുവിളി തിരിച്ചു വെക്കുകയാണ്. എന്താന്ന് വെച്ചാൽ, ഇവിടെ ബൈബിൾ ഉണ്ട്, അതുപോലെ ഭഗവത്ഗീത ഉണ്ട്, അല്ലേ? ഇതൊന്നും ദൈവികമല്ല നിലവിൽ എന്നാണല്ലോ വിശ്വാസികളുടെ വാദം. ഈ പറയുന്ന ഭഗവത്ഗീതയും ബൈബിളും ഈ ഗ്രന്ഥങ്ങളുടെ മൂലഭാഷയിലുള്ള ആ ഗ്രന്ഥങ്ങളോട് കിടപിടിക്കുന്ന തുല്യമായ ഗ്രന്ഥങ്ങൾ നിങ്ങളൊന്ന് കൊണ്ടുവന്ന് കാണിച്ചു തരും. അത് നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളങ്ങോട്ട് പറഞ്ഞാൽ പോരാ. പിന്നെയോ അതാത് മതത്തെ അംഗീകരിക്കുന്ന ആ മൂലഭാഷയിലെ ഏറ്റവും വിദഗ്ധരായ പണ്ഡിതന്മാർ അംഗീകരിച്ച് തരണം ഇതിന് തുല്യമാണ്. ഈ വെല്ലുവിളി ഏറ്റെടുത്ത് കൊണ്ടുവന്ന ആളുകൾ ഈ അവതരിപ്പിച്ച ഗ്രന്ഥം ഈ പറയുന്ന ബൈബിളിന് തുല്യമാണ്, മറ്റൊരു ഗ്രന്ഥം അത് ഭഗവത്ഗീതക്ക് തുല്യമാണ്, സംസ്കൃതത്തിൽ ഇതിനെ വെല്ലാൻ ഇനി പറ്റൂല, അത്രത്തോളം തുല്യമാണ് എന്ന രീതിയിൽ സംസ്കൃതത്തിൽ ഈ ഒരു ഭഗവത്ഗീതക്ക് തുല്യമായി ഇനി മറ്റൊരു ഗ്രന്ഥം കൊണ്ടുവരാൻ കഴിയില്ല. അതുപോലെ മറ്റേ ബൈബിളിൻ്റെ മൂലഭാഷയിൽ ഈ ബൈബിളിന് തുല്യമായി ഇവർ കൊണ്ടുവന്ന പോലെ ഗ്രന്ഥം ഇനി കൊണ്ടുവരാൻ കഴിയില്ല എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇതിന് തുല്യമായ ഒരു ഗ്രന്ഥമാണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന രീതിയിലുള്ള ഒരു സംഗതി നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ? അങ്ങനെ തുല്യമായ ഒരു സംഗതി നിങ്ങൾ കൊണ്ടുവരാണെങ്കിൽ ആ ഒരു വെല്ലുവിളി തീർത്തും വാല്യബിൾ ആയൊരു വെല്ലുവിളിയാണ്, അത്ര അബദ്ധമായൊരു വെല്ലുവിളി അല്ല എന്ന് തന്നെ ഞാൻ തിരുത്തി പറയും. അതായത് ഖുർആനിന് തുല്യമായത് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ കൊണ്ടുവരൂ എന്ന് പറയുന്ന വെല്ലുവിളി ഒരു അബദ്ധമല്ല എന്ന് ഞാൻ തിരുത്തി പറയും. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വെല്ലുവിളി ഏറ്റെടുക്കുക. എൻ്റെ വെല്ലുവിളി ആദ്യം ഏറ്റെടുക്കുക. എങ്ങനെയാണ് ഈ തുല്യമായത് കൊണ്ടുവരിക എന്നുള്ളത് ഭഗവത്ഗീതയുടെയും ബൈബിളിൻ്റെയും മൂലഭാഷയിൽ നിന്നുള്ള കൃതികൾക്ക് തുല്യമായവ കൊണ്ടുവന്നുകൊണ്ട് നിങ്ങളൊന്ന് ഈ വെല്ലുവിളി ഒന്ന് ഏറ്റെടുക്കണം, എന്നിട്ടത് കാണിച്ചു തരണം. അങ്ങനെ ആണെങ്കിൽ നമുക്ക് നോക്കാം ഈ ഒരു ഖുർആന് തുല്യമായത് കൊണ്ടുവരാൻ കഴിയുമോ ഇല്ല എന്നുള്ളത്. ഈ ഖുർആന്റെ വെല്ലുവിളി സംബന്ധിച്ച് പറയുന്ന സമയത്ത് ഇത്രത്തോളം സാഹിത്യഭംഗി പിന്നെ എവിടെ നിന്ന് വന്നു, എത്രത്തോളം ഈണം എവിടുന്ന് വന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമായൊരു സംഗതി മാത്രമായിട്ട് ഞാൻ അതിനെ കാണുന്നുള്ളൂ. കാരണം കവികളുടെ ഒരു വലിയ സമൂഹത്തിൽ, ആ ഒരു കവികൾക്ക് വലിയ പ്രാധാന്യമുള്ളൊരു സംസ്കാരത്തിൽ വളർന്നു വന്നയാളിൽ നിന്ന്
നിർഗളിക്കുന്ന വചനങ്ങൾ ആ രീതിയിൽ തന്നെ ഈണമുള്ളതായിരിക്കും എന്നുള്ളത് സ്വാഭാവികമായൊരു സംഗതിയായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ലാതെ ഒരു പുതുമയുള്ള സംഗതി ആയിട്ടല്ല. ഇത് കവിതയല്ല എന്നൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ പ്രാസവും ഈണം ഒപ്പിച്ചിട്ടുള്ള ആ ഒരു ശൈലി അത് മറ്റൊരു രീതിയിലുള്ള കവിതയായിട്ട് മനസ്സിലാക്കാനേ ഉതകുന്നുള്ളൂ. എൻ്റെ ആ ഒരു ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ശാസ്ത്രത്തിൻ്റെയൊക്കെ കാര്യത്തിലും ചരിത്രത്തിൻ്റെ കാര്യത്തിലൊക്കെ അന്നത്തെ ജനങ്ങളിൽ ഉണ്ടായിരുന്ന അറിവുകളുമായി ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന ഖുർആൻ എഴുതപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അന്നത്തെ ജനങ്ങളിൽ നിന്നുണ്ടാകാവുന്ന അപര്യാപ്തതകളും അറിവിൻ്റെ ആ ഒരു അതേ രൂപവും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അന്നത്തെ ആളുകളുടെ അറിവ് എങ്ങനെയാണോ ആ രീതിയിലുള്ളതും അവരുടെ അപര്യാപ്തതകൾ എന്തൊക്കെയായിരുന്നു ആ രീതിയിലുമുള്ള സംഗതികളൊക്കെ നമുക്ക് ഖുർആനിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ പരന്ന ഭൂമിയൊക്കെ ഉണ്ടല്ലോ, ഖുർആനിലെ ഭൂമി പരന്നതല്ല എന്നൊക്കെ പറഞ്ഞ് പല സമർത്ഥനങ്ങളും വരുന്നുണ്ടെങ്കിലും ഖുർആനെ മനസ്സിലാക്കിയ മുഫസ്സിറുകളിൽ പലരും എഴുതി വെച്ചിട്ടുള്ളത് ഖുർആനിലെ ഭൂമി പരന്നതാണ് എന്ന രീതിയിലാണ്. പിന്നെ അതേപോലെ തന്നെ സൂര്യൻ്റെ അസ്തമയം സംബന്ധിച്ചൊക്കെ അവർ ശുദ്ധമായ അബദ്ധങ്ങൾ ഖുർആനിനെ ബേസ് ചെയ്തിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഏതായാലും ഇതൊക്കെ ആ ഒരു അന്നത്തെ കാലത്തെ ആളുകളുടെ അറിവുമായി ബന്ധപ്പെട്ട സംഗതിയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഇത്തരം കാര്യങ്ങൾ ഞാൻ പറയുന്ന സമയത്ത് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് കീഴടക്കാനോ ഉള്ള ശ്രമങ്ങൾ വിജയിക്കില്ല. അത്തരത്തിൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയല്ല, അല്ലെങ്കിൽ ഒരു തർക്ക വിജയത്തിന് ശേഷം മറ്റൊരു രീതിയിൽ വിജയിക്കാനായില്ല എന്നതിൽ നിന്നല്ല ഒരാളുടെ ബോധ്യം വരുന്നത്. അയാളുടെ ബോധ്യം എന്നുള്ളത് നിത്യമായ പഠനങ്ങളിലൂടെ മനസ്സിലാക്കലുകളിലൂടെയൊക്കെ വരുന്നതാണ്. ഇനി ഒരു തർക്കത്തിലൂടെ ജയിച്ചാലും പരാജയപ്പെട്ടാലും അവിടെ നിന്ന് എന്ത് ബോധ്യമാണോ ലഭിക്കുന്നത് അതാണ് അയാളുടെ നിലപാടിനെ നിർണ്ണയിക്കുന്നത്. അല്ലാതെ ആ തർക്കത്തിൽ പരാജയപ്പെട്ടോ ജയിച്ചോ എന്നുള്ളതല്ല. അവിടെ ലഭിച്ച അറിവ് അല്ലെങ്കിൽ അവിടെ സമർത്ഥിക്കപ്പെട്ട അറിവ് മൂല്യമുള്ളതാണെങ്കിൽ ആ രീതിയിൽ മനസ്സിലാക്കപ്പെടുമ്പോഴാണ് അതൊരു ബോധ്യമായ നിലപാടായി മാറുള്ളൂ. അല്ലാതെ കുറെ സമ്മർദ്ദങ്ങൾ ചെലുത്തിയത് കൊണ്ടോ താർക്കിക യുക്തി കൊണ്ട് തർക്കിച്ച് ജയിച്ചത് കൊണ്ടോ ഒരു കാര്യം സത്യമാവുകയോ ഒരാളിൽ നിന്നും സത്യത്തെ കൃത്യമായി അനുധാവനം ചെയ്യുന്ന നിലപാടുണ്ടാവുകയോ ചെയ്യൂല. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. കാരണം ഒരുപാട് പേരെ വിശ്വാസികൾ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടും മറ്റു പല രീതിയിലും ഒക്കെ വിശ്വാസത്തിൽ തുടരാൻ നിർബന്ധിക്കുകയും വിശ്വാസത്തിലേക്ക് തിരിച്ചു വരാൻ നിർബന്ധിക്കുകയും ചെയ്യാറുണ്ട്. ആ ഒരു പരിപാടി തീർത്തും മോശമായ ഒന്നാണെന്നും അത്ര ഇഫക്റ്റീവായൊരു സംഗതി അല്ല എന്നും അത് ചിലപ്പോൾ നിങ്ങൾ അബൂ സുഫിയാന്റെ കുടുംബ പരമ്പരയെ പോലത്തെ ഒരു കുടുംബ പരമ്പര ഉണ്ടാക്കാൻ, ആ രീതിയിലുള്ള കുടിപ്പകളുടെ പരമ്പര ഉണ്ടാക്കാൻ ഉതകുന്നൊരു സാധനമായി മാറുകയാണ് നിങ്ങളുടെ നിലപാട് ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളോടുള്ള വിയോജിപ്പുകൾ ഇതിൻ്റെ മെയിൻ വീഡിയോ എവിടെയാണുള്ളത്, ഇൻഫിഡൽസ് ചാനലിൽ എവിടെയാണുള്ളത്, യൂട്യൂബിലാണ് മെയിൻ വീഡിയോ ഉണ്ടാകുക. യൂട്യൂബിൽ എവിടെയാണ് എന്ന് വെച്ചാൽ അവിടെ വന്ന് അതിൻ്റെ കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ അറിവ് നേടാൻ തയ്യാറാക്കുക. കേൾക്കുന്ന ആളുകൾക്ക് പല സംശയങ്ങളുണ്ടാകും, പല ആശയക്കുഴപ്പങ്ങളും ചിലപ്പോൾ ഉണ്ടാകും, അല്ലെങ്കിൽ എന്നോട് കുറേ എതിർപ്പുകളുണ്ടാകും. അപ്പോൾ ഈ എതിർപ്പിനൊക്കെ മുമ്പ് നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നതിനും ഒരുപാട് തെറികൾ പറയുന്നതിനൊക്കെ മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതൊക്കെ സത്യമാണോ, ഇതിലൊക്കെ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കണം. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കണ്ടെത്തുന്ന അറിവുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊണ്ടുവന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ അത് കാണുന്ന ആളുകൾക്ക് അതൊരു ഉപകാരമാവും. നിങ്ങൾക്ക് പറയാനുള്ളത് എന്തോ അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതാം, ഞാൻ വായിക്കും തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ തന്നെ ഞാൻ പങ്കുവെച്ച അറിവുകളിലുള്ള അപാകതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളവിടെ പങ്കുവെക്കുകയാണെങ്കിൽ അതെല്ലാം ഞാൻ വായിക്കുകയും തിരുത്തേണ്ടവ തീർച്ചയായിട്ടും തിരുത്തുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുക. ഇപ്പോൾ ഞാനിതിൽ വീണ്ടും പഠിക്കാൻ തയ്യാറാകുമ്പോൾ എനിക്കൊരു പ്രശ്നം വരുന്നത്, ഞാൻ ആദ്യം പഠിച്ചിരുന്നത് ദൈവത്തിന് വേണ്ടിയാണ് എന്നുള്ളത് പിന്നീട് വീണ്ടും നമ്മൾ പഠിക്കാൻ ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ച് അതിനൊരു പർപ്പസ് കാണാത്തതൊക്കെ എൻ്റെ ഒരു പ്രശ്നമാണ്. എന്നാൽ ഇത് കേൾക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചത് അങ്ങനെയല്ല. വിശ്വാസികളെ സംബന്ധിച്ച് ഇതിലേക്ക് വീണ്ടും പഠിക്കാൻ ഇറങ്ങുമ്പോൾ ആ ഒരു പഠനത്തിൻ്റെ ഫലമായിട്ട് അവർക്ക് ദൈവത്തിൽ നിന്ന് പ്രതിഫലം ലഭിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടല്ലോ. അപ്പോൾ ആ പ്രതീക്ഷയെ മുൻനിർത്തി നിങ്ങൾ പഠിക്കുക. ചിലപ്പോൾ ഞാൻ എത്തിയിടത്ത് നിങ്ങളെത്തും, അല്ലെങ്കിൽ ഒരിടത്ത് നിങ്ങളെത്തും. എവിടെ ആയാലും നിങ്ങൾക്ക് ഗുണമായിരിക്കും എന്നാണ് പറയാനുള്ളത്. അപ്പോൾ പഠിക്കാൻ തയ്യാറാവുക. നിങ്ങൾ ജസ്റ്റ് കേൾക്കുക, അല്ലെങ്കിൽ അന്ധമായി നിങ്ങളുടെ പണ്ഡിതന്മാരെ പിന്തുടരുക, നിങ്ങൾ അംഗീകരിക്കുന്ന ആളുകൾ എന്താണോ പറയുന്നത് അത് അങ്ങനെ തന്നെ എന്ന് പറയുക എന്നുള്ളതിന് പുറമെ നിങ്ങൾ ഇതിനൊക്കെ ഒന്ന് പഠിക്കാൻ തയ്യാറാവുക.
നിങ്ങൾ ഖുർആന് പഠിക്കാൻ തയ്യാറാവുക. ഖുർആൻ്റെ പരിഭാഷകളിലൂടെ അതിനെ വായിച്ച് മനസ്സിലാക്കാനും അതിൻ്റെ ആയത്തുകളുടെ വചനങ്ങളുടെ പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കാൻ, അതുപോലെ ഹദീസുകൾ വായിക്കാൻ, ചരിത്രങ്ങൾ പഠിക്കാനൊക്കെ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ എത്തിച്ചേരുന്ന കുറേ സ്ഥലങ്ങളുണ്ട്, കുറേ ചോദ്യങ്ങളുണ്ട്. ഏകദേശം ഞാൻ എത്തിച്ചേർന്ന സ്ഥലങ്ങളെ നിങ്ങളും കണ്ടെത്തും. അതിന് നിങ്ങൾ തയ്യാറാവണം. ഈ ഒരു രീതിയിലുള്ള അറിവിൻ്റെ യാത്രക്കായിട്ട് നിങ്ങൾ തയ്യാറാവണം ആദ്യം. പിന്നെ ഒരു ചോദ്യം വരാറുള്ളത്, എന്തിനാണ് വിമർശിക്കുന്നത്? മതവിശ്വാസം ഉപേക്ഷിച്ചാൽ പോരെ, പിന്നെ എന്തിനാണ് വിമർശിക്കുന്നത് എന്നുള്ളതാണ്. വിമർശനം നിരുത്സാഹപ്പെടുത്തേണ്ട ഒന്നല്ല. കാരണം ഇനി ഖുർആൻ്റെ കേസിൽ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ ഖുർആൻ മറ്റുള്ളവരെ വിമർശിച്ചുകൊണ്ടാണല്ലോ, അന്നത്തെ മറ്റു മതസ്ഥരെ വിമർശിച്ചുകൊണ്ടാണല്ലോ അത് രംഗപ്രവേശനം ചെയ്യുന്നത്, അത് മറ്റുള്ളവരിലേക്ക് അതിൻ്റെ ആശയത്തെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ വിമർശനം, ഇവരുടെ ആശയങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കണമെങ്കിൽ വിമർശനം വേണം. അതൊരു ആവശ്യമായ സംഗതിയാണ്. എന്ന് മാത്രമല്ല, ഈ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ള സംഗതികളെക്കുറിച്ച്, ആശയങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുള്ളൂ. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല. അപ്പോൾ ചിന്തകൾ ഉണരാൻ, പഠനങ്ങൾ സജീവമാകാൻ, ചിന്തകൾ സജീവമാകാൻ ഒക്കെ ഈ പറയുന്ന വിമർശനങ്ങൾ വളരെ ഗുണകരമാണ്. ഈ പറയുന്ന മതങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ മതങ്ങളെല്ലാം ഒരേപോലത്തെ സംഗതികൾ തന്നെയാണ്. അത് ഒന്നിൽ നിന്നും മറ്റൊന്ന് ഒരു ദൈവികമായ ഔന്നത്യമുള്ളൊന്നല്ല എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വിമർശനം നിലനിൽക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ളൊരു സ്പേസ് അവിടെ ഉണ്ടാകുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളാണ് ഏറ്റവും ഉത്തമർ, മറ്റവർ അധമർണർ എന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് എല്ലാവർക്കും ഉണ്ടാകും. ഈ പറയുന്ന വിമർശനങ്ങൾ തന്നെയാണ് ഇവിടെയുള്ള മതങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെ, ഏറ്റക്കുറച്ചിലുകളൊക്കെ കുറക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള സംഗതി. വിമർശനാത്മകമായ കാഴ്ചപ്പാടും പഠനങ്ങളും വിമർശനങ്ങളും ഒക്കെ തന്നെ. അല്ലാതെ ഇത് ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ അങ്ങോട്ടായി മാറുന്നതല്ല. അതുകൊണ്ട് തന്നെ വിമർശനം എന്നുള്ളത് തീർച്ചയായും ഒരു അനിവാര്യമായ സംഗതിയായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് കരുതി എല്ലാ അവിശ്വാസികളും വിശ്വാസത്തെ ഉപേക്ഷിച്ച് എല്ലാവരും വിമർശിക്കാൻ ഇറങ്ങണം എന്നൊരു ധ്വനിയല്ല. വിമർശിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തേണ്ടതില്ല എന്നാണ് ഞാൻ പറയുന്നത്. അത് സമൂഹത്തിൽ തീർച്ചയായിട്ടും ഗുണം ചെയ്യുന്ന ഒന്നായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ മറ്റൊരു ചോദ്യം, മതവിമർശനം പകതീർക്കലാണോ എന്നുള്ളതാണ്. മതവിമർശനം ചിലർക്കൊക്കെ പകതീർക്കലാണ് എന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ അതിനെ എനിക്ക് കുറ്റം പറയണമെന്ന് തോന്നിയിട്ടില്ല. കുറ്റം പറയാൻ തോന്നാത്തതിൻ്റെ കാരണം, അത് പകതീർക്കലാകുന്നതിൻ്റെ കാരണം ഈ ഒരു മതത്തിലുള്ള ആളുകളുടെ സമീപനം തന്നെയാണ്. അതായത് ഒരാൾ അവിശ്വാസിയായി എന്ന് കേൾക്കുമ്പോഴേക്ക് അയാളെക്കുറിച്ച് ഇല്ലാത്ത കുറേ കഥകൾ മെനയാനും അയാളെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കാനും വല്ലാത്ത ത്വര കാണിക്കുന്ന വിശ്വാസികളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആരോപണങ്ങൾ, അതുപോലെ ഒറ്റപ്പെടുത്തലുകൾ, കുറ്റപ്പെടുത്തലുകൾ, ഭീഷണിപ്പെടുത്തലുകൾ, ഇവരുടെ ഉപജീവനത്തിന് വിഘാതമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതെല്ലാം ഈ വ്യക്തികൾക്ക് ഈ മതവിശ്വാസം ഉപേക്ഷിച്ച വ്യക്തികൾക്ക് ഉള്ളിൽ പകയുണ്ടാക്കുന്ന ഒന്നായി മാറുന്നുണ്ട്. അവർക്ക് പേടിയും പകയും ഒക്കെ ഉണ്ടാക്കാൻ ഇത് നല്ല പോലെ കാരണമാകുന്നുണ്ട് എന്നുള്ളത് വിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ അത്തരത്തിൽ ഭയം തോന്നുന്ന ഒന്നിനോട് പകയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇത് അബദ്ധമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരുപാട് കാലം ഇവരുടേത് ഇതിൽ പോയി എന്ന് മനസ്സിലാക്കിയിട്ടൊക്കെയാണ് പലരും ഈ ഒരു മതവിശ്വാസം ഉപേക്ഷിക്കുന്നത്. എന്നിട്ടും ഇവിടെ പലരും വന്നിട്ട് പറയാണ്, നിങ്ങൾക്കൊന്നും അറിയില്ല, നിങ്ങളൊന്നും പഠിച്ചിട്ടില്ല, നിങ്ങൾ വെറുതെ അതിനുവേണ്ടി ഇത് ചെയ്യാണ്, ഇതിനു വേണ്ടി അത് ചെയ്യാണ് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ ഒരു മനസ്സുമടുപ്പും അതിനെ തുടർന്നുള്ള ഒരു ദേഷ്യവും ഒക്കെ ഇവർക്കുണ്ടാവുക സ്വാഭാവികമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. എന്നാൽ അതൊരു പകതീർക്കല് ഒരു മെത്തേഡായി എടുക്കുക എന്നുള്ളത് എനിക്ക് യോജിപ്പുള്ള കാര്യമൊന്നുമല്ല. ശരിക്കും അവിശ്വാസികളോട് അവർ സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ അവരോട് സംസാരിക്കാനും സംവദിക്കാനും ചർച്ചകൾക്കൊക്കെയാണ് തയ്യാറാവേണ്ടത്. അല്ലാതെ നിരന്തരമായ സംഭാഷണങ്ങൾക്ക് കളമൊരുക്കുക ഉള്ള ഒരു സംഗതി ചെയ്യാതെ അവരെ പല രീതിയിൽ ഉപദ്രവിക്കാൻ ഉള്ളൊരു ശ്രമങ്ങളാണ് നടത്തുന്നതെങ്കിൽ ആ ഒരു രീതിയിൽ മതവിശ്വാസം ഉപേക്ഷിച്ച് വരുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു മതസമൂഹത്തോടുള്ള പകയും ദേഷ്യവും അതങ്ങനെ നിലനിൽക്കും. അത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഒരു ചോദ്യം, മതം ഉപേക്ഷിച്ചപ്പോഴുണ്ടായ നെഗറ്റീവായ മാറ്റം എന്താണുള്ളതാണ്.
നെഗറ്റീവായിട്ടൊരു വലിയ മാറ്റം ആദ്യത്തിൽ സംഭവിച്ചിരുന്നു. ഈ ഒരു വിശ്വാസം ഇല്ലാതെ ആയപ്പോൾ ഞാൻ ഇത്രയും കാലം ദൈവികമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നടന്നിരുന്ന മതം ദൈവികമല്ല എന്നൊരു തിരിച്ചറിവ്, പൂർണ്ണമായ തിരിച്ചറിവിലേക്ക് എത്തിയപ്പോൾ വല്ലാത്തൊരു നഷ്ടബോധം എന്നെ സംബന്ധിച്ചുണ്ടായിരുന്നു. അതിൻ്റെ കാരണം എനിക്ക് ഭൗതികമായ പഠനങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഞാൻ ഈ മതത്തിനെ തന്നെ സ്വീകരിക്കുന്നതും അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും. പിന്നെ അതേപോലെ തന്നെ മതം പഠിക്കുന്ന സമയത്തും ഡിഗ്രിയോ മറ്റും നോക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടും അതുപോലും വകവെക്കാതെ ഇതിനായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കണം എന്നുള്ളൊരു ചിന്തയിലേക്ക് ഞാൻ എത്തുന്നത് പോലും അങ്ങനെ ആകുമ്പോഴാണല്ലോ പരലോകത്ത് കൂടുതൽ പരിഗണന എന്നുള്ള ചിന്ത കൊണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ വെറുതെ ആയല്ലോ, ഒരുപാട് സമയം എൻ്റെത് വെറുതെ പോയല്ലോ എന്നുള്ള ചിന്ത അത് എന്നെ ഭയങ്കരമായിട്ട് ഡസ്പാക്കി കളഞ്ഞു. ഭയങ്കരമായിട്ട് എൻ്റെ എനർജി ഫുള്ള് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞു. എനിക്ക് വല്ലാത്തൊരു നിരാശ ബാധിച്ചു. ഞാൻ എൻ്റെ ഒരുപാട് സമയം കളഞ്ഞല്ലോ, മറ്റൊരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തേണ്ട വർഷങ്ങൾ ഞാൻ കളഞ്ഞു കുളിച്ചല്ലോ എന്നുള്ളൊരു തിരിച്ചറിവ് എന്നെ വല്ലാതെ ഡസ്പാക്കി കളഞ്ഞു. അതാണ് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു മാറ്റം എന്ന് പറയാവുന്നത്. അതേ ഉണ്ടാവുള്ളൂ. ആ ഒരു നെഗറ്റീവായ മാറ്റം കൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ പറയുന്ന മതപ്രബോധനം, മതപ്രചരണം ഇതൊക്കെ ലക്ഷ്യമായി കണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. ആത്യന്തിക ലക്ഷ്യമായി കണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. ഞാൻ ആ ഒരു ലക്ഷ്യമില്ലാതെ ആയപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യചിഹ്നം എൻ്റെ മുമ്പിൽ വന്നു നിന്നു. പിന്നെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പെട്ടു. ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യണമെന്നും എങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് പിന്നീട് എൻ്റെ ലൈഫ് സെറ്റ് ചെയ്യണമെന്നും എനിക്കറിയാതെ പോയി. പിന്നെ ഒരു വല്ലാത്ത അനിശ്ചിതത്വം. അതിനു മുമ്പ് ഉണ്ടായിരുന്ന അനിശ്ചിതത്വത്തിന് ഞാൻ നേരിട്ടത് മതം കൊണ്ടായിരുന്നു. എന്നാൽ പിന്നീട് വന്ന അനിശ്ചിതത്വത്തിനെ എങ്ങനെ നേരിടണം എന്ന് എനിക്ക് പിടിയില്ലാതെ പോയി. മതം കാരണം ഉണ്ടായ ഒരു വല്ലാത്ത അനിശ്ചിതത്വം, വല്ലാത്തൊരു ശൂന്യത, അതിനെ എങ്ങനെ നികത്തണം, എങ്ങനെ ഈ ഒരു അനിശ്ചിതത്വത്തെ ഇല്ലാതാക്കണം എന്നുള്ള ചോദ്യം ഇപ്പോഴും എൻ്റെ മുമ്പിലുണ്ട്. ഈ ഒരു ജീവിതത്തിൽ ഇനി ഇതിനെ എങ്ങനെ നേരാക്കണം, ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ വർഷങ്ങൾ, ആ ഒരു നഷ്ടപ്പെടുത്തി കളഞ്ഞ സമയം, എനിക്ക് നേടാമായിരുന്ന കാര്യങ്ങൾ ഇനി എങ്ങനെയൊക്കെ നേടിയെടുക്കണം, എങ്ങനെയൊക്കെ ഇതിനെ ചിട്ടപ്പെടുത്തണം എന്നുള്ള ചോദ്യങ്ങൾക്ക് ഒരു കൃത്യമായ ഉത്തരം എനിക്കിപ്പോഴും ഇല്ല. ഇതാണ് നെഗറ്റീവായിട്ടുള്ളൊരു മാറ്റം എന്ന് പറയാവുന്നത്. എന്നാൽ ഇതിനൊരു കൃത്യമായ ഉത്തരം കണ്ടെത്താൻ കഴിയുന്നതോടുകൂടി ആ ഒരു സംഗതി അവിടെ നികത്തപ്പെടും. അല്ലാത്ത എല്ലാം കൊണ്ടും എനിക്ക് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിശ്വാസരാഹിത്യം കൊണ്ട്, അല്ലെങ്കിൽ മതം എന്ന സംഗതി ഒരു കഥയാണ്, അതല്ലാതെ ദൈവികമല്ല എന്ന തിരിച്ചറിവ് കൊണ്ട് എനിക്ക് ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ഉണ്ടാവുന്നത്. പിന്നെ അവിശ്വാസി ആയതുകൊണ്ട് ഉള്ള പോസിറ്റീവായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഈ മതത്തിനു വേണ്ടി ചെലവഴിച്ചിരുന്ന ഒരുപാട് സമയങ്ങൾ എൻ്റെ ദിവസങ്ങളിൽ ലാഭം കിട്ടി എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ നിരന്തരമായി ഉണ്ടായിരുന്ന ഭയം. ഇത് മതം സമാധാനമാണെന്നൊക്കെ പറയുമെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് മതത്തിൽ നിന്നപ്പോൾ സമാധാനമൊന്നും കിട്ടിയിട്ടില്ല. ഓരോ സമയത്ത് എനിക്ക് ഭയമായിരുന്നു. ഞാൻ തെറ്റുകൾ ചെയ്തു പോകുമോ, ചെയ്ത തെറ്റുകളുടെ പേരിൽ ഞാൻ ശിക്ഷിക്കപ്പെടുമോ എന്നുള്ള പേടി. അതുപോലെ തന്നെ കരഞ്ഞ് എത്രയോ തവണ ഇസ്ലാമിൽ തെറ്റാണെന്ന് പറയും, എന്നാൽ എനിക്കോ മറ്റുള്ളവർക്ക് പ്രത്യേകിച്ച് ദോഷം ഉണ്ടാക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് വന്നാൽ പോലും ഞാൻ അതിനൊരുപാട് കരയുകയും തൗബ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ഉള്ളിലുള്ള പേടി കൊണ്ടാണ്, വല്ലാത്ത പേടി കൊണ്ടാണ്. ഈ ഒരു പേടി നിരന്തരമായി എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരു പേടി ഇല്ലാതാവുകയും ശരിയായ സമാധാനം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഇസ്ലാം സമാധാനമാണ് അല്ലെങ്കിൽ മതം സമാധാനമാണെന്ന് പറയുമ്പോൾ എന്താണ് സമാധാനം, എവിടെയാണ് സമാധാനം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്കതിലുണ്ടായിരുന്ന സമയത്ത് ഈ പറയുന്ന സമാധാനം കിട്ടിയിട്ടില്ല. എന്നാൽ ഇത് ഉപേക്ഷിച്ച സമയത്ത് എനിക്ക് ആ സമാധാനം കിട്ടിയിട്ടുണ്ട്. മാനസികമായിട്ട് അങ്ങനെ ഒരു വലിയ ഭയമില്ലാതെ ജീവിക്കാൻ പറ്റി. അതുപോലെ എനിക്ക് ചിന്തിക്കാൻ തന്നെ പേടിയായിരുന്നു. ഈ ചിന്തകൾ കാരണം ഇത് എന്തെങ്കിലും തെറ്റായ രീതിയിലേക്ക് എത്തിപ്പെടുമോ എന്ന രീതിയിലുള്ള പേടികൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇത് ഇല്ലാതെയായി. ഞാൻ പലപ്പോഴും പല ചിന്തകളും ചിന്തിച്ചിരുന്ന തന്നെ പേടിച്ചുകൊണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആർക്കും പണയം വെക്കാതെ, ആരെയും പേടിക്കാതെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളൊരു സംഗതി. അപ്പോൾ സമയലാഭവും ആർക്കും പണയം വെക്കാത്ത ചിന്തകളും എനിക്കിന്ന് സ്വന്തമായുണ്ട്. അതിന് കാരണം ഈ ഒരു പറയുന്ന അവിശ്വാസമാണ്. ഈ പറയുന്ന അവിശ്വാസം കാരണമായിട്ടുണ്ടായൊരു പോസിറ്റീവായ മാറ്റമാണ്. അതുപോലെ തന്നെ എത്ര തന്നെ മതസമത്വവും എത്ര തന്നെ മതസൗഹാർദ്ദമൊക്കെ പറഞ്ഞാലും
നമ്മളാണ് കുറച്ച് മുന്തിയത്, നമ്മളാണ് കുറച്ച് മുകളിലുള്ളത്, ബാക്കിയുള്ളവരൊക്കെ പിറകിലാണ് താഴെയാണ് എന്ന രീതിയിലുള്ള ചിന്തകൾ, ആ തരത്തിലുള്ള ചിന്തകളൊക്കെ പോയിട്ട് എല്ലാ മനുഷ്യരെയും ഒരേപോലെ കാണാൻ പറ്റുക എന്നുള്ളതും ഒരു വലിയ പോസിറ്റീവായിട്ടുള്ള മാറ്റമാണ്. പിന്നെ ഒരു നിലക്കും ഇവരുമായിട്ട്, അവിശ്വാസികളുമായി, അമുസ്ലിങ്ങളുമായി കൂട്ടുകൂടരുത് എന്ന് തന്നെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും. എന്നാൽ ഇനി ആ ഒരു പഠിപ്പിക്കലിൻ്റെയോ ആ ഒരു താക്കീതിൻ്റെയോ അകമ്പടികൾ ഉണ്ടാവില്ലല്ലോ, ഇനി അത് സഹിക്കേണ്ടതില്ലല്ലോ എന്നുള്ള ഒരു തിരിച്ചറിവ്, ഒരാശ്വാസം, ഇതൊക്കെ ഈ ഒരു മതനിരാസം കൊണ്ട് അല്ലെങ്കിൽ അവിശ്വാസം കൊണ്ട് എനിക്ക് കിട്ടിയ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ്. പിന്നെ നമ്മൾ നിലനിൽക്കുന്നൊരു സമൂഹം അതെങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. സമൂഹം, എൻ്റെ മനസ്സിലുള്ളൊരു സമൂഹം എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിൽ എല്ലാവരും അവരവരുടെ സ്പേസ്, ഒരു പേഴ്സണൽ സ്പേസ്, വ്യക്തിപരമായ ഇടങ്ങളെ മാനിക്കുന്നവരായിരിക്കണം. അതുപോലെ തന്നെ മറ്റൊരാളുടെ വ്യക്തിപരമായ സമയങ്ങൾ, വ്യക്തിപരമായ സ്ഥലങ്ങൾ, ആ ഒരു സ്പേസ്, അതിനൊക്കെ മാനിക്കാൻ മനുഷ്യൻ പഠിക്കണം. ഒരു പരസ്പര ബഹുമാനമുള്ളവരായിരിക്കണം. ഒരിക്കലും തൻ്റെ കാര്യത്തിന് വേണ്ടി ചെയ്യുന്ന സംഗതികൾ മറ്റൊരാൾക്ക് ഉപദ്രവമായി മാറുന്ന രീതിയിൽ ഒരിക്കലും ഒരാൾ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഉപദ്രവമാകാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം. ഈ രീതിയിലുള്ള ഒരു സമൂഹത്തിനെയാണ് ഞാൻ എൻ്റെ മനസ്സിൽ സ്വപ്നം കാണുന്നത്. അത്തരമൊരു സമൂഹത്തിനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ പരസ്പരം മനസ്സിലാക്കുന്ന, എല്ലാവർക്കും തുല്യമായ ഇടമുള്ള ഒരു സമൂഹം, മറ്റുള്ളവരുടെ ഇടങ്ങളിലേക്ക് അനുവാദമില്ലാതെ കയറി ചെല്ലാത്ത ഒരു സമൂഹം, മറ്റുള്ളവരുടെ സമ്മതത്തെ എങ്ങനെ മനസ്സിലാക്കണമെന്നറിയുന്ന ആ രീതിയിൽ ആ സമ്മതത്തെ ലഭിച്ചാൽ മാത്രം അവരിലേക്ക് മറ്റൊരു രീതിയിൽ മൂവ്മെൻ്റ് എടുക്കുന്ന, എന്നാൽ ആ സമ്മതമില്ലെങ്കിൽ ഒരു രീതിയിലും അവരെ ശല്യപ്പെടുത്താത്ത ഒരു സമൂഹം, ആ ഒരു സമൂഹത്തെയാണ്, അത്തരമൊരു സമൂഹത്തെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി വിശ്വാസികളോട് എന്താണ് പറയാനുള്ളത്? വിശ്വാസികളോട് പറയാനുള്ള കാര്യങ്ങൾ, ഒന്നാമതായിട്ട് പറയാനുള്ളത്, അവിശ്വാസിയായ ഒരാളെ കാണുമ്പോൾ നിങ്ങൾ അയാൾ അറപ്പോടെയും വെറുപ്പോടെയും കൂടി നോക്കാതിരിക്കുക. ആ രീതിയിൽ അവർക്കെതിരെ നടത്തുന്ന വിദ്വേഷ പ്രചരണങ്ങളിൽ നിങ്ങൾ പങ്കാളികളാവാതിരിക്കുക. അത് നിങ്ങൾക്ക് തന്നെ ദോഷം ചെയ്യും. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ എന്ന് പറയുന്നത് പോലുള്ള ഒരു പ്രവർത്തനമായി മാറും അത്, ആ രീതിയിലുള്ള വിദ്വേഷ പ്രവർത്തനങ്ങൾ. പിന്നെ ഭൗതികമായ കുറേ നേട്ടങ്ങൾ കണ്ടതുകൊണ്ടാണ് ഓരോരുത്തരും മതം ഉപേക്ഷിക്കുന്നത് എന്നുള്ളതൊരു അന്ധമായ ധാരണ മാത്രമാണ്, അല്ലാതെ ഒരു ശരിയായ ധാരണയല്ല അത്. ഒരുപാട് പേര് മതം ഉപേക്ഷിക്കുന്നത് ഇത് അവർ കരുതിയ പോലെ ഒരു ദൈവികമായ സംഗതിയല്ല എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിൽ മാനവിക വിരുദ്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. പലർക്കും പല പല വീക്ഷണങ്ങളുണ്ട്. അപ്പോൾ അതിനെ മനസ്സിലാക്കുക എന്നല്ലാതെ നിങ്ങളൊരു മുൻവിധിയോടുകൂടി ഇത് ഒരു പെണ്ണിന് വേണ്ടിയാണ്, പണത്തിന് വേണ്ടിയാണ്, പ്രശസ്തിക്ക് വേണ്ടി എന്നുള്ളൊരു മുൻവിധിയോട് കൂടിയിട്ട് സമീപിക്കുന്നത് നിർത്തണം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ അവരുടെ ഒരു ഇടത്തിനെ മാനിക്കണം. ഈ അവിശ്വാസികളുടെ ഒരു ഇടത്തിനെ, പേഴ്സണൽ സ്പേസിനെ, അവരുടെ സമയത്തിനൊക്കെ നിങ്ങൾ മാനിക്കണം. അല്ലാതെ അവർ അവിശ്വാസിയായി എന്നതിൻ്റെ പേരിൽ നിങ്ങൾ അവരുടെ പിന്നാലെ കൂടി അവരിഷ്ടപ്പെടാത്തിടത്തോളം അവരെ കയറി ഉപദേശിക്കുന്നതും, അതുപോലെ അവരുടെ ഉപജീവന മാർഗങ്ങളിലും മറ്റൊക്കെ നിങ്ങൾ കൈയിടുന്നതും, നിങ്ങൾ അവരെ തടസ്സപ്പെടുത്തുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർത്തണം. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ വിനയായി മാറും എന്നുള്ളതാണ് ഒന്ന് വിശ്വാസികളോട് പറയാനുള്ളത്. അതുപോലെ തന്നെ വിശ്വാസികളോട് പറയാനുള്ള മറ്റൊരു കാര്യം, തോന്നുന്നതെല്ലാം ഒരു മനുഷ്യന് ചെയ്യാനൊന്നും കഴിയില്ല. താൻ തോന്നിയ തരത്തിന് വേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും, തനിക്ക് തോന്നുന്നതെല്ലാം ചെയ്യാൻ, തൻ്റെ എല്ലാ ഇഷ്ടങ്ങളും നടപ്പിലാക്കാനാണ് ഓരോരുത്തരും മതരഹിതരാകുന്നത് എന്നാണ് പൊതുവെയുള്ള പ്രചരണം. അങ്ങനെ തോന്നുന്നതെല്ലാം ചെയ്യാനൊന്നും മനുഷ്യന് കഴിയില്ല. ചുറ്റുമുള്ളവരുടെ നിലനിൽപ്പ് കൂടി മാനിച്ചുകൊണ്ട് ഏതൊരു കാര്യവും ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെയല്ലാതെ ചെയ്യുന്ന ആളുകൾ മറ്റുള്ളവർക്കൊരു ത്രെറ്റായി മാറും, ഭീഷണിയായി മാറും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ ഇയാൾക്കെതിരെ തിരികുകയും ഇയാളുടെ നിലനിൽപ്പ് അവിടെ ഇല്ലാതാവുകയും ചെയ്യും. അപ്പോൾ ഏതൊരാൾക്കും സ്വന്തം നിലനിൽപ്പും ചുറ്റുള്ളവരുടെ നിലനിൽപ്പും നോക്കി മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അങ്ങനെ ഒന്നിച്ചുള്ള അതിജീവനം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ കൂടുതൽ കാലം ഏതൊരാൾക്കും ജീവിച്ചിരിക്കാനും കഴിയുള്ളൂ. ഇല്ലെങ്കിൽ ആയുസ് കുറഞ്ഞു കിട്ടും.
അപ്പോൾ വിശ്വാസികളോട് വീണ്ടും പറയാനുള്ളത്, നിങ്ങൾ പഠിക്കാൻ തയ്യാറാകുക. നിങ്ങൾ വിമർശനങ്ങൾ കേൾക്കുമ്പോഴേക്ക് വയലൻ്റ് ആവാതെ ആ വിമർശനങ്ങൾ പഠിക്കുക, അതിൻ്റെ കാര്യകാരണങ്ങൾ എന്തൊക്കെയെന്നുള്ളതിലേക്ക് ആഴത്തിലിറങ്ങിച്ചെല്ലാൻ നോക്കുക എന്നതാണ്. അതല്ലാതെ ഒരു വിമർശനം വരുമ്പോഴേക്ക് അവിശ്വാസം ഒരാൾ പ്രഖ്യാപിക്കുമ്പോഴേക്ക് അയാളെ ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും ദ്രോഹിക്കാനും നിൽക്കുന്നൊരു പ്രവണത, അത് ഒട്ടും ഗുണകരമല്ല എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഉണ്ടാവേണ്ട കാര്യമാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും നിലനിൽപ്പിനെ വക വെച്ച് കൊടുക്കുക, അതിനെ ചോദ്യം ചെയ്യുന്നവരാകാതിരിക്കുക. അതുപോലെ തന്നെ ഒരു അവിശ്വാസിയായുള്ള ഒരാൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാത്തിടത്തോളം അയാളെ നിങ്ങൾ ഒരു സാധാരണ പോലെ ട്രീറ്റ് ചെയ്താൽ മതി. ഇനി അതല്ല, വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അയാളിൽ നിന്നുണ്ടായാൽ നിങ്ങളുടെ വിശ്വാസപക്ഷത്തിൽ നിന്ന് ആശയപരമായി സംവദിക്കുക എന്നല്ലാതെ ഒരു ആശയം പറഞ്ഞതിൻ്റെ പേരിൽ ആയുധം എടുത്തുകൊണ്ട് അയാളെ ഇല്ലാതെയാക്കുന്ന ഒരു പ്രവണതയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടേതല്ലാത്ത ഓപ്പോസിറ്റ് നിൽക്കുന്ന ആശയക്കാർ നിങ്ങൾക്ക് നേരെയും ആ രീതിയിൽ ചെയ്യുന്നതിനെ നിങ്ങൾക്ക് ഒരിക്കലും അനീതി എന്ന രീതിയിൽ മറ്റുള്ളവർക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ അർഹതയില്ല. ഈ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, യുക്തിവാദം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മതനിരാസം എന്ന് പറയുന്നത് മറ്റൊരു മതമല്ല എന്നുള്ളതാണ്. ഈ മതമില്ലാത്ത ജീവിതം എങ്ങനെ, ദൈവമില്ലാത്ത ജീവിതം എങ്ങനെ എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അത് ആ രീതിയിൽ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി തിരിച്ചറിവിലേക്ക് എത്തി മതത്തിന് പുറത്തെത്തുമ്പോൾ മാത്രമേ മതവും ദൈവമില്ലാത്ത ജീവിതം എങ്ങനെയെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങളൊരു മതത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ, മതമില്ലാതെ മനുഷ്യർക്ക് നിലനിൽപ്പില്ല എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ ഈ യുക്തിവാദം അല്ലെങ്കിൽ മതനിരാസം എന്ന് പറയുന്നത് മതമായി കാണാൻ മാത്രമേ നിങ്ങൾക്ക് കഴിയുള്ളൂ. എന്നാൽ അതൊരു മതത്തിൻ്റെ സ്വഭാവമുള്ള സംഗതിയല്ല, അതൊരു മതമല്ല. വാസ്തവത്തിൽ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് അതുകൂടെ ഞാൻ ചേർത്ത് പറയുന്നത്. ഇനി മതനിരാസം പുറത്ത് പറഞ്ഞ ആളുകളോട് എന്താണ് പറയാനുള്ളത് എന്നൊരു ചോദ്യം. ഈ മതനിരാസം പുറത്ത് പറഞ്ഞ ആളുകളോട് പറയാനുള്ളത്, നിങ്ങളിത് പബ്ലിക്കായി പറഞ്ഞ ആളുകളായതുകൊണ്ട് അല്ലെങ്കിൽ പുറത്ത് പറഞ്ഞ ആളുകളായതുകൊണ്ട് മറ്റുള്ള ആളുകൾ നിങ്ങളെ വീക്ഷിക്കുന്നുണ്ട്, നിങ്ങളുടെ ചെയ്തികളും കാര്യങ്ങളൊക്കെ വീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു സംഗതിയാണ്. മറ്റുള്ളവർ നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും നിങ്ങളെ മാത്രമല്ല ജഡ്ജ് ചെയ്യുക, നിങ്ങളടങ്ങുന്ന മതരഹിതമായ ഒരു സമൂഹത്തിനെ മൊത്തമായി ജഡ്ജ് ചെയ്യാൻ അതിനെ ഉപയോഗിക്കും. അത് നിങ്ങളുടെ മനസ്സിൽ വേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും. അതുപോലെ തന്നെ മതം ഉപേക്ഷിച്ച ഓരോ വ്യക്തിയും, വിശ്വാസത്തിന് ഉപേക്ഷിച്ച ഓരോ വ്യക്തിയും ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം. അവരുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഉണ്ടാവരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി അതിനോട് കൂടെ ചേർത്ത് വെക്കാനുണ്ട്. അതുപോലെ തന്നെ മതനിരാസം പുറത്തു പറഞ്ഞ ആളുകൾ, നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും വിമർശനപരമായോ മറ്റോ എന്തെങ്കിലും കാര്യങ്ങൾ ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ വാസ്തവം എന്ത് എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം, ഫാക്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ കാരണം ഇതൊക്കെ നിങ്ങളിത് ഫാക്ട് ചെക്ക് നടത്താതെ ആളുകൾക്കിടയിലേക്ക് ഒരു സംഗതി എത്തിക്കുകയും അത് ഫേക്കാണ് എന്ന് വരികയും ചെയ്താൽ നിങ്ങളുടെ മാത്രം വിശ്വാസ്യതയല്ല അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്, നിങ്ങളടങ്ങുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ വിശ്വാസ്യതയെ മൊത്തം അത് ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ്. നേരെ മറിച്ച് നിങ്ങൾ കൃത്യവും വ്യക്തവുമായ തെളിവുകളോട് കൂടി സംസാരിക്കുന്ന ആളുകളാണെങ്കിൽ, ആ രീതിയിലായി മാറുകയാണെങ്കിൽ അത് ഒരുപാട് പേർക്ക് അതൊരു ആശ്വാസമാവുകയും നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരുപാട് പേർക്ക് അതൊരു വെളിച്ചമാവുകയും ചെയ്യും. ആ രീതിയിൽ കൂടെ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ പരിഗണിക്കേണ്ടതുണ്ട്. പിന്നെ ഒരു പുരോഹിതന്റെ കഥ ഇതിനോട് കൂടെ ചേർത്ത് പറയാൻ തോന്നുന്നുണ്ട്. ഒരു പുരോഹിതൻ, അദ്ദേഹം ലഹരി വിരുദ്ധ ക്ലാസ് എടുത്തു തൻ്റെ സദസ്യർക്ക്. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞു, ലഹരി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അനുഭൂതികൾ തോന്നും, പറക്കുന്ന പോലെ തോന്നും, പല സംഭവങ്ങൾ തോന്നും പറഞ്ഞ് ഒരുപാട് വിശേഷണങ്ങൾ പറഞ്ഞതിന് ശേഷം എന്നാൽ ഇന്നാലിന്ന പ്രശ്നങ്ങളും കേടുകളൊക്കെ ഇതിനുണ്ട് എന്ന് പറഞ്ഞു ലഹരിയെക്കുറിച്ച്. ഈ സമയത്ത് ഇത് കേൾക്കുന്ന സദസ്യരിൽ ഒരുപാട് പേര് ഈ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം, ലഹരി വിരുദ്ധ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ലഹരി തേടിപ്പോയി എന്നാണ് ആ കഥ. ഇതുപോലെ ചില ഉസ്താദുമാരുടെ മോട്ടിവേഷൻ കേട്ട് മതവിരുദ്ധരാകുന്ന ആളുകളും മതരഹിതരാകുന്ന ആളുകളൊക്കെ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം മതരഹിത സമൂഹത്തെക്കുറിച്ച് ഉസ്താദുമാർ വെക്കുന്ന ഒരു ചിത്രമുണ്ട്, ലൈംഗിക അരാജകത്വം, താൻ തോന്നിത്തരം, തോന്നുന്നതെന്തും ചെയ്യാനുള്ള വ്യഗ്രതയുള്ളവർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ രീതിയിൽ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന എന്നാൽ മാത്രം സംശയമുള്ള ആളുകൾ, ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ഉസ്താദുമാരുടെ മോട്ടിവേഷൻ കേട്ടിട്ട് ഇപ്പുറത്തേക്ക് വരുന്നുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്.
കാരണം ചില ആളുകൾ ഈ സ്ത്രീകളോടുള്ള പെരുമാറുന്ന ആ ഒരു ശൈലി അത് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. ഉസ്താദുമാരുടെ മോട്ടിവേഷൻ കേട്ടിട്ട് ആള് ഇങ്ങോട്ട് കയറി വന്നതാണ്. അവർക്ക് ഇത്തരം ആളുകൾക്ക് മറ്റു മനുഷ്യരുടെ വ്യക്തിപരമായ സ്പേസുകൾ മനസ്സിലാകുന്നില്ല. സ്ത്രീകളെ കുറിച്ച് അവർ കേവലം ഒരു ലൈംഗിക ഉപഭോഗ വസ്തുക്കൾ മാത്രമായിട്ട് തന്നെ അവർ മനസ്സിലാക്കുന്നത്. മതത്തിലുള്ള മനസ്സിലാക്കൽ എങ്ങനെയോ അതിൻ്റെ തന്നെ വേറൊരു വേർഷനായിട്ടാണ് ഇവർ മനസ്സിലാക്കുന്നത്, ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ കേട്ട് വന്ന ആളുകൾ. അപ്പോൾ അങ്ങനെ മോട്ടിവേഷൻ കേട്ട് വരുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, അത് നിങ്ങൾക്ക് നല്ലതിനല്ല. നിങ്ങൾക്ക് അത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ആ രീതിയിലുള്ള വല്ലാത്ത ചോദന ഉണ്ടെങ്കിൽ നിങ്ങൾ മതത്തിനെ തന്നെ കെട്ടിപ്പിടിച്ച് നിന്നാൽ മതി. തിരിച്ചറിവില്ലാത്ത പ്രവൃത്തികൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ മതം ഉപേക്ഷിച്ച് വന്നാൽ അത് നിങ്ങളുടെ നിലനിൽപ്പിനെയും കൂടെ ബാധിക്കുന്ന ഒന്നാണ് എന്നൊരു മുന്നറിയിപ്പ് തരാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി അവിശ്വാസം പുറത്ത് പറയാത്ത ആളുകളോട് എന്താണ് പറയാനുള്ളത്? അവിശ്വാസം പുറത്ത് പറയാത്തവരോട് പറയാനുള്ളത്, നിങ്ങൾ സേഫായിരിക്കുക. നിങ്ങൾക്ക് ഇത് പുറത്ത് പറയണം എന്നുള്ളൊരു വ്യതയും വ്യഗ്രതയൊക്കെ ഉണ്ടാവുമെങ്കിലും ഒന്ന് ക്ഷമിക്കുക. നിങ്ങൾക്കിത് പറയാവുന്ന ഒരു അന്തരീക്ഷം വരും തീർച്ചയായിട്ടും. ആ ഒരു സമയത്ത് മാത്രം പറയാം. ഒരു സേഫായൊരു സ്റ്റാൻഡ് ഇല്ലാതെ, ഒരു സ്റ്റേബിൾ ആകാതെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന വിപത്തുകളെ കുറിച്ച്, നിങ്ങൾ ഒറ്റപ്പെടാനും അതുപോലെ നിങ്ങളെ കുറ്റപ്പെടുത്തപ്പെടാനും ഒക്കെ പോകുന്ന ആ ഒരു സംഘത്തിനെ കുറിച്ച്, ആ ഒരു സന്ദർഭത്തിനെ കുറിച്ച് ഒക്കെ നിങ്ങൾ ഒന്ന് മുൻകൂട്ടി ആലോചിച്ച് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത്തരമൊരു സാഹചര്യം നിങ്ങൾ മുൻകൂട്ടി കാണുന്നുണ്ടെങ്കിൽ അത്രത്തോളം നിങ്ങൾ സേഫായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, എക്സ്പോസ്ഡ് ആവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾ സേഫാണ്, സ്റ്റേബിൾ ആണെന്ന് തോന്നുന്ന സമയത്ത് മാത്രം നിങ്ങൾ എക്സ്പോസ്ഡ് ആയാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങളുടെ നിലനിൽപ്പിനെ അത് ചോദ്യം ചെയ്യും എന്നാണ് എനിക്കൊരു മുന്നറിയിപ്പായിട്ട് പറയാനുള്ളത്. നിങ്ങൾ സേഫായിരിക്കുക എന്നതുപോലെ തന്നെ നിങ്ങളുടെ കാഴ്ചപ്പാടുള്ള ആളുകളെ കണ്ടുമുട്ടുമ്പോൾ അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ അവർക്കൊരു ത്രെറ്റായി മാറുന്ന രീതിയിലേക്ക് മാറരുത്. അത് പറഞ്ഞവരോടും ഈ ഒരു അവിശ്വാസം പുറത്ത് പറഞ്ഞവരോടും പറയാത്തവരോടൊക്കെ എനിക്ക് പറയാനുള്ളൊരു സംഗതിയാണ്. അവിശ്വാസമുള്ള മറ്റുള്ളവർക്ക് നിങ്ങളൊരു ത്രെറ്റായി മാറാതിരിക്കുക. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക. ഓക്കെ. പിന്നെ പ്രധാനമായും നിങ്ങൾ മതനിരാസം പുറത്ത് പറഞ്ഞാലും ഇല്ലെങ്കിലും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാന കാര്യം, എല്ലായ്പ്പോഴും നിങ്ങൾക്ക് നിങ്ങളാണ് ഉണ്ടാവുക. നിങ്ങളോട് കൂടെയുള്ള ആളുകളൊക്കെ ഓരോ മൊമെന്റിൽ മാത്രമേ നിങ്ങളെ കൂടെ ഉണ്ടാവുള്ളൂ. എല്ലായ്പ്പോഴും എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല എന്നുള്ളൊരു സത്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളാണ് എല്ലായ്പ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിനും പ്രാഥമികമായി നേരിടാനുള്ളത്, ഫേസ് ചെയ്യാനുള്ളത് ഒക്കെ നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ മാത്രമാണ്. മറ്റുള്ളവർ കൂടെ ഉണ്ടാകും നമുക്കൊരു ഉറപ്പും പറയാൻ പറ്റില്ല എന്നുള്ള സംഗതിയും കൂടെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. പിന്നെ സർക്കാരിനോട് എന്താണ് പറയാനുള്ളത്? സർക്കാരിനോട് പറയാനുള്ളത്, നിങ്ങൾ മതപ്രീണനങ്ങൾ അവസാനിപ്പിക്കുക. നിങ്ങൾ മതത്തിനെ പ്രീണിപ്പിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു മതത്തിനെ പ്രീതിപ്പെടുത്താൻ, ഏതെങ്കിലും ഒരു മതസ്ഥരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ മറ്റ് മതസ്ഥർക്ക് ഈ മതസ്ഥരോട് വർഗീയതയും വിഭാഗീയതയും ഉണ്ടാവാൻ അത് കാരണമാകും എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഈ രീതിയിൽ വർഗീയമായ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കാതിരിക്കുക. എല്ലാവരെയും ഈക്വലായി കാണുന്ന രീതിയിൽ തന്നെ നിയമങ്ങൾ നിർമ്മിക്കുക, പാലിക്കുക. അതല്ലാതെ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്കോ പ്രത്യേക മതത്തിനോ ഒരു പ്രത്യേക പരിഗണന നൽകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. അതാണ് പറയാനുള്ളത്. ഒരു ഏക സിവിൽ കോഡ്, നല്ല രീതിയിലുള്ള എല്ലാവരെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു ഏക സിവിൽ കോഡ് വരികയാണെങ്കിൽ അത് എത്രയും നല്ലതാണ്. പിന്നെ വോട്ട് ബാങ്കുകളെ മാത്രം പ്രീണിപ്പിക്കുന്ന ഒരു ശൈലി, ആ ഒരു ശൈലിയും അവസാനിപ്പിക്കുക. മതമുള്ള സമൂഹത്തിനോടൊപ്പം തന്നെ ഓരോ മതസമൂഹങ്ങളോടൊപ്പം തന്നെ മതരഹിത സമൂഹത്തെ, മതമില്ലാത്ത ഒരുപാട് പേര് നിലവിലുണ്ട്. അവരെ നിങ്ങളൊന്ന് പരിഗണിക്കേണ്ടതുണ്ട്. അവർ നേരിടുന്ന പ്രശ്നങ്ങളെയും നിങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. മതമുള്ള ആളുകളിൽ നിന്ന് മതമില്ലാത്ത ആളുകൾ പല പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്ത് നിസ്സംഗരായി നോക്കി നിൽക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കേണ്ടതുണ്ട്. എല്ലാവരെയും തുല്യമായി തന്നെ, മതമുള്ളവരോ ഇല്ലാത്തവരോ ആരും വ്യത്യസ്തരല്ലാത്ത രീതിയിൽ തുല്യമായി ട്രീറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതല്ലാതെ നിങ്ങൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടത്തെ പ്രീണിപ്പിക്കുകയോ പ്രീതിപ്പെടുത്തുകയോ ചെയ്യുന്ന രീതിയിലുള്ള സമീപനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ പേർ മനസ്സിലാക്കുക, അതിനെ ഉൾക്കൊള്ളുക, ഒരു മതം ഉണ്ടെങ്കിലേ നിലകൊള്ളാൻ കഴിയുള്ളൂ എന്ന രീതിയിലാണ്.
അങ്ങനെ വരുമ്പോൾ കൂടുതൽ കൂടുതൽ വിഭാഗീയതകളും വർഗീയതകളും അവിടെ ഉണ്ടായി മാറും. അത്തരം ഒരു രീതികൾ ഇല്ലാതെയാവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടാവണം. വിഭാഗീയതകളും വർഗീയതകളും ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടാവണം എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഓർക്കുക, മതത്തിൻ്റെ പേരിൽ നിങ്ങൾ ആളുകളെ പരിഗണിക്കുമ്പോൾ, മതരാഹിത്യത്തിൻ്റെ പേരിൽ ആളുകളെ അവഗണിക്കുമ്പോൾ, ആ രീതിയിലുള്ള നിലപാടുകൾ നിങ്ങളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് നിഷ്പക്ഷതയെ കൊന്നുകളയുന്ന രീതിയിൽ നിലപാടുകൾ, സർക്കാരിൻ്റെ നിലപാടുകൾ, ഭരണകർത്താക്കളുടെ നിലപാടുകൾ വന്നു കഴിഞ്ഞാൽ അത് പതിയെ പതിയെ ജനാധിപത്യത്തെ തന്നെ കൊന്നുകളയും. ഈ ഒരു ഓർമ്മപ്പെടുത്തലാണ് അവസാനമായിട്ട്